ഹലോ മക്കളെ, നമുക്കിനിയുള്ളത് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇത് കുറച്ച് ഡ്രൈ ആണ്, ടോപ്പിക് ഡ്രൈ ആണ്, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. വലിയ കോൺസെപ്റ്റുകളും അധികം ഇല്ല, ബട്ട് തിയററ്റിക്കൽ നോളജ് NCERT വായിക്കണം. നമ്മൾ നീറ്റ് എക്സാമിന് റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യങ്ങളൊക്കെ വല്ലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം ലാസ്റ്റ് നീറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. എന്തായാലും NCERTയിലുള്ള എല്ലാ ഭാഗങ്ങളും വായിക്കണം. പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഓരോ മെത്തേഡുകളുണ്ട്, ആ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ എക്സാമ്പിൾസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സബ്ലിമേഷൻ ആണെങ്കിൽ ഏത് കോമ്പൗണ്ടാണ് സബ്ലിമേറ്റ് ചെയ്യുക, അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെ. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് സബ്ലിമേഷൻ വഴി നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴി ഏതൊക്കെ, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ വഴി, അങ്ങനെ ഓരോ ടൈപ്പുകൾ. അത് അങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും. അപ്പോൾ NCERTൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ് പഠിക്കണം. അല്ലാണ്ട് കുറേ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഗൈഡിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും വായിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. NCERTൻ്റെ അകത്തുള്ള എന്താണോ എക്സാമ്പിൾസുകൾ അത് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ NCERT ആണ് നിങ്ങളെ റെഫറൻസ്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ മനസ്സിലാണ്. ഇത് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറേ ഡ്രൈ അങ്ങനെ കാണാതെ ഇങ്ങനെ വായിച്ച് കുറേ കണ്ടില്ല, നിങ്ങളുണ്ടല്ലേ ഇങ്ങനെ കുറേ പ്രിൻസിപ്പിൾസും കാര്യമൊക്കെ. പക്ഷേ ബുദ്ധിമുട്ടെന്ന് പറയുമ്പം കാണാതെ പഠിക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ്. ഇനി കൺസെപ്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വലിയ കൺസെപ്റ്റുകളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് കൺസെപ്റ്റ് ഉണ്ട് താനും. അതായത് ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ ചിത്രം കാണിച്ചത്, അതായത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെ സിമ്പിളി പഠിക്കാം, എളുപ്പത്തിൽ എങ്ങനെ ഇത് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ തലയിൽ വെച്ച് ടെൻഷനാകുന്നു വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, ബാക്കി ഞാൻ ചാപ്റ്റർ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ബേസിക്കലി ഉള്ളത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാടാ, പ്രധാനമായിട്ട് നമുക്കുള്ളത് സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ. അത് കോമൺ ടെക്നിക്സ് അല്ല പ്യൂരിഫൈ ചെയ്യാൻ ഓർഗാനിക് കോമ്പൗണ്ടുകൾ. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഇമ്പ്യൂരിറ്റി നമുക്ക് ആവശ്യമില്ലാത്ത ആളുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കണമെന്നായിരിക്കും. ഇപ്പോൾ ആവശ്യമില്ലാത്തെന്ന് പറയുമ്പോൾ പൊല്യൂട്ടഡ് സാധനം എന്നല്ല. എനിക്ക് വേണ്ടത് ഇപ്പം അനിലിനും അതേപോലെ തന്നെ വാട്ടർ ഉണ്ടെന്നായിരിക്കും. ഇപ്പം എനിക്ക് അനിലിനെ മാത്രം മതി, അതാണ് എനിക്ക് ആവശ്യമുള്ള സാധനം. വെള്ളം വേണ്ട, ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ക്ലോറോഫോം, ബെൻസീനും എന്തെങ്കിലും വിചാരിച്ചോ, ഏതെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് വേണ്ട ആളെ മാത്രം സെപ്പറേറ്റ് എടുക്കാം. അപ്പോൾ രണ്ടാളെ മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ ആ ടെക്നിക്സുകൾ എങ്ങനെയാണ് മാറ്റുക എന്നുള്ള പരിപാടിയാണ് പറയുന്നത്. അപ്പോൾ സബ്ലിമേഷൻ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻസ് ആൻഡ് ക്രോമറ്റോഗ്രഫി. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ കൂടെ ഇരുന്നാൽ മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. ഒരു ടെൻഷനും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ മക്കളെ, സബ്ലിമേഷനാണ് ഞാൻ പറയാനുള്ളത്. സബ്ലിമേഷൻ. സോ എല്ലാവരും നോക്കുക, NCERT എല്ലാവരും എടുക്കുക. NCERT നിങ്ങളെല്ലാവരും NCERT കയ്യിലുണ്ടെങ്കിൽ NCERT എടുക്കുക. കാരണം NCERT അത് മാർക്ക് ചെയ്ത് പഠിക്കാം. നമുക്ക് NCERT എല്ലാവരും എടുക്കാം. അതിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ലിമേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ബട്ട് ആക്ച്വലി നമ്മളത് പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ലിമേഷൻ ഓൾറെഡി പഠിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ നോർമൽ കേസിൽ ഈ സോളിഡുകൾ ലിക്വിഡായി മാറും, സോളിനെ ഹീറ്റ് ചെയ്ത് ലിക്വിഡായി മാറും, ലിക്വിഡിനെ ഹീറ്റ് ചെയ്ത് ഗ്യാസായി മാറും, അല്ലെങ്കിൽ വേപ്പറായി മാറും അല്ലേ. ഇതാണ് നോർമൽ പരിപാടി, സാധാരണ പരിപാടികൾ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതായത് ഞാനൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് സോളിഡ് എന്തായി മാറുകയാണ്, ഗ്യാസിൽ വേപ്പറായിട്ട് മാറും, വേപ്പർ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട് വിളിക്കുന്നവരാണ് സബ്ലൈമബിൾ കോമ്പൗണ്ട്സുകൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സബ്ലൈമബിൾ കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ നോൺ സബ്ലൈമബിൾ ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. സബ്ലൈമബിൾ കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ നോൺ സബ്ലൈമബിൾ ആയാലും ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ സബ്ലൈമബിൾ കോമ്പൗണ്ട് എന്തായി മാറും, ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയും മക്കളെ ഒറ്റ അടിക്ക് എന്തായി മാറും, വേപ്പറായിട്ട് മാറും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് കണ്ടൻസ് ചെയ്ത് എടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇമ്പ്യൂരിറ്റി എന്താവുന്നില്ല, സബ്ലൈമബിൾ ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട മെത്തേഡ് എന്താ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റുകളാണ് ഇവിടെ പഠിക്കേണ്ടത്. 2 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട ആൾക്കാർ സബ്ലിമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എടുക്കേണ്ടത് സബ്ലൈമബിൾ കോമ്പൗണ്ട് ആയിരിക്കണം. സബ്ലൈമബിൾ കോമ്പൗണ്ട് ആയിരിക്കും. ഇപ്പോൾ സബ്ലിമേഷൻ എന്താണെന്ന് അറിയാം. രണ്ടാമത് നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്, അതിൻ്റെ കൂടെ നോൺ സബ്ലൈമബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആയിരിക്കും. 2 സബ്ലൈമബിൾ ആണെങ്കിൽ എന്താ പ്രത്യേകത, രണ്ടാളും എന്തെയും മാറും, ഗ്യാസ് വേപ്പറായി മാറും. അത് പറ്റില്ല. അപ്പം സബ്ലൈമബിൾ കോമ്പൗണ്ടും നോൺ സബ്ലൈമബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നിങ്ങൾ എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പറയണം. ഒന്നെന്താണ്, ഇമ്പ്യൂരിറ്റീസ് എടുക്കുക, ഇമ്പ്യൂരിറ്റീസ്. അപ്പം 2 കാര്യങ്ങൾ, ഒന്ന് സബ്ലൈമബിൾ കോമ്പൗണ്ട് എടുക്കുക, നോൺ സബ്ലൈമബിൾ ഇമ്പ്യൂരിറ്റി എടുക്കുക. എൻ്റെ എക്സാമ്പിൾ കൂടി പഠിക്കണം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താണ് എക്സാമ്പിൾ? അപ്പോൾ സബ്ലിമേഷൻ വളരെ സിമ്പിളാണ്. എനിക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അതെന്താണ്, അത് ഇമ്പ്യൂരിറ്റി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റിയുടെ പ്രത്യേകത അത് നോൺ സബ്ലൈമബിൾ ആയ ഇമ്പ്യൂരിറ്റി ആണ്. എൻ്റെ കയ്യിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട് സബ്ലൈമബിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, സബ്ലിമേഷൻ ഇതേ ആക്കിയാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുമ്പോൾ സബ്ലൈമബിൾ ആവും, ഇമ്പ്യൂരിറ്റി എന്തായാലും സബ്ലൈമബിൾ ആവില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. നീറ്റ് എക്സാമിന് ഇവിടെ എക്സാമ്പിൾസിനാണ് പ്രത്യേകത. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ടാവും മക്കളെ? എക്സാമ്പിൾസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ്. ഒന്ന് പഠിച്ചു നോക്കി എല്ലാവരും. അയോഡിൻ പറയും, അയോഡിൻ. ക്യാംഫർ, അയോഡിന്, ക്യാംഫർ, നാഫ്തലീന്,
അതേപോലെ അമോണിയം ക്ലോറൈഡ് ഇതൊക്കെ എന്താ മക്കളെ? ഇതൊക്കെ നമ്മൾ എന്തിന് പറയാറുണ്ട്? എക്സാമ്പിൾസ് ഓഫ് എന്താണ്? സബ്ലിമേഷൻ എക്സാമ്പിളാണ്. സബ്ലിമേഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? യെസ്. നമ്മളത് ഒരു കോഡൊക്കെ പറയാറുണ്ട് പണ്ട്, ബാൻ I2 പാക്ക് എന്നൊക്കെ. അതിന് ആവശ്യം നിങ്ങൾക്കില്ല. ബാൻ I2 പാക്ക് എന്നൊക്കെ പറയാറുണ്ട്. ബെൻസീൻ നമ്മൾ ഒരു കോഡാണത്. ഇത് എന്താണ്? നാഫ്തലീൻ, അയോഡിൻ, ഇങ്ങനെ കുറേ പറയും. ഓക്കെ, എനിവേ ഇവിടെ C for ക്യാംഫർ, അങ്ങനെ കോഡൊക്കെ ഉണ്ട്. എനിവേ ഞാൻ പറഞ്ഞ ഓർമ്മ വന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അതൊന്നും പഠിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിക്കുക. അതായത് എന്ത് പഠിക്കുക? അയോഡിൻ ഉണ്ട്, ക്യാംഫർ ഉണ്ട്, നാഫ്തലീൻ ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാം. റെഡിയല്ലേ? അപ്പോൾ അത്രയുള്ള സബ്ലിമേഷനുമായി ബന്ധപ്പെട്ടിട്ട് അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ക്രിസ്റ്റലൈസേഷനാണ്. ക്രിസ്റ്റലൈസേഷൻ കോൺസെപ്റ്റ് എന്താ? എല്ലാവരും NCERT മാർക്ക് ചെയ്ത് വെക്കണം. ക്രിസ്റ്റലൈസേഷൻ പ്രത്യേകത എന്ന് പറയുന്ന മക്കളെ, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ NCERT നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. Is based on എന്താണ്? It is based on difference in solubility of the compound and the impurity in a suitable solvent. അതായത് എന്താ പ്രത്യേകത? ഈ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, അതുപോലെ ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഈ ഇമ്പ്യൂരിറ്റി ഓർഗാനിക് കോമ്പൗണ്ട് സോൾവെൻറ്റിൽ നമ്മൾ മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ വെറുതെ വിചാരിക്കുക പഞ്ചസാരയുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നൊരു എന്താണ്, ഒരു സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതൊരു ആർക്കാണ് ഉപയോഗിക്കുന്നത്? ക്രിസ്റ്റലൈസേഷൻ. സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായി പറഞ്ഞുതരാം. ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് ക്രിസ്റ്റലൈസേഷൻ ഭാഗമാണ്. ഞാനൊരു സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട്, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടാണ് എടുക്കേണ്ടത്. സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാണ്? അതിൻ്റെ സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള ഇമ്പ്യൂരിറ്റിനെ മാറ്റി നമുക്ക് സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ദ സോലബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ആൻഡ് ദ ഇമ്പ്യൂരിറ്റി ഇൻ സൂട്ടബിൾ സോൾവെന്റ്. ഈ പറഞ്ഞ സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് എന്തുണ്ട്? ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഞാനൊരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടും അതേപോലെ ഇമ്പ്യൂരിറ്റിയും ഈ സോൾവെന്റിൽ ലയിക്കുന്നതിന് അല്ലെങ്കിൽ സോലിബിൾ ആവുന്നതിൻ്റെ അളവിന് വ്യത്യാസം വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് നല്ലോണം ലയിക്കുകയാണ്, സോൾവെന്റ് ലയിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓർഗാനിക് കോമ്പൗണ്ട് സോൾവെന്റ് നല്ലോണം ലയിക്കുന്നുണ്ട്, ഇമ്പ്യൂരിറ്റി സോൾവെന്റ് നല്ലോണം ലയിക്കുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഇതേപോലെ സോലിബിൾ ആവുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സിംപ്ലി ഇത് മനസ്സിലാക്കേണ്ടത്, ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്താ? ക്രിസ്റ്റലൈസേഷൻ പ്രിൻസിപ്പിൾ എന്താ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ സോലബിലിറ്റി ഓഫ് ദ ഇമ്പ്യൂരിറ്റി ആൻഡ് സോലബിലിറ്റി ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഇമ്പ്യൂരിറ്റി ഇൻ ദ സൂട്ടബിൾ സോൾവെന്റ്. സൂട്ടബിൾ സോൾവെന്റ് അകത്ത് ഓർഗാനിക് കോമ്പൗണ്ടും അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റിയും സോലബിൾ ആവുന്നതിൻ്റെ അളവിൽ എന്ത് വേണം? ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം എന്ത് നടക്കത്തുള്ളൂ? ക്രിസ്റ്റലൈസേഷൻ ടെക്നിക്സ് നടക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഡിഫറൻസ് ഇൻ സോലബിലിറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഇമ്പ്യൂരിറ്റി ഇൻ സ്യൂട്ടബിൾ സോൾവെന്റ്. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ആവശ്യമുള്ളത്. അതിനകത്ത് ഇമ്പ്യൂരിറ്റികളുണ്ട്. അതെന്താണ്? ഈ സ്യൂട്ടബിൾ സോൾവെൻ്റ് അകത്ത് ലയിക്കുന്നതിൻ്റെ എന്താണ്? സോലബിലിറ്റി ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പ്യൂർ കോമ്പൗണ്ട് ഈസ് സോൾവെന്റ് വിച്ച് ഇസ് സ്പാരിംഗ്ലി സോൾവെന്റ് റൂം ടെമ്പറേച്ചർ, ഹൈലി സോൾവെന്റ്. അതായത് ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് NCERT പറഞ്ഞ പോയിന്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി. സ്റ്റേറ്റ്മെന്റ് ചോദ്യം വേണം, എക്സ്പെക്ട് ചെയ്യാം. അതായത് the impure compound is solvent which is sparingly soluble room temperature but appreciably soluble higher temperature. അതായത് ഇമ്പ്യൂർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട് അതിന് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. ആ ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ ടെമ്പറേച്ചറിൽ, അതായത് റൂം ടെമ്പറേച്ചർ എന്താണ്? സ്പാരിംഗ്ലി സോലിബിൾ. അതായത് ഇപ്പോൾ സൂട്ടബിൾ സോൾവെന്റിനകത്ത് വെല്ലിങ്ങനൊന്നും ലയിക്കൂല, വെല്ലിങ്ങനൊന്നും സോലിബിൾ അല്ല. പക്ഷേ ഹൈ ടെമ്പറേച്ചർ കൂട്ടിക്കാൻ എന്ത് ചെയ്യും മക്കളെ? നല്ലോണം എന്ത് ചെയ്യും? അതിനകത്ത് സോലിബിൾ ആണ്. നല്ലോണം എന്താണ്? അതിനകത്ത് സോലിബിൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സിമ്പിളായി ഇത്രയുള്ള കാര്യങ്ങൾ സിമ്പിളായി ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളായി പറഞ്ഞുതരാം. നിങ്ങളൊരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, സിംപ്ലി. അതായത് ഇതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ എക്സാമ്പിൾ ചുമ്മാ പറയാണ്. നിങ്ങൾ പഞ്ചസാര, അത് സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പഞ്ചസാരയിൽ ഉപ്പോ എന്തോ ആയിക്കോട്ടെ, അത് സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റി നോർമൽ ടെമ്പറേച്ചർ എന്തല്ല. ഞാൻ സൂട്ടബിൾ സോൾവെൻറ്റിൻ്റെ ആഡ് ചെയ്യുന്നത് വെള്ളമാണെന്ന് വിചാരിക്കും. ജസ്റ്റ് അസ്യൂം ചെയ്യുക, വെള്ളമാണെന്ന് വിചാരിക്കും. അസ്യൂം ചെയ്താൽ മതിയാ. അപ്പോൾ ഈ പഞ്ചസാര എന്നല്ലെങ്കിൽ ഉപ്പ് കാണുന്ന അതിനകത്തുള്ള ഓർഗാനിക് ഇമ്പ്യൂരിറ്റി എന്താണ്? നോർമൽ ടെമ്പറേച്ചറിൽ ഇതിനകത്ത് സോലിബിൾ അല്ല. ഹയർ ടെമ്പറേച്ചറിൽ നല്ലോണം സോലിബിളുമാണ്. ആരെക്കാട്ടിലും പഞ്ചസാര, ഈ ഉപ്പിനെക്കാട്ടിലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഉപ്പിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും? ഈ വെള്ളത്തിൻ്റെ അകത്ത് സോലിബിൾ ആവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യാം? ക്രിസ്റ്റലൈസ് ചെയ്യുക, കൂൾ ചെയ്തിന് എന്ത് ചെയ്യാം? കട്ട പിടിക്കും. അപ്പോൾ ആ കട്ടനകത്ത് എന്തുണ്ടാകും? ഇമ്പ്യൂരിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇമ്പ്യൂരിറ്റിയെയും അതേപോലെ തന്നെ സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പരിപാടി വെച്ചിട്ട്. അപ്പോൾ അത്രയുമാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലേ? ദാറ്റ്സ് എ തിങ്. അത്രയും മതി. അപ്പോൾ അതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്തതാണ് ഡിസ്റ്റിലേഷൻ.
ക്രിസ്റ്റലൈസേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഡിസ്റ്റിലേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡിസ്റ്റിലേഷൻ. ഇവിടെ നിന്ന് ചോദ്യം യു ക്യാൻ എക്സ്പെക്ട്. നിങ്ങൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടാൾക്കാർക്ക്. ഒന്ന് കണ്ടീഷൻസ് യൂസ് സെപ്പറേറ്റ്, ഒന്ന് വോളറ്റൈൽ ലിക്വിഡ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി, രണ്ട് ലിക്വിഡ് ഹാവിംഗ് സഫിഷ്യൻറ്റ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്സ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. ക്രിസ്റ്റലൈസ്ഡ് സോൾഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരുന്നുവെങ്കിൽ ഇത് ഞാൻ എടുക്കുന്നത് ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന ആർക്കാ വെച്ചാൽ 2 ലിക്വിഡുകളുണ്ട്, അതായത് 2 ലിക്വിഡ്സ്. അപ്പോൾ ലിക്വിഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ 2 ലിക്വിഡുകളുണ്ട്, 2 ലിക്വിഡ്സ്. ആ 2 ലിക്വിഡ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരും എന്താണ്? വോളറ്റൈൽ ലിക്വിഡ്സാണ്. അതായത് എന്താണ് പ്രത്യേകത? ഇങ്ങനെ ആലോചിക്കുക, ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 ലിക്വിഡ്സ് ആലോചിക്കണം, എങ്ങനെ സിമ്പിൾ ഇങ്ങനെ ആലോചിച്ചോ. എൻ്റെ ലിക്വിഡ് ഉണ്ട്, എൻ്റെ ലിക്വിഡ്സ് ഉണ്ട്. ആ ലിക്വിഡ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ്സിൻ്റെ അകത്ത് എന്തുണ്ട്? ആ ലിക്വിഡിൻ്റെ പ്രത്യേകത വോളറ്റൈൽ ലിക്വിഡാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിക്വിഡിനെ ഹീറ്റ് ചെയ്തതിന് വേപ്പറായി മാറാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചാൽ മതി, സിമ്പിളായി ആലോചിക്കാം. എൻ്റെ ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് എന്താണ്? വോളറ്റൈൽ ലിക്വിഡാണ്. വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലിക്വിഡിനെ ഹീറ്റ് ചെയ്തതിന് എന്തായി മാറും? വേപ്പറായി മാറുന്നവനാണ്. ഇനി പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ലിക്വിഡിൻ്റെ അകത്ത്, ആ ലിക്വിഡിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റി ഉണ്ടാവുമല്ലോ, ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതും ലിക്വിഡ് തന്നെയായിരിക്കും. ഇനി എന്തെങ്കിലും ആവട്ടെ, ആ ഇമ്പ്യൂരിറ്റി എന്ന് വിചാരിക്കും. ആ ഇമ്പ്യൂരിറ്റീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മക്കൾ എന്താണ്? ഞാൻ പറഞ്ഞ ഇമ്പ്യൂരിറ്റി നമ്മൾ വേസ്റ്റ് എന്ന് ആലോചിക്കണം, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം അത്രയേ ഉള്ളൂ. അതായത് 2 ലിക്വിഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിക്വിഡിൻ്റെ ഒരു ലിക്വിഡ് നമുക്ക് ആവശ്യമുള്ളത്, ഒരു ലിക്വിഡ് നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് ആവശ്യമുള്ള ലിക്വിഡാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്, ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റിൻ്റെ പ്രത്യേകത അത് നോൺ വോളറ്റൈൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ സിമ്പിളി പറയുകയാണെങ്കിൽ ഒന്നുമില്ലടാ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 മിക്സ്ചർ ഉണ്ട് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലോറോഫോം ആൻഡ് അനിലിൻ ആയിരിക്കും. ക്ലോറോഫോം അനിലിനായിരിക്കും എനിക്ക് വേണ്ടത്, ക്ലോറോഫോമിനെയാണ് എനിക്ക് വേണ്ടതാണ്, ക്ലോറോഫോമിനെ. അനിലിൻ എനിക്ക് വേണ്ടാന്ന് വിചാരിക്കും, സിമ്പിൾ വിചാരിച്ചു. അപ്പോൾ ക്ലോറോഫോമിൻ്റെ നമ്മൾ 2 ഹീറ്റ് ചെയ്യുന്നു, 2 മിക്സറി കിടക്കല്ലേ, ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലോറോഫോമിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വോളറ്റൈലാവും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ക്ലോറോഫോമിനെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അനിലിന് ബോയിലിംഗ് പോയിന്റ് കുറച്ച് കൂടുതലാണ്, അപ്പം വോളറ്റൈലായ സമയം എടുക്കും. അപ്പോൾ അത് നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റിയാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലിക്വിഡ്സ് ഹാവിങ് വോളറ്റൈൽ ലിക്വിഡ്സുകളായിരിക്കണം, വോളറ്റൈൽ ലിക്വിഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കണം, അതേപോലെ നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ലിക്വിഡ് ഹാവിംഗ് സഫിഷ്യന്റ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ആ ലിക്വിഡ്സ് എന്തായിരിക്കണം മക്കളെ? സഫിഷ്യന്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ലിക്വിഡ് ഹാവിംഗ് സഫിഷ്യന്റ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്, അതായത് ബോയിലിംഗ് പോയിന്റിൽ കൃത്യമായുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ എ ഉണ്ട്, ബി ഉണ്ട് ആയിരിക്കും. എനെ എനിക്ക് വേണം, എനെ വേണം. ബി എന്താ? ബി എനിക്ക് വേണ്ടാത്തവനാണ്, അവൻ്റെ ഇമ്പ്യൂരിറ്റിയാണ്. അവൻ ഇമ്പ്യൂരിറ്റി ആണല്ലോ, യെസ്. അപ്പോൾ ഞാൻ എയും ബി മിക്സറാണ്, ഞാൻ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, അതായത് ഇപ്പോൾ എയുടെ ബോയിലിംഗ് പോയിന്റ് 400 കെൽവിനായിരിക്കും, ബിയുടെ ബോയിലിംഗ് പോയിന്റ് 500 കെൽവിനാന്ന് വിചാരിക്കും, അല്ല 600 കെൽവിനാന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ 400 കെൽവിൻ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് വോളറ്റൈലായി പോകും. എന്താ വോളറ്റൈൽ? ബോയിലാവാണ്. അപ്പോൾ പ്രഷർ, ഈ പറഞ്ഞിരിക്കുന്ന ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആൾ പെട്ടെന്ന് വോളറ്റൈലായി പോകും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനെ പെട്ടെന്ന് കിട്ടും, ബീനെ കിട്ടൂല. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ്സിന് 2 ഒരേ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നെങ്കിൽ 2 പേരും വേപ്പറായി വോളറ്റൈലായി പോകും, അത് പറ്റൂല. അപ്പോൾ ലിക്വിഡ്സ് ഹാവിംഗ് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കണം, അതേപോലെ തന്നെ നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി ആയിരിക്കണം. അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന വേപ്പർ നമ്മൾ കൂൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടും കൂൾ ചെയ്തതിനെ നമുക്ക് എന്ത് ചെയ്യും? കളക്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞതാണ് ക്ലോറോഫോം അനിലിനുമാണ്. ക്ലോറോഫോം ആൻഡ് അനിലിൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. ക്ലോറോഫോം 334 കെൽവിനാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അനിലിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 457 കെൽവിനാണ്. ഈസിലി സെപ്പറേറ്റഡ് ബൈ ദിസ് ടെക്നിക്സ്. അപ്പോൾ അത് വളരെ സാധാരണ ഒരു ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ക്ലോറോഫോം അനിലിനും ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഓർത്തിരിക്കുക. അതേപോലെ അത് എക്സാമ്പിൾ ഏതിലാണ് വരുന്നത്? ഡിസ്റ്റിലേഷനിലാണ് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? പിന്നെ വേറെ എക്സാമ്പിൾ ഓർത്തിരിക്കുന്നത് ബെൻസീനും, അതേപോലെ ബെൻസീൻ ആൻഡ് ക്ലോറോഫോം. ഓക്കെ, അത് പ്രധാനമായിട്ട് നിങ്ങൾ ക്ലോറോഫോം അല്ല, ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നീറ്റ് എക്സാം സ്ഥിരമായി ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, ബെൻസീൻ അല്ലെങ്കിൽ ക്ലോറോഫോം അനിലിൻ ഏത് മെത്തേഡ് വഴിയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക? ഓപ്ഷൻ എ ഡിസ്റ്റിലേഷൻ, ക്രിസ്റ്റലൈസേഷൻ, സബ്ലിമേഷൻ, ഫ്രാക്ഷണൽ അല്ലെങ്കിൽ ക്രൊമറ്റോഗ്രഫി എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം ഏതാണ്? ഡിസ്റ്റിലേഷൻ എന്നാണ്. തെറ്റിക്കരുത്, ഡിസ്റ്റിലേഷൻ എന്നാണ്. അപ്പോൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണ് ഇതാണ്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ NCERT ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്താ കോൺസെപ്റ്റ് നോക്കിക്കുക നിങ്ങളെല്ലാവരും. ഇതാണ് ഞാൻ NCERT എത്തുള്ളത്. ഇത് എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട, വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന സാധനമാണെന്ത്? ഇതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ലിക്വിഡ് മിക്സ്ചർ ഈ ഒരു ഫ്ലാസ്കിനകത്ത് ലിക്വിഡ് മിക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലിക്വിഡ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ സാധനമാണ് ലിക്വിഡ് മിക്സ്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതാണ് ലിക്വിഡ് മിക്സ്ചർ. റെഡിയല്ലേ? ഇനി
നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ലിക്വിഡ് മിക്സ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യും, വോളട്ടൈലാകും. ആര് വോളട്ടൈലായും? അതായത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് വോളട്ടൈലാകും. അപ്പോൾ എന്ത് ചെയ്യും, വേപ്പേഴ്സ് ഫോം ചെയ്യും. വേപ്പേഴ്സ് ഇങ്ങനെ പോകും, വേപ്പേഴ്സ് ഫോം ചെയ്തു. ആ വേപ്പർ എന്ത് ചെയ്യും മക്കളെ, ഇതൊരു കണ്ടൻസറാണ്. ഈ കണ്ടൻസറിലൂടെ ഇങ്ങനെ ഉള്ളോട്ട് കണ്ടൻസ് ചെയ്യും. വേപ്പർ കണ്ടൻസ് ചെയ്താൽ കിട്ടാൻ ലിക്വിഡ് കിട്ടും. അപ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യും, ഇവിടെ കളക്ട് ചെയ്യും, ലിക്വിഡ് സബ്സ്റ്റൻസ് ഇവിടെ കളക്ട് ചെയ്യും. കണ്ടോ, ലിക്വിഡ് സബ്സ്റ്റൻസ് സെലക്ട് ചെയ്തു. ആ ലിക്വിഡ് സബ്സ്റ്റൻസ് നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്, നമുക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് ലിക്വിഡ് സബ്സ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ബാക്കി ആരുണ്ടാവും, ഇനി റിമെയിൻ ചെയ്തിരിക്കുന്ന നോൺ വോളട്ടൈലുള്ള ഇമ്പ്യൂരിറ്റി. നോൺ വോളട്ടൈലുള്ള ഇമ്പ്യൂരിറ്റി ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പം ആരവിടെ ബാക്കി ഉണ്ടാവും, നോൺ വോളട്ടൈൽ ഇമ്പ്യൂരിറ്റി ഇവിടെ ബാക്കി ഉണ്ടാവും. അത്രേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രമാണ്. വളരെ മനസ്സിലാത്ത ആരുമില്ലല്ലോ. ഇനി ഇവിടെ ഒരു പറയുന്നൊരു കാര്യം കൂടി ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ പലതരത്തിലുള്ള സിമ്പിൾ ഡിസ്റ്റിലേഷൻ, പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, പിന്നെ അതേപോലെ ഡിസ്റ്റിലേഷൻ്റെ റെഡ്യൂസ്ഡ് പ്രഷറും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഞാൻ പറഞ്ഞു എക്സാമ്പിൾ ഏതാണ്, എക്സാമ്പിൾ ഓർത്തിരിക്കുക. എക്സാമ്പിൾ എന്താ, എക്സാമ്പിൾ പറ, എന്താണത്, മറന്നുപോയോ? എന്തായിരിക്കും? അനിലിനും ഉണ്ട്, അനിലിൻ ആൻഡ് ക്ലോറോഫോം ആൻഡ് അനിലിൻ. ക്ലോറോഫോം അനിലിനുമാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ക്ലോറോഫോം ആൻഡ് അനിലിൻ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ പഠിക്കുന്ന ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ഡിസ്റ്റിലേഷൻ നടത്തണമെങ്കിൽ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് വേണം. പക്ഷേ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ ഇതേപോലെ ഡിസ്റ്റിലേഷൻ വഴി എനിക്ക് എങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആർക്കാണ് ഉപയോഗിക്കാമെന്ന് എക്സാം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ടു ലിക്വിഡ് ഈസ് നോട്ട് മച്ച്. രണ്ട് ലിക്വിഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് അത്ര വലിയ ഇല്ല. ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് അതിന് മാത്രം ഇല്ല, ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ ഡിസ്റ്റിലേഷൻ കനോട്ട് ബി യൂസ്ഡ് സെപ്പറേറ്റ്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ആർക്കാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക? അപ്പോൾ അത് പഠിക്കുന്ന സാധനമാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത് ആർക്കാണ്? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്, ലിക്വിഡ്സ് ഡു നോട്ട് ഹാവിങ് മച്ച് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്. അപ്പം വലിയ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചിത്രം, യെസ്, ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇത് ലിക്വിഡാണത്, ലിക്വിഡ് ടു ബി ഡിസ്റ്റിൽഡ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? രണ്ട് ലിക്വിഡുകൾ ഉണ്ടാകും, ഒന്ന് നമുക്ക് വേണ്ട ആളും ഒന്ന് വേണ്ടാത്ത ആളും. എനിവേ, അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് നോട്ട് മച്ച്, അത്രത്തോളം എന്തില്ല, ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുത്തെ എന്തൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ടത്? എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ, സ്വാഭാവികമായിട്ടും രണ്ടാൾക്കാർ ചെറിയ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ടാവും, ചെറുത്. അപ്പം ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത്, അവൻ എന്ത് ചെയ്യും, അവൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മക്കളെ, ബോയിലിംഗ് പോയിന്റ് കുറച്ച് കുറവുള്ള ആൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറച്ച് കുറവുള്ള ആൾ, ബോയിലിംഗ് പോയിന്റ് കുറച്ച് കുറഞ്ഞ ആൾ എന്ത് ചെയ്യും മക്കളെ, ഇവിടുന്ന് ആദ്യം വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. അപ്പോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം ആണ് ഈ കാണുന്നത്, ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ എക്സാമിന് ചോദ്യം ഇങ്ങനെ വരും, ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ടോപ്പിൽ ആരാണ് കാണുക എന്നുള്ളത് ചോദിക്കും. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ടോപ്പിൽ ആരാണ് കാണുന്നത്? ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ടോപ്പ്. ഏത്? ഈ കാണുന്ന ഭാഗമാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ടോപ്പ് ഭാഗം. ഇവിടെ ആര് കാണുന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ എന്ത് ചെയ്യും, വോളട്ടൈലായുള്ള ആളാണ് മനസ്സിലായി. അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ വോളട്ടൈലാണ്. ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ എന്ത് ചെയ്യും, ഫസ്റ്റ് പോയിട്ട് ഈ പറഞ്ഞ ടോപ്പിലെത്തും. അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളുണ്ടാവില്ല, അയാൾ കുറച്ച് കഴിയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളും അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ പറഞ്ഞപ്പോൾ രണ്ട് പേർക്കും ഡിഫറൻറ്റ് ബോയിലിംഗ് പോയിന്റാണ്. അതുകൊണ്ട് ആദ്യം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ അങ്ങ് പോകും, പിന്നെ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളൊക്കെ വരാൻ സമയം എടുക്കും, വരത്തില്ല, കുറേ ഹീറ്റ് ചെയ്താലേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ബോയിലിംഗ് പോയിന്റുകളാണ്. അപ്പോൾ സ്വാഭാവികം ഒരാൾ പോയി, ലെറ്റ്സ് എ ഉണ്ട് ബി ഉണ്ടെന്ന് വിചാരിക്കും, എ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, ഒരു മറ്റേ ബി കാണാൻ തൊട്ടടുത്ത ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ എ എന്ത് ചെയ്തു, വേപ്പറായി അടുത്ത് ബി എന്ത് ചെയ്യും, വേപ്പറാവാൻ തുടങ്ങും. അങ്ങനെ ബി വേപ്പറാവാൻ ഇങ്ങനെ മുകളിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെ പോവുകയാണ് എന്ന് വിചാരിക്കും. അപ്പം അപ്പോഴത്തേക്ക് എ മുകളിലുണ്ടായിരുന്നു, വേപ്പറായിരുന്നു, അവന് കണ്ടൻസ് ചെയ്യും. അതായത് എ എന്ത് ചെയ്യും, കൂൾ ചെയ്തൊരു കണ്ടൻസ് ചെയ്ത് അവൻ താഴോട്ട് ലിക്വിഡായി വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഈ ഒരു പ്രത്യേകത. ഈ പറയുന്നത് കണ്ടൻസറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. ഈ പറഞ്ഞ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൻ്റെ ഫംഗ്ഷൻ, അതായത് മക്കളെ ഇവിടെ ഇയാളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യും. ആരാണ് ഇത്? ഹീറ്റ് എക്സ്ചേഞ്ച്. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്. ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് നിങ്ങൾ ഇതാണ് പഠിക്കുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ച്. അതായത്
ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴോട്ട് ലിക്വിഡായി വരുന്നുണ്ടാവും. ബോയിലിംഗ് പോയിന്റ് കുറച്ച് കൂടിയ ആൾ എന്ത് ചെയ്യും, താഴെ നിന്ന് മുകളിലോട്ട് വേപ്പറായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ എന്ത് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നിട്ട് എന്ത് സംഭവിക്കും, അതായത് നമ്മൾ താഴെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ് തണുത്ത് വരുന്ന, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ് താഴോട്ട് വരുന്ന ആൾ എന്ത് ചെയ്യും, എഗെയിൻ വേപ്പറായിട്ട് മാറും. ഇയാൾ എന്ത് ചെയ്യും, തിരിച്ച് താഴോട്ട് തന്നെ വരും, ഇയാൾ തിരിച്ച് മുകളോട്ട് തന്നെ പോകും. അപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന ആൾ എന്ത് ചെയ്യും, എഗെയിൻ ഈ പറഞ്ഞ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് ആരെന്നെത്തും, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളെന്നെത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എക്സാം ചോദിക്കും ഫ്രാക്ഷനേറ്റിംഗ് കോളം, അല്ലെങ്കിൽ ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തെ ടോപ്പിൽ ആരുണ്ടാവും, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളായിരിക്കും ടോപ്പിൽ ഉണ്ടാകുന്ന കാര്യം ഓർത്തിരിക്കുക. മക്കളെ മനസ്സിലായി, ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് താഴത്തായിരിക്കും, ഇവിടെ ആരായിരിക്കും, ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളായിരിക്കും ഉണ്ടാവുക, ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സാധനത്തിൻ്റെ കോൺസെപ്റ്റ്. ഇത് വായിച്ചങ്ങ് മനസ്സിലാവുന്ന അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചിത്രം വഴി നിങ്ങൾക്കത് കാണിച്ചു തന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ, സെറ്റല്ലേ മക്കളെ, സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റുകളായിട്ട് നമുക്ക് പറയാനുള്ളത്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ യെസ്. ഇനി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ മക്കളെ, നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷറാണ്. പിന്നെ അടുത്ത ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റിലേഷൻ ഏത് ഡിസ്റ്റിലേഷനാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിക്കും. അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഓഫ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇൻഡസ്ട്രി. അതായത് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ, ക്രൂഡ് ഓയിൽ ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. അതായത് നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രി ക്രൂഡ് ഓയിൽ സെപ്പറേറ്റ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാറുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ടു സെപ്പറേറ്റ് എന്താണ്, ക്രൂഡ് ഓയിൽ ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി. അതായത് ക്രൂഡ് ഓയിലിന് പെട്രോളിയം ഇൻഡസ്ട്രി ക്രൂഡ് ഓയിൽ സെപ്പറേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്രോളിയം ഇൻഡസ്ട്രിയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്? ഒന്ന്, ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട്, അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആ കോളത്തിൻ്റെ മുകളിൽ ആ ഒരു ടോപ്പിൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളാണ്, വോളട്ടൈലുള്ള ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളാണ്. അതേപോലെ തന്നെ താഴെ എന്താ കിട്ടുക, താഴെ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ദെൻ അഗെയിൻ പിന്നെ അതേപോലെ ഇത്രയുമാണ്. പിന്നെ രണ്ട് ഡിഫറൻസ് ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷറാണ്. നിങ്ങൾ വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റ്, കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല. ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ ആർക്കോ ഉപയോഗിക്കുക ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് മക്കളെ, എൻ്റെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ബോയിൽ ആകുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇയാളുടെ ബോയിലിംഗ് പോയിന്റും അതേപോലെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ബോയിലിംഗ് പോയിന്റ് 500 കെൽവിനാന്ന് വിചാരിക്കും. 500 കെൽവിൻ ആകുമ്പോഴത്തേക്ക് എന്താണ്, അയാൾ ഡീകമ്പോസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷേ ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ആ കോമ്പൗണ്ട് അങ്ങ് ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് കോമ്പൗണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, അത്യാവശ്യം ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ബോയിലാക്കാൻ നോക്കുന്നു, നമുക്കറിയാം വോളട്ടൈലാക്കി മാറ്റി സെപ്പറേറ്റ് എടുക്കാന്നുള്ളത് ഡിസ്റ്റിലേഷൻ ആണല്ലോ പരിപാടി. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ബോയിലിംഗ് പോയിന്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ കോമ്പൗണ്ട് തന്നെ എന്ത് ചെയ്യാൻ, ഡീകമ്പോസ് ചെയ്ത് പോകുന്ന കേസാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ബോയിലിംഗ് പോയിന്റ് വരെ നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബോയിലിംഗ് പോയിന്റ് കുറച്ചാൽ മതി. ആ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആകുമ്പോഴാണ് ബോയിൽ ആവുക. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ, ആ പ്രഷർ എന്ത് ചെയ്യുന്നത് കുറച്ചാൽ മതി. അപ്പോൾ റെഡ്യൂസ്ഡ് പ്രഷർ ആക്കുക, അതായത് പ്രഷർ കുറയ്ക്കുക. അപ്പം ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ കുറയ്ക്കും. അപ്പോൾ പ്രഷർ കുറയ്ക്കുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുകയും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പ്രഷർ കുറയും, പെട്ടെന്ന് ബോയിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ട് എന്താവില്ല, ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയുമില്ല, ഡീകമ്പോസ് ചെയ്ത് പോവുകയില്ല. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ ലിക്വിഡ് ഹാവിംഗ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ്. നല്ല ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു അത്രയും ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്ക് ആ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് പോകും. ആൻഡ് ദോസ് വിച്ച് ഡീകമ്പോസസ് ഓർ ബിലോ ദർ ബോയിലിംഗ് പോയിന്റ്സ്, അതായത് ഒരു അങ്ങനെ ആലോചിച്ചാൽ 500 കെൽവിനാണ് ബോയിലിംഗ് പോയിന്റ് വിചാരിക്കും, അത്യാവശ്യം നല്ല ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരു 450 കെൽവിൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഡീകമ്പോസ് ചെയ്ത് പോകും. ഡീകമ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഇല്ലാതായി പോവാണ്, ഡീകമ്പോസ് ചെയ്ത് പോവുക. അപ്പോൾ ആ 450 കെൽവിൻ കൊടുക്കുമ്പോഴത്തേക്കും ഡീകമ്പോസ് ആവും. ചിലപ്പോൾ 500 കെൽവിൻ കൊടുക്കുമ്പോൾ ഡീകമ്പോസ് ആവും. ബോയിൽ ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഡീകമ്പോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് നമ്മൾ ഉപയോഗിക്കുക. സച്ച് ലിക്വിഡ്സ് ആർ മെയ്ഡ് ടു ബോയിൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ ലോവർ ദാൻ ദർ നോർമൽ ബോയിലിംഗ് ടെമ്പറേച്ചർ ബൈ റെഡ്യൂസിംഗ് ദ പ്രഷർ ഓൺ ദർ സർഫസ്. അപ്പോൾ എന്ത് ചെയ്താൽ പ്രഷർ കുറച്ചാൽ മതി എന്നുള്ള കോൺസെപ്റ്റാണ്. അതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ആ പേരിനകത്തുണ്ട് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലായോ? ഇത്രയുമാണ് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരിക്കണം. സ്പെൻഡ് ലൈൻ സോപ്പ് ഇൻഡസ്ട്രി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം സോപ്പ് ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്പെൻഡ് ലൈൻ എങ്ങനെയാണ്, ഗ്ലിസറോൾ, അതായത് ഗ്ലിസറോൾ ക്യാൻ ബി സെപ്പറേറ്റ് ഫ്രം സ്പെൻഡ് ലൈൻ സോപ്പിന്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലിസറോൾ ഉണ്ട്,
ഗ്ലിസറോൾ ഉണ്ട്, അതേപോലെ സ്പെൻഡിലൈൻ ഉണ്ട് വിചാരിക്കും. അപ്പോൾ ഗ്ലിസറോളിനെ ഞാൻ സ്പെൻഡിലൈൻ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഗ്ലിസറോൾ ഫ്രം സെപ്പറേറ്റ് ഫ്രം സ്പെൻഡിലൈൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് മക്കളെ ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മേ ബി. ഗ്ലിസറോൾ ക്യാൻ ബി സെപ്പറേറ്റ് ഫ്രം സ്പെൻഡിലൈൻ ബൈ യൂസിങ് വിച്ച് മെത്തേഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബൈ യൂസിങ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറാണ്. അപ്പം ഗ്ലിസറോളിനെ സ്പെൻഡിലൈൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പറയണം അണ്ടർ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണെന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ എക്സാമ്പിൾ പഠിക്കും. സബ്ലിമേഷൻ ആണെങ്കിൽ അയഡിൻ, ക്യാംഫർ, നാഫ്തലിനൊക്കെ ഓർക്കുക. ക്രിസ്റ്റലേഷൻ പ്രത്യേകിച്ച് എക്സാമ്പിൾ അല്ലെങ്കിൽ സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് ഓർത്തിരിക്കുക. ഡിസ്റ്റിലേഷൻ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആന്റിനും ക്ലോറോഫോം എന്ന് ഓർത്തിരിക്കുക. ആൻഡ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലേക്ക് കയറി. അവിടെ നിന്ന് കോൺസെപ്റ്റ് എന്താ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല ബോയിലിംഗ് പോയിന്റ് ഓൾമോസ്റ്റ് സിമിലർ ഒക്കെയാണ്, വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അവിടെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ മെത്തേഡ് ഉണ്ട്, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ നമുക്ക് മുകളിൽ മാത്രം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ താഴെ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആൾ ആക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോമ്പൗണ്ട് കിട്ടും. ഇത് അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ അല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട് റെഡ്യൂസ്ഡ് പ്രഷറാണ്. ഡിസ്റ്റിലേഷൻ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയാൻ കാരണം എന്താ, അവിടെ നമുക്ക് ബോയിലിംഗ് പോയിന്റ് നല്ല ബോയിലിംഗ് പോയിന്റ് ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഡികമ്പോസ് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ അതിന് ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുമ്പോൾ റെഡ്യൂസിങ് ദ പ്രഷർ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾ, ഇപ്പോൾ ഗ്ലിസറോളിൻ്റെ സ്പെൻഡിലൈൻ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കോൺസെപ്റ്റുകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മക്കളെ ആരാണ് നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ. അപ്പോൾ ഇത്രയും നമുക്ക് അതിന് ഡിസ്റ്റിലേഷൻ കഴിഞ്ഞു. അപ്പോൾ ഡിസ്റ്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏതാണ് ഒരു കാര്യം കൂടി ഉണ്ട്, സ്റ്റീം ഡിസ്റ്റിലേഷൻ. അതും കൂടി പറയാനുണ്ട്. സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ NCERT പറയുന്നുണ്ട്, സ്റ്റീം ഡിസ്റ്റിലേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ നോക്കിയേക്കാം. സ്റ്റീം ഡിസ്റ്റിലേഷൻ നിങ്ങൾ പറയണം മനസ്സിലാക്കാൻ വെച്ചാൽ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് NCERT പറയുന്നുണ്ട്. എന്താണ്, ദിസ് ടെക്നിക്സ് ഈസ് അപ്ലൈഡ് ടു സെപ്പറേറ്റ് സബ്സ്റ്റൻസ് വിച്ച് ആർ സ്റ്റീം വോളറ്റൈൽ ആൻഡ് ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. അതായത് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സബ്സ്റ്റൻസ് രണ്ടും എന്തായിരിക്കണം, സ്റ്റീം വോളറ്റൈൽ ആയിരിക്കണം. പക്ഷെ എന്താ പ്രശ്നം, ഇമ്മിസിബിൾ വിത്ത് വാട്ടർ ആയിരിക്കണം. അതായത് വളരെ സിമ്പിളായ കാര്യമാണ്. സബ്സ്റ്റൻസ് സ്റ്റീമിൽ എന്തായിരിക്കണം, സ്റ്റീം കൊടുത്താൽ അത് വോളറ്റൈൽ ആവണം. മാത്രമല്ല അതെന്തായിരിക്കണം, അത് വാട്ടറിൽ ഇമ്മിസിബിൾ ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്ത് ചെയ്യാം, അതൊരു ചിത്രം കാണിച്ച് അല്ലെങ്കിൽ ഡയഗ്രാം കാണിച്ച് പഠിപ്പിക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതാണ് എനിക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് ഞാൻ ഓർഗാനിക് കോമ്പൗണ്ട് ടു ബി ഡിസ്റ്റിൽഡ് ആണ് ഇവിടെ കാണുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട് ടു ബി ഡിസ്റ്റിൽഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ടു ബി ഡിസ്റ്റിൽഡ് ആണ്. ഇവിടെ എന്താണ്, വാട്ടറാണ്. ഓക്കെ, ഇവിടെ വാട്ടറാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ എക്സാമ്പിൾ NCERT കൊടുത്തിരിക്കുന്നുണ്ടോ? ഓക്കെ, NCERT കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ. യെസ്, അതായത് നോക്കിയാൽ എല്ലാവരും പഠിക്കണം. ഈ എക്സാമ്പിൾ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് ദ അനിലിൻ വാട്ടർ മിക്സ്ചർ ആണ് ഇതിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അനിലിനും വാട്ടറും ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ എക്സാമ്പിൾ, അത് അനിലിൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരേണ്ടതാണ് ആരൊക്കെ, അനിലിനും വാട്ടർ മിക്സ്ചർ. ഈ മിക്സ്ചർ നിങ്ങൾ ഓർത്തിരിക്കണം, അനിലിൻ ആൻഡ് വാട്ടർ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അനിലിൻ വാട്ടർ മിക്സ്ചർ ഏത് മെത്തേഡ് വഴിയാണ്, അനിലിൻ വാട്ടർ മിക്സ് ചെയ്തിരിക്കുകയാണ്, അവൻ ഏത് മെത്തേഡ് വഴി നമുക്ക് അതിനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എന്ത് പറയാം, നമുക്ക് പറയേണ്ട പോയിന്റ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി. ഇനി എന്തായാലും കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ അനിലിനും വാട്ടറുണ്ട്, ഞാൻ എങ്ങനെ സെപ്പറേറ്റ് എടുക്കും? മക്കളെ, ഇതാണ് എനിക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ഡിസ്റ്റിൽഡ് ഉള്ളത്. ഇത് വാട്ടറാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വാട്ടർ വേപ്പറായിട്ട് ഇങ്ങനെ വരും, വാട്ടർ വേപ്പർ. ഇപ്പോൾ രണ്ട് പേരും എന്ത് ചെയ്യണം, ചൂട് കൊടുത്താൽ എന്ത് വേപ്പർ വോളറ്റൈൽ ആവണം. വെള്ളം വോളറ്റൈൽ ആകും. അങ്ങനെ വാട്ടർ വേപ്പർ ഇതിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും മക്കളെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ അനിലിൻ ഉണ്ടെന്ന് വിചാരിക്കും. ലെറ്റ്സ് സേ ഇത് അനിലിനാന്നിരിക്കും. ആ അനിലിൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വാട്ടർ വേപ്പറിനകത്തുള്ള സ്റ്റീം കിട്ടൂലേ, ആ സ്റ്റീം കൊണ്ട് എന്ത് ചെയ്യും, ആ അനിലിനും എന്തായി മാറും മക്കളെ, അനിലിനും സ്റ്റീമായി മാറും. അപ്പോൾ മിക്സ്ചർ എന്തൊക്കെയാണ്, അനിലിനും വാട്ടർ രണ്ടും ഇപ്പോൾ സ്റ്റീമാണ്. ഇപ്പോൾ രണ്ടുപേരും സ്റ്റീമായി കിടക്കുക. അവിടെ രണ്ടുപേരും എന്താ സ്റ്റീമാണ്, രണ്ടും സ്റ്റീം. അപ്പോൾ വോളറ്റൈൽ ഇത് ഇരിക്കുന്ന പ്രത്യേകം തന്നെ രണ്ടുപേരും സ്റ്റീമിന് വോളറ്റൈൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ പരിപാടി നടക്കത്തുള്ളൂ. എന്ത് ചെയ്യും മക്കളെ, ഇവിടെ നിന്ന് എഗെയിൻ ഈ ട്യൂബ് വഴി എന്ത് ചെയ്യും, ഇതിലൂടെ വരും. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ
അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, അനിനും വരുന്നുണ്ട്, അതേപോലെ വാട്ടറും വരുന്നുണ്ട്. രണ്ടുപേരും സ്റ്റീമായിട്ട് ഇങ്ങനെ വരും. ഇനി ഇവിടെ കണ്ടൻസർ ഉണ്ടാവും, കണ്ടൻസർ. ആ കണ്ടൻസർ വെച്ച് എന്ത് രണ്ടുപേരും കണ്ടൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ആ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇതിലൂടെ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലേക്ക് ഇങ്ങനെ കൺവേർട്ട് തുള്ളിയായിട്ട് വരും. അപ്പോൾ എന്താ കിട്ടും, നമുക്ക് വാട്ടറും കിട്ടും, അതേപോലെ തന്നെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്ത ലിക്വിഡും കിട്ടും. ആ ലിക്വിഡ് എന്താ, അത് ഇവിടെ അന്യനായിരിക്കും. ഇനി ഒരു പ്രത്യേകത, രണ്ടുപേരും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്താ ഒരിക്കലും ലയിക്കാൻ പാടില്ല, ഇമ്മിസിബിൾ ആയിരിക്കണം. അടുത്ത കോൺസെപ്റ്റ്, രണ്ടുപേരും എന്തായിരിക്കണം, ഇമ്മിസിബിൾ ആയിരിക്കണം. ഇമ്മിസിബിൾ ആയതുകൊണ്ടല്ലടാ, രണ്ടുപേരും ഇമ്മിസിബിൾ ആയതുകൊണ്ടല്ലേ. നിങ്ങൾ നോക്കിക്കേ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കഷ്ടപ്പെട്ട് നമ്മളിതൊക്കെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുകയാണെങ്കിൽ, ലയിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് എടുക്കണ്ടേ, ഇത്രയും ചെയ്ത പണിയൊക്കെ വെറുതെ ആവില്ലേ. സോ രണ്ടുപേരും എന്തായിരിക്കണം, രണ്ടുപേരും ഇമ്മിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതെന്താ, ഇമ്മിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ സെപ്പറേറ്റ് ആയി കിട്ടി, അതേപോലെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുള്ള ലിക്വിഡും സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുന്ന പരിപാടിയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ എന്താ വെച്ചാൽ അനിൽ ആൻഡ് വാട്ടർ മിക്സറാണ്. ഇവിടെ ഒരു 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ലെറ്റ്സ് എങ്ങനെ പറയാം, ജസ്റ്റ് വേണമെങ്കിൽ തിയററ്റിക്കൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പണ്ട് ഗെയിംസ് പോലെ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പിന്നെ ഒരു ലിക്വിഡ് ആണല്ലോ, ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രഷർ P1 എന്ന് വിചാരിക്കും. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ വാട്ടറിൻ്റെ അല്ലെങ്കിൽ മിക്സ്ചറിൻ്റെ 2 മിക്സ്ചറുകളുണ്ട്. ഒന്നിന് പ്രഷർ P1 മറ്റൊന്ന് പ്രഷർ P2 ആണെങ്കിൽ നെറ്റ് പ്രഷർ, അതായത് 2 പേര് കൂടി ഉണ്ടാകുന്ന മിക്സ്ചറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, P ആയിരിക്കും. ഓക്കെ, നെറ്റ് P ആയിരിക്കും. അപ്പം ഈ P ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ ഈ നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് P ആണ്. ആ പ്രഷറായിരിക്കും അവിടെ എക്സൈഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ P എന്തായിരിക്കും മക്കൾ, അറ്റ്മോസ്ഫിയർ പ്രഷർ എപ്പോഴും P1-നേക്കാളും കൂടുതലായിരിക്കും. അതേപോലെ P എന്തായിരിക്കും, P2-നേക്കാളും കൂടുതലായിരിക്കും. ഈ ഒരു കാര്യം കൂടി നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, കാരണം P എന്ന് പറഞ്ഞാൽ എന്താ, P1 + P2 ആണ്. അപ്പോൾ നോക്കിയേ, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഉണ്ടാക്കുന്ന പ്രഷറും അതേപോലെ ഓർഗാനിക് ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷറിൻ്റെയും കൂടി സമ്മായിരിക്കും. അതായത് വാട്ടർ ഉണ്ടാക്കുന്ന പ്രഷർ P2 ആണ്, ഓർഗാനിക് ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷർ P1 ആണ്. സോ അറ്റ്മോസ്ഫിയർ പ്രഷർ P1 + P2 ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതൊരു വളരെ ഒരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. അപ്പോൾ അനിലിൻ വാട്ടർ മിക്സർ ആണ് ഇതിന് എക്സാമ്പിൾ. അനിലിൻ വാട്ടർ മിക്സർ ഈസ് എക്സാമ്പിൾ ഫോർ എന്താണ് മക്കളെ, എന്താണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്രോമറ്റോഗ്രഫിയാണ്. ക്രോമറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ക്രോമറ്റോഗ്രഫി 2 തരത്തിലുണ്ട്. ഒന്ന് ബേസിക്കലി പറയാം, ക്രോമറ്റോഗ്രഫി ബേസിക്കലി പറയുകയാണെങ്കിൽ 2 തരത്തിലുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് അഡ്സോപ്ഷൻ ക്രോമറ്റോഗ്രഫി, അഡ്സോപ്ഷനും ഉണ്ട്, അതേപോലെ പാർട്ടീഷനും ഉണ്ട്. അഡ്സോപ്ഷൻ ക്രോമറ്റോഗ്രഫി 2 തരത്തിലുണ്ട്. ഒന്നാണെന്ത്, ഓക്കെ ഒരു മിനിറ്റ് ഇടാ. ഓക്കെ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്ന മക്കളെ പ്രധാനമായിട്ടും ക്രോമറ്റോഗ്രഫി 2 തരത്തിലാണ്. അഡ്സോപ്ഷൻ ക്രോമറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. ഇവിടെ പറയുന്നത് നോക്കി എല്ലാവരും എൻ്റെ കൂടെ നോക്കി. അപ്പോൾ ക്രോമറ്റോഗ്രഫി ഈസ് ഓഫ് 2 ടൈപ്സ്, അഡ്സോപ്ഷൻ ആൻഡ് പാർട്ടീഷൻ. ഓക്കെ, ഇനി അത് അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താ വെച്ചാൽ അഡ്സോപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്ത്, പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. അഡ്സോപ്ഷൻ ക്രോമറ്റോഗ്രഫി 2 തരത്തിലുണ്ട്. അഡ്സോപ്ഷൻ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അവിടെ തിൻ ലെയറും ഉണ്ട്, കോളമും ഉണ്ട്. കോളം ക്രോമറ്റോഗ്രഫി ഉണ്ട്, അതേപോലെ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി ഉണ്ട്. തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ 2 തരത്തിലാണ്. ഒന്ന് കോളം ക്രോമറ്റോഗ്രഫി, മറ്റേത് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അഡ്സോപ്ഷൻ ക്രോമറ്റോഗ്രഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ്, ഇൻസൈഡ് നോക്കിയാൽ മതി, ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആർ അബ്സോർബ്ഡ് ഓൺ ദ അബ്സോർബൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിഗ്രീസ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാം, വലിയ സംഭവം എടുക്കണ്ട. അഡ്സോപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അബ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഉള്ളോട്ട് കയറി പോകുന്നതാണ് അഡ്സോപ്ഷൻ സർഫസിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അഡ്സോപ്ഷൻ നടത്തുന്ന ഒരു അഡ്സോർബൻറ്റ് വേണം, അഡ്സോർബൻറ്റുകൾ. അതായത് അഡ്സോർബൻറ്റിൻ്റെ മുകളിലാണ് ഈ അഡ്സോർബേറ്റ് പോയിട്ട് അഡ്സോർബ് ചെയ്യുക. അപ്പോൾ ഇനി അഡ്സോർബൻറ്റുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ അഡ്സോർബൻറ്റ് ആരാ വെച്ചാൽ എക്സാം ചോദിക്കും. അഡ്സോർബൻറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അഡ്സോർബൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് സിലിക്ക ജെല്ലും അലൂമിനിയമാണ്. അപ്പോൾ എക്സാം ചോദിക്കും സിലിക്ക ജെല്ലും അലൂമിനിയമാണ് ഇവിടെ നമ്മൾ എടുക്കുന്ന അഡ്സോർബൻറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് ഇത് ഏറ്റവും എളുപ്പം പഠിക്കാന്ന് വെച്ചാൽ ചിത്രം നോക്കി പഠിക്കാനാണ്. ഈ ചിത്രം നോക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. എല്ലാം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ചിത്രം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതാ ചിത്രം? യെസ്, ഇതാണ് ചിത്രം. ഈ ചിത്രം വെച്ചാൽ ഫുൾ സെറ്റാക്കി എടുക്കുക. ഒരു ഡൗട്ടും വേണം, ഫുൾ സെറ്റാക്കി എടുക്കുക. നോക്കി മക്കളെ,
ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന സാധനമാണ് എന്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുക്കുന്ന അഡ്സോർബൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സിലിക്ക ജെല്ലോ അലൂമിനിയം ആവാം, സിലിക്ക ജെല്ലോ അലൂമിനിയം ഏതാവട്ടെ. ഈ അഡ്സോർബൻറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കോളത്തിൽ, ഈ പറഞ്ഞ ഇതാണ് കോളം, ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്തു എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ടെസ്റ്റ് ട്യൂബിനകത്ത് ഏകദേശം ഇത്രയും ഭാഗം എന്ത് ചെയ്തു, ഈ പറയുന്ന അഡ്സോർബൻറ്റ് എടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അഡ്സോർബൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിലേക്ക് നമ്മൾക്ക് സെപ്പറേറ്റ് അടിക്കേണ്ട മിക്സ്ചർ, ഒരുപാട് മിക്സ്ചറുകളുണ്ടാവും. മിക്സ്ചർ എ പ്ലസ് ബി, സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളൊരു ലിറ്ററലി കറക്റ്റ് അല്ല ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങളൊരു ചായ ആണെങ്കിൽ ചായൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്, കമ്പോണൻറ്റുകൾ, ചായപ്പൊടി ഉണ്ടാകും, വെള്ളം ഉണ്ടാകും, പഞ്ചസാര ഉണ്ടാവും അല്ലേ. എനിക്ക് ഇവരൊക്കെ സെപ്പറേറ്റ് എടുക്കണം. ഓരോന്ന് ചായ വേറെ, ചായപ്പൊടി വേറെ, പഞ്ചസാര വേറെ, വെള്ളം വേറെ, അങ്ങനെ സെപ്പറേറ്റ് എടുക്കണം വിചാരിക്കും. സിമ്പിൾ വിചാരിക്കും, മനസ്സിലാൻ വേണ്ടി പറയാണ്. അപ്പോൾ ആ മിക്സ്ചർ ഞാൻ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും, ഈ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം ആരുണ്ട് ഇവിടെ, ഈ പറഞ്ഞ പോലെ സ്റ്റേഷൻ അഡ്സോർബൻ ഉണ്ട്. അഡ്സോർബൻ നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക ചെയ്യുക, നമ്മളിങ്ങനെ വെക്കുക ചെയ്യുക. ഒട്ടിച്ച് വെക്കുക മീൻസ് അതിന് നമ്മൾ തേച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് സ്റ്റേഷനറി, അത് മൂവ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഓർത്തിരിക്കണം. ഇവിടെ ആരാണ് സ്റ്റേഷനറി ഫേസ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം, ആരാണ് സ്റ്റേഷനറി ഫേസ്? അഡ്സോർബൻ ആണ് ഇവിടെ സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇവിടുത്തെ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? മിക്സ്ചർ എന്ന് പറയുമ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യും. ഇതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് മൊബൈൽ ഫേസ് വേണം. എന്ന് വെച്ചാൽ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, മൊബൈൽ ഫേസിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യണം, അഡ്സോർപ്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോൾവെൻറ്റാണ്. അത് മൊബൈലാണ്, അത് മൂവ് ചെയ്യും. അതെന്താണ്? മൊബൈൽ ഫേസാണ്. അപ്പോൾ രണ്ട് ഫേസിലുണ്ട്, ഒന്ന് സ്റ്റേഷനറി ഫേസ് ഉണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്സോർബൻ്റ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഒരു സോൾവെൻ്റ്, മിക്കവാറും വെള്ളമായിരിക്കും, വാട്ടർ എന്ന് വിചാരിച്ചു, അത് സോൾവെൻ്റ് ആണ്. ഈ വെള്ളം അല്ലെങ്കിൽ ഈ സോൾവെൻ്റ് ഇതിലൂടെ എങ്ങനെ പോകുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ആരെ പറ്റി പിടിച്ചിരിക്കും, ഈ പറഞ്ഞ മിക്സ്ചറിൽ പറ്റി അഡ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് അഡ്സോർപ്ഷൻ്റെ റേറ്റ് അനുസരിച്ച്, കാരണം പല കോമ്പൗണ്ടുകൾക്കും അഡ്സോർബിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ചില ഇപ്പോൾ എ ബി സിക്ക് എ നല്ലോണം അബ്സോർബ് ചെയ്യണം, പെട്ടെന്ന് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും, അങ്ങനെ അത് മുകളിൽ തന്നെ കിടക്കും. ഇനി കുറച്ചുകൂടി താഴോട്ട് ഇങ്ങനെ പോയതിന് ശേഷമാണ് അഡ്സോർബ് ചെയ്യുന്നതെങ്കിൽ താഴെ കിടക്കും. ഏറ്റവും അവസാനം അഡ്സോർബ് ചെയ്യുന്നതിനാണ് ഏറ്റവും താഴത്തുണ്ടാവും. അതിന് അബ്സോർപ്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. എനിവേ നിങ്ങൾ നോക്കിക്കേ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന സാധനം ഇവിടെയുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന ആൾ, എ ഇവിടെയുണ്ട്. അതിൽ ബിയും സിയും എന്ത് ചെയ്തില്ല, അഡ്സോർപ്ഷൻ നടന്നിട്ടില്ല. അതിങ്ങനെ താഴത്തിന് കുറച്ചുകൂടി എന്ത് ചെയ്യും, എ വേറെ ബി വേറെ സി വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. വിച്ച് മീൻസ് എയുടെ അഡ്സോർപ്ഷൻ റേറ്റ് ആണ് കൂടുതലായിരിക്കും ബിനേക്കാളും കൂടുതലായിരിക്കും, ബി ആണ് സിനേക്കാളും കൂടുതലുള്ളത്. ഇതാണ് അഡ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്സോർപ്ഷൻ്റെ റേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ആദ്യം പറഞ്ഞ പോയിന്റ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ അഡ്സോർബൻ ടു ഡിഫറെൻറ്റ് ഡിഗ്രീസ്, അതായത് ദ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആർ അഡ്സോർബൻ ടു ഡിഫറെൻറ്റ് ഡിഗ്രീസ്. അഡ്സോർബിൻ്റെ മുകളിൽ ഈ കോമ്പൗണ്ടുകൾ അബ്സോർബ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഗ്രിയിലാണ്. അപ്പം ആരാണോ പെട്ടെന്ന് അഡ്സോർബ് ചെയ്യുന്നത് അവൻ എന്ത് ചെയ്യും, മുകളിൽ കാണും, പിന്നെ അതിൻ്റെ താഴെ ആയിട്ട് കിടക്കും. ഇവിടെ ഓർത്തിരിക്കണം, സ്റ്റേഷനറി ഫേസ് ഓർത്തിരിക്കുക, അതേപോലെ മൊബൈൽ ഫേസ് ഓർത്തിരിക്കുക. രണ്ട് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. റെഡിയല്ല? ഇത്രയുമാണ് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. മക്കളെ മനസ്സിലായോ? യെസ്. ഇനി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി. ഇനി ഈ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയിൽ വരുന്നതാണ് കോളം ക്രോമറ്റോഗ്രാഫി. അപ്പോൾ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിൻ്റെ വരുന്ന കോളം ക്രോമറ്റോഗ്രാഫിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന സാധനം. ഇതാണ് ഇത് കോളത്തിലുള്ളത്, കോളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കോളം ക്രോമറ്റോഗ്രാഫി. ഇനി വരുന്നതാണ് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്. ബട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തിൻ ഗ്ലാസ് ട്യൂബാണ് ഉപയോഗിക്കുക. വളരെ തിൻ ലെയർ ആയിട്ട് ഗ്ലാസ് ട്യൂബ്, ഏകദേശം ഒരു 0.2 മില്ലിമീറ്റർ ഒക്കെ തിക്നെസ് ഉള്ള ആളാണ് ഉപയോഗിക്കുക. അതെന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആ ഗ്ലാസ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഗ്ലാസ് ട്യൂബ് അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ്. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. വളരെ തിന്നാണ്. ഒരു ജാറിനുള്ളിൽ ഇങ്ങനെ അടച്ചു വെക്കുക ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സോൾവെൻറ്റ്, നേരത്തെ സോൾവെൻറ്റ് മുകളിൽ താഴോട്ടല്ല ആഡ് ചെയ്ത്, ഇവിടെ സോൾവെൻറ്റ് ബേസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതാണ് സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്, അല്ലെങ്കിൽ എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട, എനിക്ക് അബ്സോർബ് ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്, അല്ലെങ്കിൽ അതിന് ഞാൻ ഇവിടെ സാമ്പിൾ ഡോട്ടായി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നത്. ഇതെന്താണ് മക്കളെ, ഇതെന്താ നോക്കിക്കേ, ഇതാണ് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് നോക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് അബ്സോർബ് ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? യെസ്, മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനമാണ് സാമ്പിൾ മിക്സ്ചർ. അപ്പോൾ ഇതാണ് എന്ത്, സാമ്പിൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ എന്ന് പറയുന്നത്, സെപ്പറേറ്റ് മിക്സ്ചർ എന്ന് പറയുന്നത്. എനിക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, അതേപോലെ ഏറ്റവും ബേസിൽ എന്തുണ്ട്, സോൾവെൻ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാണ്, ഈ അഡ്സോർബൻറ്റുകൾ കോട്ട് ചെയ്ത ഗ്ലാസ് പ്ലേറ്റ് എന്ത് ചെയ്യും, ഇതാണ് ഗ്ലാസ് പ്ലേറ്റ്. ആ ഗ്ലാസ് പ്ലേറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഗ്ലാസ് പ്ലേറ്റ് എന്ന് വിചാരിക്കും. ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഞാൻ മൊത്തം അഡ്സോർബൻറ്റ് കോട്ട് ചെയ്യുന്നു. ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ സോൾവെൻറ്റിലേക്ക് ഇതിങ്ങനെ മുക്കി വെക്കുക ചെയ്യുക. ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഞാൻ ഡോട്ട് ഇടും, ഒരു പോയിന്റ് ഇടും. ആ പോയിന്റ് എന്താണ്, ആ പോയിന്റിനകത്ത് എന്താ ഉണ്ടാവുക, എനിക്ക് സെപ്പറേറ്റ് മിക്സർ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന സോൾവെൻറ്റിൽ ഇത് മുക്കി വെക്കുക, ഗ്ലാസ് ടെറോൺ അടച്ചു വെക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ സോൾവെൻറ്റ് എവിടെ ഉള്ളത്, ഈ സോൾവെൻറ്റ് ഈ പറഞ്ഞ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ വളരെ തിന്നായ ഗ്ലാസ് പ്ലേറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ കാപ്പിലറി ആക്ഷൻ വഴി എന്ത് ചെയ്ത് മുകളിലോട്ട് ഈ സോൾവെൻറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോകും. അപ്പോൾ നേരത്തെ
പറഞ്ഞ അതേപോലെ തന്നെ അപ്പം എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന അഡ്സോർബൻറ്റിൻ്റെ മുകളിലൂടെയാണല്ലോ പോകുന്നത് സോൾവെൻറ്റ്. ആ സോൾവെൻറ്റ് എന്ത് ചെയ്യും മക്കളെ, അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, സെപ്പറേറ്റിംഗ് മിക്സ്ചറായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവും. അത് ആ ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യും, ഇത് പിന്നെ അതിൻ്റെ അഡ്സോർബ് ചെയ്യാനുള്ള കഴിവിനനുസരിച്ച് അത് ഓരോ ഭാഗത്ത് ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഈ പറഞ്ഞ സാധനം സെപ്പറേറ്റ് മിക്സ്ചർ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ പോകും. മനസ്സിലാവുന്നത്, ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ എനിവേ, അപ്പോൾ ആ സ്പോട്ട് നോക്കിയാൽ മതി. ആ സ്പോട്ട് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്രത്തോളം അഡ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കുറേ സമയം കഴിഞ്ഞിട്ടാണ് അഡ്സോർബ് ചെയ്യുന്നത്, ആദ്യം അഡ്സോർബ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം അഡ്സോർബ് ചെയ്തു, ആ അഡ്സോർബ് ഡിഗ്രി, അതിൻ്റെ എത്രത്തോളം അഡ്സോർബ് ചെയ്തതിൻ്റെ എക്സ്റ്റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്, ബേസിക്കലി ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനം RF എന്ന് പറയുന്ന സാധനം, RF എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ RF ഫാക്ടർ. യെസ്, ഇത് മക്കൾ എത്രത്തോളം അബ്സോർബ് ചെയ്തു, എത്രത്തോളം ആയിരിക്കും ഓർഗാനിക് കോമ്പൗണ്ട് അബ്സോർബ് ചെയ്ത്, അതിൻ്റെ എത്രത്തോളം അതിന് അളവുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്, RF എന്ന് പറയുന്ന റിട്ടാർഡേഷൻ ഫാക്ടർ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് RF വാല്യൂ എന്ന് പറഞ്ഞാൽ, സിംപ്ലി പറയുകയാണെങ്കിൽ എത്രത്തോളം ഒരു ഓർഗാനിക് അല്ലെങ്കിൽ എത്രത്തോളം ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ റിലേറ്റീവ് അബ്സോർപ്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദി മിക്സർ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ആ റിട്ടാർഡേഷൻ ഫാക്ടർ. അതായത് നമുക്ക് സിമ്പിൾ, ഞാൻ പറഞ്ഞ മിക്സറിനകത്ത് A+B+C ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യും, മുകളിലോട്ട് എങ്ങനെ പോകും, എത്രത്തോളം പോയി എന്ന് നമുക്ക് റിട്ടാർഡേഷൻ ഫാക്ടർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. RF വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സബ്സ്റ്റൻസ് ഫ്രം ദി ബേസ് ലൈൻ ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സോൾവെന്റ് ഫ്രം ദി ബേസ് ലൈൻ. അതായത് ഒന്നുമില്ലടാ, വളരെ സിമ്പിൾ ആണ്. അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി കോമ്പൗണ്ട്, എങ്ങനെ വെച്ചാൽ മതി, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ, സിമ്പിൾ ഇങ്ങനെ വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി കോമ്പൗണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഇല്ലടാ, ആ ഒരു സ്പോട്ട്, ആ സ്പോട്ടിന് എത്രത്തോളം ആ ഓർഗാനിക് കോമ്പൗണ്ട്, ആ കോമ്പൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ മിക്സ്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ബേസ് ലൈനിലല്ല ആരുള്ളത്, ഏറ്റവും താഴെയല്ലടാ സോൾവെന്റ് വെച്ചത്, ആ സോൾവെന്റ് എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ട്, അതാണ് എന്ത് അടിയത്തെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സോൾവെന്റ്. ഇത് കിട്ടിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, RF വാല്യൂ കിട്ടും. അപ്പോൾ RF വാല്യൂ എന്താ, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സബ്സ്റ്റൻസ് ദ ബേസ് ലൈൻ. അതായത് ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ, ഇതാണ് ഏറ്റവും ബേസ്, ഞാൻ ബേസ് ലൈൻ ആക്കി ഇതെടുക്കുന്നു, ഇതാണ് ബേസ് ലൈൻ. ആ ബേസ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇവിടെ ആയിരുന്നു നമ്മുടെ എന്തുണ്ടായിരുന്നത്, ഈ സ്പോട്ട് ഉണ്ടായിരുന്നു, സാമ്പിൾ ഡോട്ട് ഉണ്ടായിരുന്നു വിചാരിക്കും, സാമ്പിൾ ഡോട്ട്. ആ സാമ്പിൾ ഡോട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇവിടെ എത്തി. അപ്പോൾ എന്താണ്, X ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഇനി സോൾവെന്റ് എവിടെ ഉണ്ടായിരുന്നു, സോൾവെന്റ് ഈ ബേസ് ലൈനിൽ ഇവിടെ സോൾവെന്റ് ഉണ്ട്, ആ സോൾവെന്റ് എവിടെ എത്തി, ഇവിടം വരെ പൊന്തി മുകളിലോട്ട് പോയി. ഈ സോൾവെന്റ് മുകളിലോട്ട് പോകുമ്പോൾ ഈ ബേസ് ലൈൻ ഈ പറഞ്ഞ ഡോട്ട് എന്ത് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബേസ് ലൈൻ സോൾവെന്റ് എത്ര സഞ്ചരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ, RF വാല്യൂ ഇതും RF എന്ന് പറഞ്ഞാൽ എന്താണ്, X ഡിവൈഡ് ബൈ Y ആണ്. X ഡിവൈഡ് ബൈ ഇവിടെ X എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എന്താണ്, കോമ്പൗണ്ട് ആണ്. ആൻഡ് Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സോൾവെന്റ് ആണ്, ഫ്രം ദി ബേസ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് RF വാല്യൂ. അപ്പോൾ RF വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും മക്കളെ, RF വാല്യൂ കൂടുന്ന പറയുമ്പോൾ എന്താ, RF വാല്യൂ കൂടുക പറയുമ്പോൾ Xന്റെ വാല്യൂ കൂടിയെന്ന എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്പോട്ട് എന്ത് വളരെ കൂടിയെന്ന് അർത്ഥം. അതായത് Y കൂടുന്നതിനെക്കാട്ടിലും കൂടുതൽ ആര് കൂടണം, അല്ലെങ്കിൽ Y കുറച്ച് കൂടുമ്പോഴത്തേക്ക് X നല്ലോണം കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല അബ്സോർപ്ഷൻ ആളാണെന്നുള്ളതാണ്. നല്ല അബ്സോർപ്ഷൻ. അപ്പോൾ Yൻ്റെ വാല്യൂ കുറയുകയും Yൻ്റെ വാല്യൂ കുറഞ്ഞാൽ RF ഫാക്ടർ കൂടുതൽ ഓർത്തിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് RF വാല്യൂമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ വേണം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇത് ചോദ്യങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ബട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദ്യം ഇങ്ങനെ ചോദിക്കാമെന്നായിരിക്കും. ഇപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ഞാൻ പറയുകയാണ് 20 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും, 20 സെൻറ്റിമീറ്റർ. ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എന്താണ്, സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ്, 40 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് RF വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ RF വാല്യൂ കോൺസെപ്റ്റ് അറിയുന്ന കുട്ടി മാത്രമേ ചെയ്തത്തുള്ളൂ, അല്ലാതെ എന്തോ സംഭവം വെച്ചാൽ ഒഴിവാക്കി വിടും. അപ്പോൾ RF വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സോൾവെന്റ് ആണ്. സോ 20 ഡിവൈഡ് ബൈ 40, RFൻ്റെ വാല്യൂ 0.5 സെൻറ്റിമീറ്റർ എന്നാണ്. 0.5 കാരണം സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല, ബിക്കോസ് രണ്ടും കട്ട് ചെയ്ത് പോകും, റേഷ്യോ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് നമ്മുടെ RF വാല്യൂമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ, എൻജയർ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അടുത്താണ് എന്ത്, പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. ഇപ്പോൾ ആദ്യം കോളം നമ്മൾ എന്ത് പറഞ്ഞു, അബ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി പറഞ്ഞു, പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി പറഞ്ഞു. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി പ്രധാനപ്പെട്ട കാര്യം ഒന്നും പഠിക്കാനില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ഇസ് എ ടൈപ്പ്, ഇതിൻ്റെ ടൈപ്പാണ് എന്ത് നമ്മുടെ പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട പേപ്പർ ക്രോമറ്റോഗ്രഫി ഇസ് എ ടൈപ്പ് ഓഫ് എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. ഓക്കെ, അതിൻ്റെ ടൈപ്പാണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്, പേപ്പർ ക്രോമറ്റോഗ്രഫി. അപ്പോൾ അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. അതിനകത്ത് ഇതേപോലെ സെയിം കോൺസെപ്റ്റിലൊക്കെ തന്നെയാണ്, ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രിപ്പ് ഓഫ് ഒരു ക്രോമറ്റോഗ്രഫി പേപ്പർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ക്രോമറ്റോഗ്രഫി പേപ്പർ നമ്മൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ
ഇവിടെയും കാപ്പിലറി ആക്ഷൻ വഴിയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ലെയേഴ്സുകൾ അബ്സോർപ്ഷൻ്റെ റേറ്റിൽ എന്ത് ചെയ്യും, ഒരുപാട് ഡിഫറെൻറ്റ് ലെയറുകൾ ഫോം ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ കുറേ സ്പോട്ടുകൾ കിട്ടും. അപ്പോൾ കാപ്പിലറി ആക്ഷൻ വരുന്ന ഓരോ സ്പോട്ടുകൾ, ഇവിടെ ഒരു സ്പോട്ട് കിട്ടി, ഇവിടെ ഒരു സ്പോട്ട് കിട്ടി, അടുത്ത സ്പോട്ട് കിട്ടി. ഇതാണ് ക്രോമറ്റോഗ്രാഫി പേപ്പർ. നമ്മൾ ക്രോമറ്റോഗ്രാഫി പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. എത്രയേ ഉള്ളൂ കാര്യങ്ങൾ, വേറെ കൂടുതലായിട്ടൊന്നും അതിനകത്ത് പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പേപ്പർ സ്ട്രിപ്പ് ഈസ് ഡെവലപ്ഡ് ഈസ് നോൺ ആസ് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ സ്ട്രിപ്പ് ഇല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ക്രോമറ്റോഗ്രാം എന്ന് പറയും. സ്പോട്സ് ഓഫ് ദ സെപ്പറേറ്റ് കളർ കോമ്പൗണ്ട് ആർ വിസിബിൾ അറ്റ് ദ ഡിഫറെന്റ് ഹൈറ്റ് ഫ്രം ദ പൊസിഷൻ ഓഫ് ഇനീഷ്യൽ സ്പോട്ട് എന്നാണ് ക്രോമറ്റോഗ്രാം. അതായത് നമ്മൾ ക്രോമറ്റോഗ്രാമിന് ഇനീഷ്യൽ സ്പോട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് സ്പോട്ടുകൾ വിസിബിൾ ആയി കാണും. ക്രോമറ്റോഗ്രാമിന് നമ്മൾ ഒരുപാട് സ്പോട്ടുകൾ അതിന് അഡ്സോർബൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, വിസിബിൾ ആയി കാണാൻ പറ്റും. വലിയ കോൺസെപ്റ്റുകളൊന്നും നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം സാധനമൊക്കെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളോട് ഉപയോഗിക്കുന്നത് ഒരു ക്രോമറ്റോഗ്രാഫി പേപ്പർ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് എല്ലാത്തിനും ക്ലാസ് ട്യൂബ് ഒന്നുമല്ല, പകരം ഒരു ക്രോമറ്റോഗ്രാഫി പേപ്പറാണ്. അത് നമുക്ക് ക്രോമറ്റോഗ്രാം എന്ന് വിളിക്കും. ക്രോമറ്റോഗ്രാമിന് നമ്മൾ ഡിഫറൻസ് ആയിട്ടുള്ള എന്ത് കാണാം, ഇപ്പോൾ മാർക്കിങ്സ് കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത് പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫിൻ്റെ ടൈപ്പാണ് എന്ത്, പേപ്പർ ക്രോമറ്റോഗ്രാഫി. അത്രയും മതി കണ്ടോ. പേപ്പർ ക്രോമറ്റോഗ്രാഫി ഈസ് എ ടൈപ്പ് ഓഫ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി. ഇനി ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി ബേസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് കോമ്പൗണ്ട് ഓഫ് ഫേസസ്. അതായത് എന്താണ്, പാർട്ടീഷനൊക്കെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ കാണാൻ പറ്റും, ഡിഫറെൻറ്റ് വരകളായിട്ട് ഇങ്ങനെ സ്പോട്ടുകളായി കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഓക്കെ, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ടെക്നിക്സുകൾ പഠിക്കാനുള്ള ടെക്നിക്സ്. അതായത് എന്തൊക്കെ ടെക്നിക്സ് നമ്മൾ പഠിച്ചത് എല്ലാവരും ഒന്ന് പറഞ്ഞ് ലാസ്റ്റായിട്ട്. യെസ്, ഇത്രയും കാര്യം നമ്മൾ കവർ ചെയ്ത് പ്യൂരിഫിക്കേഷൻ ഓർഗാനിക് കോമ്പൗണ്ട്, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, അതേപോലെ ക്രിസ്റ്റലൈസേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രോമറ്റോഗ്രാഫി ഒക്കെ നമ്മൾ പറഞ്ഞതിനാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സാധനം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക്, അത് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും നമുക്ക്. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസുകളാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പെട്ടെന്ന് തീർക്കണം. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ മക്കൾ, നമുക്കിനി പറയാനുള്ളത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടാണ്. സോ ഇവിടെ നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവും. 1-2 ചോദ്യങ്ങൾ ചോദിച്ചാലായി. അതുകൊണ്ട് തന്നെ നമ്മളത് ജസ്റ്റ് ഓടിച്ച് നോക്കണം. പക്ഷേ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പറയണം. അപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ്, അതായത് ഈ പറഞ്ഞ എലമെൻറ്റ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ പോലെയുള്ള ആൾക്കാർക്ക് ഓർഗാനിക് കോമ്പൗണ്ട് അകത്തുണ്ടാവും. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റേറ്റീവ്, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രസൻസ് നോക്കുന്ന ടെസ്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ടും കാർബണേയും ഹൈഡ്രജനെയും ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഫസ്റ്റ് പറയുന്നത്. കാർബണും ഹൈഡ്രജനും എങ്ങനെയാണ് നോക്കാമെന്ന് വെച്ചാൽ മക്കളെ, സിംപ്ലി പറയുകയാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ഹൈഡ്രജൻ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കോപ്പർ ഓക്സൈഡുമായിട്ട് ഹിറ്റ് ചെയ്യും. കോപ്പർ ഓക്സൈഡുമായിട്ട് CuO എന്ന് പറയും, അതാണ് കോപ്പർ ഓക്സൈഡ്. ഈ കോപ്പർ ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ കാർബൺ എന്തേ മാറും, കാർബൺ ഡൈ ഓക്സൈഡ് മാറും. ഹൈഡ്രജൻ എന്തേ മാറും, വാട്ടറായിട്ട് മാറും. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാണ്, അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാക്കണം ആക്ച്വലി എന്താ സംഭവം എന്നുള്ളത്. ഈ കാർബൺ എന്ത് ചെയ്യും, CuO കോപ്പർ ഓക്സൈഡ് നമ്പർ +2 ആണ്. അപ്പോൾ എന്ത് കിട്ടും മക്കളെ, അതേപോലെ ഈ കാർബൺ എന്തേ മാറും, കാർബൺ ബിക്കംസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്തേ മാറും, വാട്ടറായി മാറും. ഇതാണ് പരിപാടി. ഇനി ഇതിൻ്റെ ടെസ്റ്റ് മക്കളെ, ഇത് ടെസ്റ്റ് ചെയ്യുക, അതായത് ഉറപ്പിക്കുക അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കിട്ടിയ സാധനത്തിലേക്ക് നമ്മൾ എന്ത് വെച്ച് കൊടുക്കുക, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിലേക്കാണ് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, കാൽഷ്യം കാർബണേറ്റ് കിട്ടും. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ടെർബിഡിറ്റി ഫോം ചെയ്യും. അത് ടെർബിഡിറ്റി കിട്ടുന്നുണ്ട് മനസ്സിലായത്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതുപോലെ നമുക്ക് എന്ത് കിട്ടി, വാട്ടർ കിട്ടി. ഈ വാട്ടർ നമ്മൾ കോപ്പർ സൾഫേറ്റുമായി ട്രീറ്റ് ചെയ്യുക. കോപ്പർ സൾഫേറ്റ് കളർ വൈറ്റ് കളറാണ്. ഓക്കെ, അപ്പോൾ കോപ്പർ സൾഫേറ്റ് മാത്രം നിൽക്കും വൈറ്റ് ആണ്. പക്ഷേ കോപ്പർ സൾഫേറ്റ് വെള്ളവുമായി കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്, ഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാവും അല്ലേ. അതായത് കോപ്പർ സൾഫേറ്റ് കൂടെ ആരുണ്ട്, വെള്ളം കൂടി ചേരുന്ന സംഭവം. അതായത് CuSO4 5H2 ആണെങ്കിൽ അതും നീല കളറാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നീല കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാൻ പറ്റും, നോക്കി മക്കളെ, ടെസ്റ്റ് വിത്ത് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് വിച്ച് ടേൺസ് ബ്ലൂ. അതായത് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് നിറം വൈറ്റാണ്, ഹൈഡ്രസ് ആണെങ്കിലോ അത് ബ്ലൂ ആണ്. അപ്പം നമ്മൾ വെള്ളമായി കൂടിച്ചേർന്നാൽ അതിനർത്ഥം ബ്ലൂ എന്താണ്, അത് അവിടെ ഉണ്ടായിരുന്നത് വെള്ളം ഉണ്ടാകാൻ റീസൺ അതിൻ്റെ ഹൈഡ്രജനാണ്. സോ ഹൈഡ്രജൻ ഉണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ ഡിറ്റക്ഷൻ ഓഫ് എന്ത് കാർബൺ ഹൈഡ്രജൻ പറയാനുള്ളത്. സിമ്പിൾ, അതൊക്കെ NCERT ബേസിൽ നോക്കി പോയാൽ മതി. ഇവിടെ ഇമ്പോർട്ടൻ്റ് ലെസൈൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നൈട്രജൻ, സൾഫർ, അതേപോലെ ഹാലജൻ, ഫോസ്ഫറസ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കാണുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജന്, സൾഫർ, അതേപോലെ തന്നെ നമുക്ക് ആരുണ്ട്, ഹാലജന്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ലെസൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. ലെസൈൻ നിങ്ങൾ പഠിച്ചതായിരിക്കും, എനിക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, സിമ്പിളാണ്. ഈ ലെസൈൻ ടെസ്റ്റ് എങ്ങനെ, പ്രധാന കോൺസെപ്റ്റ് എന്താ ഇവിടെ പ്രധാനമായി നടക്കുന്നത് വെച്ചാൽ ഈ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള ഈ നൈട്രജന്, സൾഫർ ഇവരൊക്കെ ഇല്ലേ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൊവാലൻ്റിലാണ് ഉണ്ടാവുക, കൊവാലൻ്റ് ബോണ്ടാണ് ഉണ്ടാവുക, കൊവാലൻ്റ് ഫോം ആയിരിക്കും. ഈ കൊവാലൻ്റ് ഫോം എന്താക്കി മാറ്റും, അയോണിക് ഫോമായിട്ട് മാറ്റും. അതെങ്ങനെ, സോഡിയം മെറ്റലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഒരുപാട് എലമെൻറ്റുകൾ ഉണ്ട്. അത് സോഡിയം, അതുപോലെ തന്നെ ഹാലജൻ, സൾഫർ ഒക്കെ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്.
ഇവരെന്ത് ചെയ്യും, നമ്മൾ ഈ സോഡിയം ഈ ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം മെറ്റലായിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഇത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് വിളിക്കുക, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രത്യേകം എന്താ, ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റുകൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നൈട്രജൻ സൾഫർ ഒക്കെ എന്താണ്, ഇനീഷ്യലി അവർ എന്തായിരുന്നു കൊവാലൻ്റ് ആയിരുന്നു. പക്ഷേ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആകുമ്പോൾ എന്തെങ്കിലും പറയുന്നത് ആ കൊവാലൻ്റ് ബിക്കംസ് അയോണിക്, കൊവാലൻ്റ് എന്തുണ്ടാവും, അയോണിക് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ, ഓക്കെ അല്ലേ, യെസ്. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഓരോന്നും ഇപ്പോൾ ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഓരോ സാധനങ്ങളുണ്ടാവും. പിന്നെ ആദ്യം പറയാൻ പോകുന്നത് കാർബൺ നൈട്രജൻ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ നൈട്രജൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആക്കി മാറ്റാണ്. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് സോഡിയം സയനൈഡ് കിട്ടും. ഹീറ്റ് വിത്ത് സോഡിയം മെറ്റൽ. അപ്പോൾ എക്സ്ട്രാക്റ്റിനകത്ത് എന്ത് സോഡിയം സയനൈഡ് ഫോം ചെയ്തു. അതുപോലെ തന്നെ സൾഫർ ഇട്ടിട്ട് എന്നിട്ട് സോഡിയം സൾഫൈഡ് കിട്ടും, ഹാലജൻ ഇട്ടിട്ട് സോഡിയം ഹാലൈഡ് കിട്ടും. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ഷൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സയനൈഡ് ഇവിടെ നമ്മൾ എടുക്കുക, സോഡിയം ഫ്യൂഷൻ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സയനൈഡ് അല്ലെങ്കിൽ നൈട്രജൻ നമ്മൾ NaCN എടുക്കണം, NaCN ഉണ്ടാവുക. അതുപോലെ സൾഫറാണ് Na2S എടുത്തിട്ടുണ്ടാവും, അതുപോലെ ഹാലജനാണ് Na X എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്ന് എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റും. ഇഷ്ടം നോക്കിയാൽ മതി. ഇനി ടെസ്റ്റ് ഫോർ നൈട്രജൻ, എങ്ങനെ നമ്മൾ നൈട്രജൻ എക്സ്ട്രാക്ട് ചെയ്യാനാണ് ഇനി പറയാൻ പോകുന്നത്. നൈട്രജൻ എങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും, ടെസ്റ്റ് ഫോർ നൈട്രജൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, ടെസ്റ്റ് ഫോർ നൈട്രജൻ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നൈട്രജൻ ടെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഏത് അയോണാണ് ഉണ്ടാവുക നൈട്രജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ. നിങ്ങൾ നോക്കിക്കേ, NaCN എന്നല്ലേ നമ്മൾ NaCN എന്ന് പറയുന്ന ഇതിൻ്റെ അകത്താണ് ആരുള്ളത്, നൈട്രജൻ ഉള്ളത്. NaCN അകത്താണ് ആരുള്ളത്, നൈട്രജൻ ഉള്ളത്. അപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന സോഡിയം സയനൈഡ്, ഇതിൻ്റെ അകത്താണ് ആരുള്ളത്, നൈട്രജൻ എന്ന് പറയുന്ന ആളുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സോഡിയം സയനൈഡ് എടുക്കണം. എന്ന് വെച്ചാൽ അതിനകത്തുള്ള അയോൺ എടുത്താൽ മതി. അതിനകത്തുള്ള അയോൺ ഏതാ, CN- അല്ലേ, CN- ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, CN- എടുക്കുന്നു. ആ CN- നമ്മൾ ആഡ് ചെയ്യുന്ന മക്കളെ Fe2+ ആഡ് ചെയ്യുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്, മക്കൾ നോക്കിക്കേ, ഇതാ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഈസ് ബോയിൽഡ് വിത്ത് അയൺ സൾഫേറ്റ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ആരാണ്, അയൺ സൾഫേറ്റിനാണ് ആഡ് ചെയ്യുന്നത്. ആരാണ് അയൺ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ FeSO4 ആണ് അയൺ സൾഫേറ്റ്. അപ്പോൾ Fe2+ ആ. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. അതിൻ്റെ അകത്ത് ആക്ച്വലി ആരാണ് നമ്മൾ വേണ്ടത്, ആരെയാണ് നമുക്ക് വേണ്ടത്, നൈട്രജനാണ്. അപ്പോൾ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തുള്ള ഏത് അയോണായിരിക്കും അവിടെ ഉണ്ടാവുക, NaCN എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൈട്രജൻ എടുക്കേണ്ടത്. അപ്പോൾ NaCN എന്ത് ചെയ്യും, ആരുമായിട്ട് റിയാക്ട് ചെയ്യും, FeSO4 റിയാക്ട് ചെയ്യും. NaCN CN- FeSO4 Fe2+ കൊണ്ട് റിയാക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതാണ് പരിപാടി. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും മക്കൾ, നമുക്ക് എന്ത് കിട്ടും, ഒരു ഫോർമേഷൻ പ്രഷ്യൻ ബ്ലൂ കളർ. അതായത് ഇവിടെ ഒരു പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. എന്ത് കിട്ടൂടാ, ഒരു പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. നമുക്ക് ഫോർമേഷൻ ഓഫ് പ്രഷ്യൻ ബ്ലൂ കളർ കൺഫേം പ്രസൻസ് ഓഫ് നൈട്രജൻ. അങ്ങനെ എന്ത് ഫോം ചെയ്താൽ ഒരു പ്രഷ്യൻ കളറുള്ള നീല കളർ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, പ്രസൻസ് ഓഫ് നൈട്രജൻ കൺഫേം ചെയ്യാം. ആക്ച്വലി നൈട്രജൻ എവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്, നമ്മൾ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കി. അപ്പോൾ നൈട്രജൻ്റെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്താൽ NaCN ആണ്. അതിനകത്ത് ഏത് അയോൺ ഉണ്ട്, CN- അയോൺ ഉണ്ട്. അവൻ ആരുമായി ട്രീറ്റ് ചെയ്യുന്നു, Fe2+ അതായത് FeSO4 Fe2+ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നവരാണ് FeCN. ഇനീഷ്യലി ആദ്യം കിട്ടുന്നവരാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇയാളെ കിട്ടുന്നത് FeCN6. ആരാ മക്കളെ, FeCN6 നോക്കിയ മക്കൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, നമുക്ക് ആദ്യം കിട്ടുന്ന ആരാണ് FeCN6 4 ടൈംസ്, FeCN6 ടൈംസ് 4-. ഇയാളുടെ പേരെന്താ, ഇയാളുടെ പേര് എക്സാം ചോദിക്കാറുണ്ട്. ഇയാളുടെ പേരാണിത് ഹെക്സാസയനോഫെറൈറ്റ് 2. കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹെക്സാസയനോഫെറൈറ്റ് 2 എന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ പഠിക്കുന്നുണ്ടോ. ഹെക്സാസയനോഫെറൈറ്റ് 2 ആണ്. റെഡിയല്ലേ, ഇതാണ് ഹെക്സാസയനോഫെറൈറ്റ് 2. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഹെക്സാസയനോഫെറൈറ്റ് 2 എന്ത് ചെയ്യുന്നു, അഗെയിൻ Fe3+ ട്രീറ്റ് ചെയ്യുന്നു. ആരുമായിട്ട് നോക്കണ്ട, ഹെക്സാസയനോഫെറൈറ്റ് 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഹീറ്റ് വിത്ത് അയൺ 3+ ആണ്. അതായത് Fe3+ ട്രീറ്റ്. ആദ്യം നമ്മൾ Fe2+ ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഹെക്സാസയനോഫെറൈറ്റ് കിട്ടി. ആ ഹെക്സാസയനോഫെറൈറ്റ് നമ്മൾ Fe3+ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ, നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. പ്രഷ്യൻ ബ്ലൂ കളർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹെക്സാസയനോഫെറൈറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഹെക്സാസയനിഡോഫെറൈറ്റ് 2 പ്രഷ്യൻ ബ്രൂയിങ്. അപ്പോൾ ഇയാളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളുടെ പേര് എന്താണെന്ന് നോക്കിയാൽ എൻട്രൻസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. നോക്കിയാൽ നിങ്ങളെല്ലാവരും അയൺ 3+1 വിച്ച് റിയാക്ട് വിത്ത് സോഡിയം ഹെക്സാസയനിഡോഫെറൈറ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഹെക്സാസയനിഡോഫെറൈറ്റ് എന്ന് വിളിക്കുക, രണ്ട് ശരിയാ. ഹെക്സാസയനിഡോഫെറൈറ്റ് എന്നല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെക്സാസയനിഡോഫെറൈറ്റ് എന്നാണ്. ഹെക്സാസയനോഫെറൈറ്റ് ശരിയാണ്. അപ്പോൾ ആ ഹെക്സാസയനോഫെറൈറ്റ് നമ്മൾ ആരുമായി ട്രീറ്റ് ചെയ്യുന്നു, എഗെയിൻ Fe3+ ട്രീറ്റ് ചെയ്തില്ല, നമ്മൾ ഹെക്സാസയനോഫെറൈറ്റ് 2 കിട്ടും. അത് ഫെറിഫെറോസയനൈഡ് കിട്ടും. എന്ത് കിട്ടും, ഫെറിഫെറോസയനൈഡ് കിട്ടും. മക്കളെ നോക്കിയേ, ഇതെന്താ സാധനം, ഇത് ഫെറിഫെറോസയനൈഡ് ആണ്. ആ ഫെറിഫെറോസയനൈഡ് ആണ് എന്ത് മക്കളെ, ഫെറിഫെറോസയനൈഡ് ആണ് ആക്ച്വലി എന്ത് മക്കളെ, പ്രഷ്യൻ ബ്ലൂ കളർ എന്ന് പറയുന്നത്, പ്രഷ്യൻ ബ്ലൂ കളർ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഹെക്സാസയനോഫെറൈറ്റ് 2 എന്ത് ചെയ്യുന്നു മക്കളെ, റിയാക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക, ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രൊഡ്യൂസ് അയൺ 3 ഹെക്സാസയനിഡോഫെറൈറ്റ് കിട്ടും. അതായത് ഇതിൻ്റെ അകത്തുള്ള അയൺ എന്താ മക്കളെ, +3 ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. എഗെയിൻ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സാധനം കിട്ടും, ഫെറിഫെറോസയനൈഡ് അയൺ 3 ഹെക്സാസയനിഡോഫെറൈറ്റ് 2 കിട്ടും. മക്കളെ മനസ്സിലായോ. അപ്പോൾ ഇവിടെ എന്താ ആദ്യം ഉണ്ടായിരുന്നത്,
ഇവിടെ ഉണ്ടായിരുന്നത് എക്സ്ട്രാ സൈനൈഡ് സോഡിയം എക്സ്ട്രാ സൈനൈഡ് ഫെറൈറ്റ് എന്ന് പറയുന്ന അയോൺ ഉണ്ടായത്. അതിൻ്റെ അകത്തുള്ള ഈ മക്കൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്നതാണ് ഇതേതാ, ഇവിടെ സോഡിയം അയോണുമായിട്ടാണ് ഉണ്ടാവുക. ഇവിടെ സോഡിയം ഉണ്ടാവുക, സോഡിയം അയോണാണ്. ഇവിടെ ഒരു അയൺ കയറിയിരിക്കും. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഫെറി ഫെറോ സൈനൈഡ് ആണെന്ത് ഈ പറയുന്നത് പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത്. പ്രഷ്യൻ ബ്ലൂ അപ്പോൾ അത്രയും മതി. ഓക്കെ, അപ്പോൾ പ്രഷ്യൻ ബ്ലൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, കൺഫേം പ്രസൻസ് ഓഫ് നൈട്രജൻ മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഇതിൻ്റെ NCERT കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം സിമ്പിളായിട്ട് പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം നമുക്ക്. സയനൈഡ് CN- എന്ന് പറയുമ്പോൾ ആക്ച്വലി NaCN ആണ്, അത് മനസ്സിലാക്കി വെക്കുക. അതിനകത്തുള്ള അയോൺ ആണ് CN-. Fe-SO4 റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ CN-Fe2+ അയോൺസ് റിയാക്ട് ചെയ്തിട്ട് FeCN6 4 ടൈംസ് ഉണ്ടാകുന്നു. അതിൻ്റെ പേരാണെന്ത്, അതിൻ്റെ പേരാണ് എക്സാസൈനോഫെറൈറ്റ് എന്ന് വിളിക്കുക. എക്സാസൈനോഫെറൈറ്റ്. ഓക്കെ, ഇനി എക്സസൈനഡോ എന്നും വിളിക്കാം. എക്സാസൈനോഫെറൈറ്റ് എന്ന് വിളിക്കുന്നു. ഇത് ഇയാളുടെ പ്രത്യേകത, ഇയാൾ സോഡിയമായിട്ടാണ് ഈ പറയുന്ന ഇത് 4- അല്ലേ, അപ്പോൾ 4 Na ഉണ്ടാവും. Na4 FeCN6 4 എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ആനോൺസ് മാത്രം എഴുതുമ്പോൾ FeCN6 ടൈം 4- എന്നുണ്ടാകും. ഇനി ഇയാൾ നമ്മൾ എന്ത് ചെയ്യണം, എഗിൻ Fe3+ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് Fe4 FeCN6 3 ടൈംസ് XH2 എന്ന് കിട്ടും. അത് പ്രഷ്യൻ ബ്ലൂ ആണ്. ഓക്കെ, അതിനെ ഫെറി ഫെറോ സൈനൈഡ് എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഇത് നമ്മുടെ അടുത്ത ടെസ്റ്റ് ഇപ്പോൾ സൾഫർ ആണെങ്കിൽ സൾഫറിന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയാം Na2S ആണ് നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സൈഡ് ഉണ്ടാവുക സൾഫറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ S2- ഉണ്ടാവുക. അത് നമ്മൾ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലെഡ് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നത്. ലെഡ് ആസിഡ് ഉണ്ടാവുക Pb2+ ആണ്. ഈ 2 അയോണുകൾ റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും, PbS എന്ന് പറയുന്ന ബ്ലാക്ക് കളർ ഫോം ചെയ്യും. ബ്ലാക്ക് കളർ അതാണ് ഒന്നാമത്തെ കാര്യം ടെസ്റ്റ് എന്ന് പറയുന്നത്. സൾഫർ ബ്ലാക്ക് കളർ ഫോം ചെയ്യുകയാണെങ്കിൽ സൾഫറിൻ്റെ പ്രസൻസ് ആണ് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്, നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ത് ചെയ്യുന്നു, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ എക്സ്ട്രാക്ട് വിത്ത് സോഡിയം നൈട്രോപ്രൂസൈഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഞാൻ എന്ത് ചെയ്യുന്നു, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ത് ചെയ്യുന്നു, സോഡിയം നൈട്രോപ്രൂസൈഡുമായി ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, വയലറ്റ് കളർ കിട്ടും. ഇത് ഇൻഡിക്കേറ്റ് പ്രസൻസ് സൾഫർ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നീറ്റ് എക്സാമിന് ചോദിക്കുന്ന റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ സംഭവം വളരെ സിമ്പിളാണ്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ഷനിൽ സൾഫർ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ഷൻ ഏത് അയോൺ ഉണ്ടാവുക, Na2S S2- ഉണ്ടാവുക. അത് ആരുമായി ട്രീറ്റ് ചെയ്യുന്നു മക്കളെ, ഞാൻ സോഡിയം നൈട്രോപ്രൂസൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. സോഡിയം നൈട്രോപ്രൂസൈഡുമായി ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം നൈട്രോപ്രൂസൈഡ് എന്ന് പറയുന്നത് എന്താണ്, FeCN 5 ടൈംസ് NO2- അയോണാണ് സോഡിയം. അപ്പം സോഡിയം നൈട്രോപ്രൂസൈഡ് എന്ന് പറയുമ്പോൾ ആരാ ശരിക്കും ഉണ്ടാവുക, ഇവിടെ 2- ആയതുകൊണ്ട് ഇവിടെ NO2 ഉണ്ടാവും. ഇതാണ് സംഭവം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ NO2 നമ്മൾ അയോൺസ് മാത്രം ഇതുപോലെ 2- ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ NO2 സോഡിയം നൈട്രോപ്രൂസൈഡ് എന്ന് പറയുമ്പോൾ NO2 FeCN 5 ടൈംസ് NO എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സോഡിയത്തിന് ഒഴിവാക്കിയാൽ ബാക്കി അവിടെ 2- ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ആ സോഡിയം നൈട്രോപ്രൂസൈഡുമായി ട്രീറ്റ് ചെയ്ത് എന്താണ്ടാവുക, നമുക്ക് ഒരു വയലറ്റ് കളർ ഫോം. അത് വയലറ്റ് കളർ എന്താണെന്ന് ചോദിക്കുക എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ പറയുന്നത് FeCN 5 ടൈംസ് NOS 4 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ആരുണ്ടാവുക, ഇവിടെ ആരുണ്ടാവും, ഇവിടെ സോഡിയം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കണ്ട, നിങ്ങൾ അയോൺസ് മാത്രം പഠിച്ചാൽ മതി. എന്താ കിട്ടുക അവസാനം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് FeCN 5 ടൈംസ് NOS ആണ്. മനസ്സിലായി? ഇവിടെ എന്താ സംഭവിച്ചത്, ഈ സൾഫർ ഇവിടെ നേരെ കയറിയിരിക്കും, വേറെ ഒന്നും വേറൊരു പരിപാടിയില്ല. സൾഫർ നേരെ ഉള്ളിൽ കയറ്റിത്താൽ മതി, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ എന്ത് കിട്ടും, വയലറ്റ് കളർ കിട്ടും. വയലറ്റ് കളർ ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് എന്താ, സൾഫറ. എന്താണ്, സൾഫറ. സോ നോക്കിയേ, വയലറ്റ് കളർ ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് സൾഫർ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്ത എന്താണ്, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത കാര്യം എല്ലാവരും പറഞ്ഞേ. യെസ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാ അല്ലെങ്കിൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് നൈട്രജൻ സൾഫർ ബോത്ത് ആർ പ്രസന്റ് ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം തയോസൈനൈഡ് ഇസ് ഫോം. അതായത് മക്കളെ സൾഫറും നൈട്രജൻ രണ്ടും ഉണ്ടായിരിക്കും. നൈട്രജൻ മാത്രമാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി ചെയ്യുക, സൾഫർ മാത്രമാണെങ്കിൽ സോഡിയം S2- ചെയ്തിട്ട് ബ്ലഡ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വയലറ്റ് കളർ റിംഗ് ഫോം ചെയ്യുന്ന കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. അത് ആദ്യം പറഞ്ഞത് നമ്മൾ എന്താണ്, നൈട്രജൻ കേസാണ്. രണ്ടാമത് സൾഫറാണ്. ഈ രണ്ടും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് എന്ത്, സോഡിയം തയോസൈനൈഡ് ആണ് എടുക്കുന്നത്. സോഡിയം തയോസൈനൈഡ്, അതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ സോഡിയം തയോസൈനൈഡ് എന്ന് പറയുമ്പോൾ ഏത് അയോൺ ഉണ്ടാവുക, SCN- അയോൺ ഉണ്ടാവുക. എന്താ അയോൺ ഉണ്ടാവുക, SCN- അയോൺ. ഇതാണ് സോഡിയം തയോസൈനൈഡ് എന്ന് പറയുന്നത്. ആ SCN- അയോണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഗീവ്സ് sodium thiocyanate കിട്ടി. ഇറ്റ് ഗീവ്സ് റെഡ് കളർ ആൻഡ് നോ പ്രഷ്യൻ ബ്ലൂ കളർ സിൻസ് ദർ ഇസ് നോ ഫ്രീ സയനൈഡ് അയോൺസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടിയ എന്തുകൊണ്ടായിരുന്നു, ഈ പറയുന്ന സയനൈഡ് അയോണിലേക്ക് ഞാൻ ആഡ് ചെയ്തപ്പോൾ Fe3+ ആഡ് ചെയ്തപ്പം Fe3+ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, എനിക്ക് പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടി. എപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് അയോണാ, സോഡിയം എൻ്റെ കയ്യിൽ തയോസൈനൈഡ് ആണ്. തയോസൈനൈഡ് ആയാലും ഞാൻ Fe3+ ആഡ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, ബ്ലഡ് റെഡ് കളറാണ് കിട്ടുക. എന്തെല്ലാം കിട്ടുക, എനിക്ക് പ്രഷ്യൻ ബ്ലൂ കളറിൽ കിട്ടുക. അപ്പം ബ്ലഡ് റെഡ് കളർ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന സോഡിയം തയോസൈനൈറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, Fe3+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്താ, റെഡ് ബ്ലഡ് കളറാണ്, ചുവന്ന രക്തത്തിന് കളറാണ് കിട്ടുക. നേരെ മറിച്ച് നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് പോലെ ആഡ് ചെയ്തത് നമ്മൾ ഇതിലേക്കായിരുന്നു FeCN
FeCN6 ഫോർമുല, അതായത് CN-7 അവിടെ ഉള്ളത്. ആ CN-7ലേക്ക് ഞാൻ ആഡ് ചെയ്തു, ഈ പറഞ്ഞ പോലെ Fe3% ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി മക്കളെ? എനിക്ക് എന്ത് കിട്ടി? എനിക്ക് പ്രഷൻ ബ്ലൂ കളറാണ് കിട്ടുന്നത്. വിച്ച് ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് നൈട്രജൻ ആയിരുന്നെങ്കിൽ ഇവിടെ തയോസൈനേറ്റ് അയോൺ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് Fe3% ആഡ് ചെയ്താൽ എനിക്ക് റെഡ് ബ്ലഡ് കളറാണ് കിട്ടുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ ഇനി മക്കൾ നോക്കേണ്ട കാര്യം ടെസ്റ്റ് ഫോർ ഹാലജൻ ആണ്. ഹാലജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ആദ്യം ഹാലജൻ ടെസ്റ്റ് ചെയ്യാൻ സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് എടുക്കുക. അവിടെ ആരാണ്? NaX ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക? ഈ അസിഡിഫൈഡ് ആയാലും നൈട്രിക് ആസിഡേയും സൾഫ്യൂരിക് ആസിഡേയും ആഡ് ചെയ്ത് കൊടുക്കുക. നൈട്രിക് ആസിഡേയും അതേപോലെ സിൽവർ നൈട്രേറ്റിനെ ആഡ് ചെയ്യുക. അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ എന്ത് ആഡ് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം മക്കളെ? നൈട്രിക് ആസിഡേയും അതേപോലെ സിൽവർ നൈട്രേറ്റിനും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നൈട്രിക് ആസിഡേയും അതേപോലെ സിൽവർ നൈട്രേറ്റിനും ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? സോലിബിൾ ആണെങ്കിൽ അത് ക്ലോറിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്പാരിംഗ്ലി സോലിബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഷോ പ്രസൻസ് ഓഫ് എന്താണ്? ബ്രോമിൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അതൊരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ്. ഇൻസോലിബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഷോ പ്രസൻസ് ഓഫ് അയോഡിൻ ആണ്. വളരെ സിമ്പിളായുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഹാലജൻ എന്ന് പറയുമ്പോൾ ഹാലജനുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു. അതായത് അതായിരിക്കും ഏത്? സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് ചെയ്തായിരിക്കും. ആ സോഡിയം NaX ആയിരിക്കും. ആ NaX, അതായത് ഇവിടെ NaX ആയിരിക്കും. അതിൻ്റെ അത് ഏത് അയോൺ ഉണ്ടാവുക? X അയോൺ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ആരൊക്കെ ആഡ് ചെയ്യുന്നു മക്കളെ? സിൽവർ നൈട്രേറ്റിനെയും അതേപോലെ തന്നെ ആരും ആഡ് ചെയ്യുന്നു മക്കളെ? HNO3 ആഡ് ചെയ്യുന്നു അസിഡിക് ആയിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള അയോൺ ഏതാണ്? സിൽവർ എന്ന് പറയുന്ന അയോൺ ആണ്. സിൽവർ മെയിൻലി സിൽവർ അയോൺ ആണ്. ഏത്? സിൽവർ Ag+. ഇത് റിയാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായും സിൽവർ ഹാലൈഡ് ഉണ്ടാവും. സിൽവർ ഹാലൈഡ്. ആ സിൽവർ ഹാലൈഡിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിൽവർ ഹാലൈഡ് മക്കളെ എന്തിൽ സോലിബിൾ ആണെങ്കിൽ നോക്കി, സിൽവർ ഹാലൈഡ് അല്ലേ ഫോം ചെയ്യുന്നത്? നോക്കിക്കേ, എല്ലാവരും നോക്കിയേ മക്കളെ, സിൽവർ ഹാലൈഡ് അല്ലേ? ഇതിന് കോൺസെപ്റ്റ് നോക്കിയേ, ഇത് കണ്ടോ? നൈട്രിക്. അപ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? സോഡിയം ഫിഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. അതിനകത്ത് ഏതായാലും X-7 ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നൈട്രിക് ആസിഡും AgNO3 റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡ് സോലിബിൾ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് നിങ്ങൾ ഇടുക. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്നിട്ട് സോലിബിൾ ആണെങ്കിൽ, സോലിബിൾ ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ AgX എനിക്കറിയില്ല, ഈ X ഏതാണെന്നുള്ളത്, X ഏതാ എനിക്കറിയില്ല. അപ്പോൾ അത് അമോണിയം നിങ്ങൾക്ക് കിട്ടുന്ന സിൽവർ ഹാലൈഡ്, ആ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ സിൽവർ ഹാലൈഡ് നിങ്ങൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് കഴിഞ്ഞാൽ അത് സോലിബിൾ ആണെങ്കിൽ മക്കളെ ഉറപ്പിച്ചത് എന്താണ്? നിങ്ങൾ X എന്താണ്? X ക്ലോർ, അതായത് AgCl ആണ്. ഇനി മക്കളെ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അത് AgX അല്ലെന്ന് ഉറപ്പിക്കാം. അത് AgCl സിൽവർ ക്ലോറൈഡ് അല്ല എന്ന് ഉറപ്പിക്കാം. ഇനി സിൽവർ ബ്രോമൈഡ് ആണോ സിൽവർ അയോഡൈഡ് ആണോ നിങ്ങൾക്ക് സംശയമുള്ളത്? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അവിടെ മനസ്സിലാക്കേണ്ടത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഞാൻ പറഞ്ഞു. അത് AgBr ആവാം അല്ലെങ്കിൽ Ag അയോഡൈഡ് ആവാം. ഓക്കെ, അപ്പം അത് സ്പാരിംഗ്ലി സോലിബിൾ ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ സ്പാരിംഗ്ലി സോലിബിൾ ആണെന്ന് വിചാരിക്കും. സ്പാരിംഗ്ലി, കംപ്ലീറ്റ്ലി സോലിബിൾ അല്ല, സ്പാരിംഗ്ലി സോലിബിൾ ആണെങ്കിൽ അത് എന്തായിരിക്കും മക്കൾ? അത് എന്തായിരിക്കും? അത് AgBr ആയിരിക്കും. എന്താണ്? AgBr ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ടെസ്റ്റ് അതെന്താണ്? AgBr ആണ്. ഓക്കെ, അപ്പം പ്രസൻസ് ഓഫ് ബ്രോമിൻ ആണ് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ്? പ്രസൻസ് ഓഫ് ക്ലോറിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ഞാൻ എടുക്കുന്നത് എന്താണ്? എനിക്ക് കിട്ടിയത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ്, പക്ഷേ അത് ഇൻസോലിബിൾ ആണെന്ന് വിചാരിക്കും. അമോണിയം ഹൈഡ്രോക്സൈഡ് ഇൻസോലിബിൾ ആണെങ്കിൽ അതെന്താണ്? പ്രസൻസ് ഓഫ് എന്താണ്? അയോഡിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് വളരെ സിമ്പിളായി പറഞ്ഞുതരാം. അതായത് എൻ്റെ ഹാലജനെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ആരാണ് എടുക്കുന്നത്? ഞാൻ ആദ്യം ഹാലജൻ ടെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ ഹാലജൻ ഉണ്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. അതിനകത്ത് ആക്ച്വലി X- അയോൺ ഉണ്ടാവുക. ഞാൻ അതിലേക്ക് ആരാഡ് ചെയ്യുന്നു? HNO3 അതേപോലെ തന്നെ ആരാഡ് ചെയ്യുന്നു? AgNO3 ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് Ag+ അയോൺ ഈ പറഞ്ഞ X- കൊടുത്ത് AgX ഉണ്ടാകും. ഒരു എന്തുണ്ടാവുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ പ്രസിപ്പിറ്റേറ്റ് 3 തരത്തിലാവും. ഒന്നെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചപ്പം എന്ത് ചെയ്തു? അത് സോലിബിൾ ആവുന്നുണ്ടെങ്കിൽ അതെന്താണ്? AgCl, അതായത് ക്ലോറിൻ്റെ ടെസ്റ്റ് ആണ്. അത് മനസ്സിലായി, ക്ലോറിൻ ആണെന്ന് മനസ്സിലായി. ഇനി അതല്ല, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ബ്രോമിനും അയോഡിനും ആവുക. അപ്പോൾ നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്പാരിംഗ്ലി സോലിബിൾ ആണെങ്കിൽ അതെന്താണ്? അത് ബ്രോമിൻ ആണെന്ന് മനസ്സിലാവും. ഇനി അത് ഇൻസോലിബിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അതെന്താണ്? അത് അയോഡിൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. ഇനി ടെസ്റ്റ് ഫോർ ഫോസ്ഫറസ് ആണെങ്കിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻസ് പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതായത് Na3PO4 റിയാക്ട് വിത്ത് എന്താണ്? HNO3. NO3PO4 ആണ് എന്ത്? ഈ പറഞ്ഞ ഫോസ്ഫറസ് സോഡിയം ഫിഷൻ എക്സ്ട്രാക്റ്റിൽ ഉണ്ടാവുക. അതെന്ത് ചെയ്യും? H3 റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. H3PO4 NaNO3 കിട്ടി. ഈ H3PO4 നമ്മൾ എന്ത് ചെയ്യും മക്കളെ? അഗെയിൻ അമോണിയം മോളിബ്ഡേറ്റുമായി റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അമോണിയം മോളിബ്ഡേറ്റ് റിയാക്ട് ചെയ്താൽ നമുക്ക് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് കിട്ടും. എന്ത് കിട്ടും? അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ്. ആ റിയാക്ഷൻ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. നമുക്ക് ആ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി, വേറെ ഒരു കാര്യം അതിനകത്തില്ല. ജസ്റ്റ് നിങ്ങളത് നോക്കിയാൽ മതി.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അമോണിയം മോളിബിലിറ്റി കിട്ടും. ഈ അമോണിയം മോളിബിലിറ്റി അഗൈൻ H3PO4 അതേപോലെ തന്നെ NH3 റിയാക്ട് ചെയ്തതിന് അവസാനം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നതാണ് അമോണിയം ഫോസ്ഫോ മോളിബിലിറ്റി. എന്നിട്ടും അമോണിയം ഫോസ്ഫോ മോളിബിലിറ്റി കിട്ടും. അപ്പോൾ അത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അമോണിയം ഫോസ്ഫോ മോളിബിലിറ്റി കിട്ടുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഒരു യെല്ലോ കളറേഷൻ ഉണ്ടാകും അമോണിയം ഫോസ്ഫോ മോളിബിലിറ്റിന്. ഒരു യെല്ലോ കളറേഷൻ ഉണ്ടാകും. അത് എന്തിൻ്റെ പ്രസൻസിന് എന്തിന് കാരണം ഫോസ്ഫറസിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. അമോണിയം മോളിബിലിറ്റി ഫോം ചെയ്യും. അമോണിയം മോളിബിലിറ്റി അഗൈൻ റിയാക്ട് വിത്ത് HNO3 എന്ത് ഫോം ചെയ്യും? അമോണിയം ഫോസ്ഫോ മോളിബിലിറ്റി കിട്ടും. ആ അമോണിയം ഫോസ്ഫോ മോളിബിലിറ്റി ആണ് എന്ത് മക്കളെ ആ യെല്ലോ കളറിന് കാരണമാകുന്നത്. ആ യെല്ലോ കളറാണ് എന്ത് പ്രസൻസ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ജസ്റ്റ് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, കൂടുതലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞ എന്താണ്? ക്വാളിറ്റേറ്റീവ് അനാലിസികളാണ്. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് പോയിക്ക് നമ്മൾ 10-15 മിനിറ്റ് കൊണ്ട് ഫുൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് പറയണം. ആദ്യം പറഞ്ഞ എന്താ? ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ കാർബണും ഹൈഡ്രജൻ്റെയും കാര്യമാണ്. അവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? അവിടെ യെസ്, അതായത് പിന്നെ നമ്മൾ പറഞ്ഞു കാർബൺ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് മാറും, ഹൈഡ്രജൻ ആണ് വാട്ടർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ബ്ലൂ കളർ കിട്ടും. ഇനി നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു ടർബിഡിറ്റി ഫോം ചെയ്യും ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലെസൈൻ ടെസ്റ്റ് പറഞ്ഞു. അതിൽ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ട്. അതിൽ ഓരോ ടെസ്റ്റ് ഫോർ നൈട്രജൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? നമ്മൾ ഈ പറയുന്ന നൈട്രജൻ എന്ത് ചെയ്യും മക്കളെ? Fe2+ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ അയോൺ CN- അയോൺ അത് Fe2+ റിയാക്ട് ചെയ്തതിന് എന്ത് ഫോം ചെയ്യും? Fe2+ റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഫോർമേഷൻ ഓഫ് FeCN6 ഫോർമേഷൻ പറയുന്ന ഹെക്സാസൈനോഫെറേറ്റ് ഫോം ചെയ്യുന്നു. അഗൈൻ അത് എന്ത് ചെയ്യുന്നു? Fe3+ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫെറി ഫെറോസൈനൈഡ് എന്ന് പറഞ്ഞ പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യുന്നു. അഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ഫോർ സൾഫർ പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ചത്? Pb2+ ആണ് സൾഫർ. ലെഡ് എന്ന് പറയുന്നത് ലെഡ്. ആ ലെഡിൻ്റെ അകത്തുള്ള അയോൺ Pb2+ ആണ്. സൾഫറിൻ്റെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്താണ്? Na2S, അത് S2- ആണ്. അപ്പോൾ S2- റിയാക്ട് ചെയ്ത് Pb2+ ഫോം PbS എന്ന് പറയുന്ന ലെഡ് സൾഫൈഡ് ഫോം ചെയ്ത് ബ്ലാക്ക് ഇൻ കളറാണ്. അതൊന്നാമത് പറയാം. രണ്ടാമത് പറയാൻ പറ്റുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഈ പറയുന്ന സോഡിയവും അതേപോലെ സൾഫറും അതേപോലെ തന്നെ നമ്മുടെ നൈട്രജനും രണ്ടും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് സോഡിയം തയോസൈനേറ്റ് എന്നാണ്. ആ ഒരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അയോൺ ഏതാണ്? SCN- അയോൺ ആണ്. അതിലേക്ക് നമ്മൾ Fe3+ ആഡ് ചെയ്ത് തന്നിട്ട് ബ്ലഡ് കളർ കിട്ടും. ഇനി ഹാലജൻ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട്. അതായത് നമുക്ക് AgX കിട്ടുന്നുണ്ടാവും. അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന AgCl ആണ്, ക്ലോറിൻ ആണ്, ബ്രോമിൻ ആണ്, അയഡിൻ ആണ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. അമോണിയം ക്ലോറൈഡിന് ആഡ് ചെയ്യും. അമോണിയം ക്ലോറൈഡിന് ആഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ അമോണിയം ക്ലോറൈഡിനാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അമോണിയം ക്ലോറൈഡ് ആണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ആണോ? സോറി, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അത് ക്ലോറിൻ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നു? അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സോലബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഉറപ്പിക്കാം ക്ലോറിൻ ആണെന്നുള്ളത്. ഇനി നമുക്ക് കിട്ടുന്നത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി, ബ്രോമിനോ അതേപോലെ തന്നെ അയഡിനോ ആണ്. അത് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പാരിംഗ്ലി സോലബിൾ ആണെങ്കിൽ അത് ബ്രോമിൻ ആണ്, ഇൻസോലബിൾ ആണെങ്കിൽ എന്താണത്? അത് അയഡിൻ ആണെന്ന് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഫോസ്ഫറസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമോണിയം ഫോസ്ഫോ മോളിബിഡേറ്റ് ആണ് യെല്ലോ കളർ തരിക. അതിൻ്റെ റീസൺ അത് ഫോസ്ഫറസ് ഉണ്ടായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ കാൽക്കുലേഷനിൽ വരാൻ പോവാണ്. കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ് മക്കളെ. കൂടുതലൊന്നുമില്ല, വളരെ 5 മിനിറ്റ് നമുക്ക് തീർക്കണം ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഈ കാർബൺ ഹൈഡ്രജൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഇക്വേഷൻസ് പഠിച്ചാൽ നീറ്റ് എക്സാമിനത് മതി നമുക്ക്. അതായത് നമ്മൾ എന്താണ് ഈ ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കുക ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുക. അപ്പം കാർബൺ ഹൈഡ്രജൻ്റെ പരിപാടി നോക്കുകയാണെങ്കിൽ ബേസിക്കലി അവിടെ നീറ്റ് എക്സാമിന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർബൺ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡ് നിന്നും. ഹൈഡ്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വാട്ടർ നിന്നുമാണ്. അങ്ങനെ അറിയുന്ന കാര്യം എന്ന് വിചാരിക്കുന്നു. അപ്പം പെർസെൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നിങ്ങൾക്കറിയാം കാർബൺ എവിടെ നിന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. ഹൈഡ്രജൻ എവിടെ നിന്ന്? വാട്ടർ എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കണമെങ്കിൽ വാട്ടറിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി പോരെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ മാസം എത്രയാണ്? ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസം എത്രയാണ്? 44 അല്ലേ? ആണ്. ഒരു മോൾ. അപ്പോൾ 44 ഗ്രാമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രാം കാർബൺ ഉണ്ടാവും? 12 ഗ്രാം അല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾ ആ റേഷ്യോ അതെടുക്കും. അതായത് ആ വെയിറ്റ്, അതായത് 12 ഡിവൈഡ് ബൈ 44. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കുമ്പോൾ ടെക്നിക്ക്. നിങ്ങൾ പെർസെൻറ്റേജ് കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ എത്ര ഉണ്ട്? 12 ഡിവൈഡ് ബൈ 44 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ഓഫ്, അപ്പോൾ ഒരു ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയുണ്ട്, വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ഈസ് ഇത്ര. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് അങ്ങനെ പറയും. വെയിറ്റ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓർഗാനിക് കോമ്പൗണ്ട് എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 12 ഡിവൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ 44 ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് എന്ന് ചെയ്താൽ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ഡിവൈഡഡ് ബൈ എന്താണ്? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് 100 വിചാരിക്കും. ഓർഗാനിക് കോമ്പൗണ്ട് വെയിറ്റ് 100. ഈ 100 ഗ്രാമുള്ള ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര ഗ്രാം എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് സിമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇങ്ങനെ പറയാം, ഇങ്ങനെ വയ്ക്കാം. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 100 ആണ്. ആൻഡ് 50 ഗ്രാം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് വിചാരിക്കും.
കാർബൺ ഡൈ സംഭരിക്കാൻ. അപ്പോൾ എക്സാം ചോദിക്കുന്നു നിങ്ങളോട് പെർസെൻറ്റേജ് ഓഫ് കാർബൺ എത്ര ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാം 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര 50 ഡിവൈഡ് വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 100 ഇൻറ്റു 100. അപ്പോൾ ഇത് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തിട്ട് മക്കളെ 12 ഡിവൈഡ് ബൈ 44 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എന്താണ് ഒരു 1/4 ഉണ്ട്. ഓൾമോസ്റ്റ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ 1 പോയിന്റ് സംതിങ് ഉണ്ടാവും. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഒരു 15 അടുത്തുള്ള ആൻസർ കിട്ടും ഏകദേശം. അപ്പോൾ അത്രയുമാണ് എന്തുണ്ടാവുക നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. കറക്റ്റ് തെറ്റിപ്പോയോ മക്കളെ, തെറ്റിപ്പോയോ? 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു വെയിറ്റ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമഡ് 50 ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇതന്നെ സാധനം. ഒക്കെ മനസ്സിലായില്ലേ മക്കളെ? യെസ്. അപ്പോൾ 50 ഡിവൈഡ് 44 1 സംതിങ് 12 കറക്റ്റ്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്തുണ്ടാവുക, കാർബണിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവുക. ബാക്കിയൊക്കെ ആരായിരിക്കും മക്കളെ, ബാക്കിയൊക്കെ നമ്മുടെ ആൾക്കാരായിരിക്കും. അപ്പോൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇതാണ് മെത്തേഡ്. കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇതാണ് മെത്തേഡ് കേട്ടോ. മനസ്സിലായോ? യെസ്, ദാറ്റ്സ് എ തിങ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പോൾ നോക്കി എല്ലാവരുടെ കൂടെ ഇല്ലേ? യെസ്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ എന്താണ്? സിമ്പിൾ, ഇതേ ടെക്നിക്ക്. ഒരു മോള് ഹൈഡ്രജൻ എവിടെ കിട്ടുന്നത്, വാട്ടർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഹൈഡ്രജൻ്റെ മാസ് എത്ര ഉണ്ട് വാട്ടറിൻ്റെ അകത്ത്? 2 ആണ്. ഇനി വാട്ടർ മോളിക്കുള്ള വെയിറ്റ് എത്രയാണ്? 1 മോൾ 18 ആണ്. ഇൻറ്റു വെയിറ്റ് ഓഫ് ദി എന്താണ്, വാട്ടർ ഫോംഡ് ഡിവൈഡഡ് ബൈ എന്താണ്, വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. സെയിം സാധനം ഒന്നുമില്ല, സിമ്പിൾ സെയിം സാധനം. ഓക്കെ, റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താ അടുത്ത് പറയുന്നത്, എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ആണ്. നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എന്താ മക്കളെ, 2 മെത്തേഡുണ്ട്. ഒന്ന് ഡ്യൂമാസ് മെത്തേഡുണ്ട്, ജൽദാസും ഉണ്ട്. ഡ്യൂമാസ് ആൻഡ് ജൽദാസ്. ഓക്കെ, ഡ്യൂമാസും ജൽദാസും ഉണ്ട്, നേരെ ഓർത്തിരിക്കുക. ഡ്യൂമാസും ജൽദാസും. അതിനകത്ത് മെയിൻലി ഡ്യൂമാസിൽ നമ്മൾ എന്തൊക്കെ പറയുന്നത് വെച്ചാൽ, ഡ്യൂമാസിനകത്ത് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ജസ്റ്റ് കാണാതെ പഠിച്ചാൽ മതി. എന്താണ്? വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് STP. അതായത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ട്. അതായത് മക്കളെ ഇങ്ങനെ ചോദിക്കും, അതായത് പെർസെൻറ്റേജ് നൈട്രജൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ എത്ര പെർസെൻറ്റേജ് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് 28 ഇൻറ്റു V ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു M, where M is known as mass of the organic compound. അപ്പോൾ നിങ്ങൾ അടുത്ത ഡൗട്ട് എന്താണ് V എന്ന് ചോദിച്ചാൽ, അപ്പോൾ V എന്താണെന്ന് പറഞ്ഞുതരാം. V കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് STP ആണത്. വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് STP എന്ന് പറയും. സോ V എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ, V എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. P1 V1 അറിയില്ല, അപ്പോൾ ഈ ക്വസ്റ്റൻ V2 is equal to P1 V1 ഇൻറ്റു 273 ഡിവൈഡഡ് ബൈ 760 ഇൻറ്റു T1. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, P1 V1 T1 ഈക്വൽ ടു P2 V2 T2 സംഭവമല്ലേ, ആ കമ്പനിക്കാസ് ഇക്വേഷൻ. അവിടെ നമുക്ക് എന്ത് കിട്ടും, V2 കിട്ടും. ആ V2 നിങ്ങൾ വിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതങ്ങനെ ചോദിക്കാറൊന്നുമില്ല. എനിവേ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് പറഞ്ഞ റിവിഷനായി പറഞ്ഞൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ജൽദാസ് മെത്തേഡിലാണെങ്കിൽ എന്താ പ്രത്യേകത, അവിടെ നൈട്രജൻ ഇസ് കമ്പൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ജൽദാസിൽ എന്താ പ്രത്യേകത, ജൽദാസിൽ നൈട്രജൻ എന്തായിട്ടാണ് മാറാം, നൈട്രജൻ ഈസ് കൺവേർട്ടഡ് അമോണിയ ആയിട്ടാണ് മാറാം. നൈട്രജൻ എങ്ങനെ കിട്ടാൻ പോയി, ജൽദാസിൽ അമോണിയ ആയിട്ടാണ് കിട്ടട്ടോ. എന്താണ് നൈട്രജൻ കൺവേർട്ടഡ് അമോണിയാണ് ജൽദാസ് മെത്തേഡ്. അവിടെ നൈട്രജൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പേഴ്സൺ നൈട്രജൻ ഈക്വൽ ടു 1.4 ഇൻറ്റു മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 2 ഇൻറ്റു V മൈനസ് അങ്ങനെ കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഒന്ന് NCERT നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊന്ന് നോക്കിക്കുക എല്ലാവരും എൻ്റെ കൂടെ. ഡ്യൂമാസും ജൽദാസുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ അല്ലെങ്കിൽ അത് നോക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നോക്കിയാൽ മാത്രം മതി. പഠിക്കാൻ അത് ഇപ്പം ഫുള്ളൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളൊരു റിവിഷൻ സമയമല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച കുട്ടികളെന്ന് എനിക്കറിയാം. സോ ഡ്യൂമാസ് മെത്തേഡിൽ എന്താ പ്രത്യേകത, ഡ്യൂമാസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇക്വേഷൻ എന്താ, ഇക്വേഷൻ ഇതാ, വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ എന്താ, പറ എന്താണ്, V ഈക്വൽ ടു P1 V1 ഇൻറ്റു 273 ഡിവൈഡ് ബൈ 760 T1 ഇങ്ങനെ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന V എവിടെ കൊടുത്താൽ മതി, പേഴ്സണൽ നൈട്രജനിൽ കൊടുക്കുക. അതായത് പേഴ്സണൽ നൈട്രജൻ ഈസ് ഈക്വൽ ടു 28 ഇൻറ്റു V ഇൻറ്റു 100 ഡിവൈഡ് ബൈ 22,400 ഡിവൈഡ് ബൈ M. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ ചോദ്യം ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവരും ഈ ചോദ്യം ചെയ്താൽ നമുക്ക് സംഭവം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യുക പേഴ്സണൽ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കൊടുക്കുക. 28 ഇൻറ്റു എന്താണ് V ഡിവൈഡഡ് ബൈ 22/24 ഇതാണ് സാധനം അല്ല, ഇക്വേഷൻ അല്ലേ. 28 ഇൻറ്റു V ഇൻറ്റു 100 മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് കൊടുക്കണം ഇവിടെ, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇതാണ് സാധനം. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയാത്ത ഡാറ്റ എന്താ, ഡാറ്റ പേഴ്സണൽ നൈട്രജൻ ആണ് കാണിച്ചത്.
ഈ വി അറിയത്തില്ല. ഈ വി എന്ന് പറയുന്നത് എന്താ, വി കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. വി നോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു P1 V1 അല്ലേ, P1 V1 T2 എന്ന് പറഞ്ഞാൽ എത്ര 273, P1 V1 അല്ലേ, അങ്ങനെയല്ലേ, P1 V1 ഇൻറ്റു 273 ഡിവൈഡ് ബൈ P1 V1 ഇൻറ്റു 273 ഡിവൈഡ് ബൈ P2 എന്ന് പറഞ്ഞാൽ 760 മില്ലിമീറ്റർ മെർക്കുറിയാണ്, 760 ഇൻറ്റു അടുത്തത് T1 എനിക്കറിയത്തില്ല, അത് കൊടുത്തു. P1 V1 T2 ഡിവൈഡ് ബൈ P2 V2 T1 എന്നാണ്. ഓക്കെ അല്ലേ, അപ്പോൾ P1 V1 T2 ഡിവൈഡ് ബൈ, ഇപ്പോൾ നമുക്ക് സംഭവം എന്താ, സംഭവം എത്രയിലോടാ, P1 V1 T2 ഇസിക്കൽ P2 V2 T1 എന്നാണ്. സോ എന്താ കണ്ടുപിടിക്കണം, എനിക്ക് V2 കണ്ടുപിടിക്കണം. സോ V2 ഇസിക്കൽ ടു P1 V1 T2 ഡിവൈഡ് ബൈ P2 T1. ഇതാണ് സാധനം. ഇത് ഞാൻ ജസ്റ്റ് അപ്ലൈ തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്താൽ, ഞാൻ എന്തൊക്കെ അപ്ലൈ ചെയ്തു, ഞാനിപ്പോൾ ഇതാ എന്താ കണ്ടുപിടി V2 കണ്ടുപിടിക്കാണ്. സോ ഇങ്ങനെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും മക്കളെ, ഇവിടെ ആക്ച്വൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത, ഇവിടെ P1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. P1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 700 V1 എന്ന് പറഞ്ഞാൽ ഇവിടെ വോളിയം വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 50 ml, സോ 50 ml എന്ന് കൊടുത്തു. എന്താ P1 എന്ന് പറഞ്ഞാൽ, P1 എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണം, അവിടെ 715 പ്രഷർ എന്ന് പറയുന്നുണ്ട് ആക്ച്വലി, പക്ഷെ അത് P1 ആണോ, അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ആക്ച്വൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നോക്കി എല്ലാവരും നോക്കിയേ, അക്വസ് ടെൻഷൻ ഉണ്ട് ഇവിടെ, അക്വസ് ടെൻഷൻ ഒഴിവാക്കിയ പ്രഷർ നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇതൊരു ചോദ്യമാണ്, ഒരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്, മാർക്ക് ചെയ്ത് വെക്കണം. അതായത് ആക്ച്വൽ പ്രഷർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പ്രഷർ മൈനസ് അക്വസ് ടെൻഷനാണ്. അപ്പോൾ അവിടെ അക്വസ് ടെൻഷൻ പ്രഷറും 15 മില്ലിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 15 മില്ലിമീറ്റർ മെർക്കുറി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 700 mm എന്ന് കിട്ടും. അപ്പോൾ 700 ആണ് നിങ്ങളോട് കൊടുക്കേണ്ടത്. ഇനി 273 ഡിവൈഡഡ് ബൈ 760 ഇൻറ്റു അടുത്തെന്താ T1 ടെമ്പറേച്ചർ ആണ്. ഫസ്റ്റ് ടെമ്പറേച്ചർ എന്താ 300 കെൽവിൻ എന്ന് പറയുന്നുണ്ട്. സോ 300 ഇത് ചെയ്താൽ എനിക്ക് ഒരു വാല്യൂ കിട്ടും, അതാണ് 41.9 ml എന്ന് കിട്ടും. അതാണ് എന്ത് V എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ V2. ആ V എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയി. മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് എന്താ, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.3 ആണ്. സോ ആൻസർ 17.46% ഇത് കിട്ടും. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. കാരണം ചിലപ്പോൾ ഇതന്നെ എന്ത് ചെയ്യും എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ചോദിക്കാൻ ചാൻസ് വളരെ റയർ ആണ്, ബട്ട് എന്ത് ചെയ്യും, ഒരു തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ, ഇതാണ് ഡ്യൂമാസ് മെത്തേഡ് വഴിയുള്ള പരിപാടി. ജൽദാസ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നൈട്രജൻ കിട്ടുന്നത്, നൈട്രജൻ കിട്ടുന്ന അമോണിയ എന്ന് പറയുന്ന ഫോമിലാണ് നൈട്രജൻ നമ്മൾ കിട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. ഇനി അതിൻ്റെ ഇക്വേഷനൊക്കെ ഉണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതാണ് ഇക്വേഷനൊക്കെ പറയുന്നത്. ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത്, പേഴ്സണൽ നൈട്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കണ്ട് നോട്ടാൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, ചോദിക്കാൻ ചാൻസ് വളരെ റയറാണ്. ഓക്കെ, അതിന് പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് മക്കളെ കാരിയസ് മെത്തേഡ്, ഹാലജൻ. അടുത്താണ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. നമുക്ക് കിട്ടുന്ന കാരിയസ് മെത്തേഡ് വഴിയാണ്. എന്താണ് കാരിയസ് മെത്തേഡ്? ഓക്കെ, കാരിയസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കാർബണും അതേപോലെ തന്നെ ഹൈഡ്രജനും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് മാറും. അത് നമുക്ക് ഇത് കാരിയസ് മെത്തേഡ് കണ്ടുപിടിക്കാം. അതേപോലെ ഹാലജൻ എന്തായിട്ട് മാറുക, ഹാലജൻ ഹാലൈഡേറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഹാലജന് സിൽവർ ഹാലൈഡേറ്റാണ് മാറുക. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയോഡൈഡ് ഇല്ല, ഓൾറെഡി പഠനമാണ്. അപ്പം കാർബൺ ഹൈഡ്രജനൊക്കെയാണ് കാർബൺ ഡൈഓക്സൈഡ് വാട്ടറാണ്. അതങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മാസ് ഓഫ് ദി ഹാലജൻ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എനിക്ക് സിൽവർ ഹാലജൻ ഉണ്ട്, അതിനകത്ത് സിൽവർ ഹാലൈഡ് ഉണ്ട്, അതിനകത്ത് ക്ലോറിനും ബ്രോമിനും ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. സോ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനകത്തുള്ള എങ്ങനെ കണ്ടുപിടിക്കുക, കാർബൺ, വാട്ടറിനകത്ത് ഹൈഡ്രജൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഓൾറെഡി പഠിപ്പിച്ച അതേ മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സിൽവർ ക്ലോറൈൻ്റെ അകത്ത് എത്ര ക്ലോറിൻ ഉണ്ട്, ഒരു സിൽവർ ക്ലോറിനകത്ത് ഒരു മോളെ സങ്കല്പിക്കുക. അതിനകത്ത് ഒരു ക്ലോറിൻ്റെ മോളിലെ വെയിറ്റ് എത്രയാണ്, മോളിക്കുലർ മാസ് ഓഫ് ക്ലോറിൻ 35.5 ആണ്. ഇനി സിൽവർ ക്ലോറിൻ്റെ മാസം എത്രയാണ്, അത് 143.5, കാരണം സിൽവറിൻ്റെ മാസം 108. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വെയിറ്റ് ഓഫ് ദി സെയിം മെത്തേഡ്, വെയിറ്റ് ഓഫ് AgCl ഫോമഡ്, AgCl ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100, വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100, ഇതേ സെയിം സാധനം. ഇങ്ങനെ ബ്രോമിൻ ആണെങ്കിലോ പെർസെൻറ്റേജ് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രോമിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 ആണ്. മൊത്തം പേര് 108 + 80 188 ഉണ്ടാകും. സോ ഇൻറ്റു ഇതേ സാധനം വെയിറ്റ് ഓഫ് ദി AgBr ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻറ്റു 100, സെയിം മെത്തേഡ്. ഇനി നിങ്ങളാണ് വെയിറ്റ് ഓഫ് പേഴ്സൺ അയഡിൻ പറഞ്ഞത്, പേഴ്സൺ അയഡിൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അയഡിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 127 ആണ്. ഡിവൈഡഡ് ബൈ 127 + 108 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 235 എന്ന് കിട്ടും. ഇത് സെയിം വെയിറ്റ് ഓഫ് ദി അയഡിൻ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് 100. ഇനി നമുക്ക് സൾഫറിന് എസ്റ്റിമേഷൻ ആണെങ്കിൽ, എസ്റ്റിമേഷൻ ഓഫ് സൾഫർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൾഫർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ബേരിയം സൾഫേറ്റ്, എവിടെയാണ് ബേരിയം സൾഫേറ്റിൻ്റെ അകത്താണ് സൾഫറിന് കിട്ടുക. സോ ഇതേ മെത്തേഡ് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് സൾഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൾഫറിന് ഒരു 32 ആണ്. ഡിവൈഡ് ബൈ 233 ഇൻറ്റു വെയിറ്റ് ഓഫ് ദി സൾഫർ ഫോംഡ് ഡിവൈഡഡ് ബൈ എന്താണ്, വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ഞാൻ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു പോകുന്നത്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഇമ്പോർട്ടൻസ് ഇല്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ടെക്നിക്സ് ആണ്. ഇനി ഫോസ്ഫറസ് ഞങ്ങളോട് പറഞ്ഞു, മഗ്നീഷ്യം, ഫോസ്ഫറസ് നമ്മൾ എവിടുന്ന കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റ്, അതായത് ഇതൊക്കെ ഞങ്ങളോട് പഠിപ്പിച്ചാണ്, പറഞ്ഞു കഴിഞ്ഞാണ് എന്ത് ചെയ്യാൻ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫോസ്ഫറസ്, അതുകൂടെ നോക്കിക്കേ, ഫോസ്ഫറസ് കിട്ടുന്ന എവിടെയെന്ന് വെച്ചാൽ മക്കളെ,
ഫോസ്ഫറസ് എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം വെച്ചാൽ ഇവിടെ Mg2P2O7 ഈ സാധനമുണ്ട്. ഇവിടെ നിന്നാണ് ഫോസ്ഫറസ് കിട്ടുന്നത്. Mg2P2O7 ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേരാണ് മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റ്. അപ്പോൾ Mg2P2O7 എന്നാണ് ഫോസ്ഫറസ് കിട്ടുന്നത്. അപ്പോൾ അയാളെ വെയിറ്റ് കൂടി കണ്ടുപിടിക്കണം. ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 222 ആണ്. 222. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ Mg2P2O7 ഫോസ്ഫറസിന് വെയിറ്റ് എത്രയാണ്? 62 ഉണ്ടാവും. 31 ഒരു ഫോസ്ഫറസിന്. മൊത്തം വെയിറ്റ് 222 ഇൻറ്റു വെയിറ്റ് ഓഫ് എന്താണ്? വെയിറ്റ് ഓഫ് Mg2P2O7 ഫോർമുല ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ചെയ്യുക. സോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഫോസ്ഫറസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? Mg2P2O7 എന്നാണ്. ഇനി ഓക്സിജൻ ആണെങ്കിലോ? ഓക്സിജൻ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്സിജൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഓക്സിജൻ കിട്ടുന്നത് ഓക്സിജൻ കിട്ടുന്നത് എവിടെ മക്കളെ? ഓക്സിജൻ എന്താ 5CO, അതായത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ മാസം എത്ര ഉണ്ടാവും? 12ഉം 16ഉം എത്ര ഉണ്ടാവും മക്കളെ? ഇത് മനസ്സിലാക്കണ എത്രയേ ഉള്ളൂ. സിമ്പിളായി മനസ്സിലാക്കണം. ഈ ഒരു സാധനം പഠിച്ചാൽ മതി. നിങ്ങൾ പേഴ്സൻറ്റേജ് ഓക്സിജൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 32 ഡിവൈഡഡ് ബൈ 88 ഇൻറ്റു മാസ് ഓഫ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഒരു സിമ്പിൾ സാധനമാണ്. പഠിച്ചു വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഇക്വേഷൻ. കാരണം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 88 ഗ്രാം എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഒബ്റ്റൈൻഡ് ഇഫ് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ലിബറേറ്റ്. അതായത് 32 ഗ്രാം നമ്മൾ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 82 ഗ്രാം എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് 32 ഗ്രാം ഓക്സിജൻ എന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റൻ കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പഠിക്കാനുള്ളത്. ക്വാളിറ്റേറ്റീവ്. സോ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലോണം വൃത്തിക്ക് ചെയ്യുക. പ്രോബ്ലംസ് ഒക്കെ നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ കിടക്കാം. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ മക്കളെ എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കുക. ഇപ്പം തന്നെ തീർക്കണം. നമുക്ക് സമയമില്ല, പെട്ടെന്ന് തീർക്കണം. യെസ് മക്കളെ, എല്ലാവരും നോക്കിയേ. ക്വസ്റ്റൻ നമ്പർ 1 ഫസ്റ്റ് ക്വസ്റ്റൻ ആണിത്. ദ IUPAC നെയിം ഫോർ ദ കോമ്പൗണ്ട് CH3CH. അതായത് കാണുന്നില്ല? CH3CH ഡബിൾ ബോണ്ട് CH2CH2CH3. മക്കളെ ഇതൊക്കെ നീറ്റ് എക്സാമിൻ്റെ സ്ഥിരം പാറ്റേണാണ്. നീറ്റ് എക്സാമിന് സ്ഥിരം, ഇപ്പോൾ റീസെൻ്റ്ലി കാണുന്ന നീറ്റ് എക്സാമിന് സ്ഥിരം പാറ്റേണാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ നമ്മൾ ചാടി കയറി ചെയ്ത് തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പാരന്റ് ചെയിനകത്ത് നിങ്ങൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ നമ്പർ ചെയ്താൽ 2 3 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട് പെൻറ്റാന്ന് വിചാരിച്ചാൽ തെറ്റാ മക്കൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ആകുന്നില്ല? കാർബൺ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആകുന്നില്ല. സോ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുന്നത് അത് ഇൻക്ലൂഡ് ആകുന്ന രൂപത്തിലാണ് നമ്മൾ നമ്പർ ചെയ്യാൻ. അല്ലാതെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ചെയിൻ കാർബൺ ആറ്റം കൂടുതൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുന്ന കൂടെ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിലാണ് എടുക്കാൻ. സോ ഏറ്റവും നല്ല എന്താണ്? 1 2 3 4. ഞാൻ എന്തുകൊണ്ട് റൈറ്റിക്ക് പോയില്ല? റൈറ്റിക്ക് പോയിരുന്നെങ്കിൽ എന്താ പ്രത്യേകത? 1 2 3 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തില്ല ഈ ബ്രാഞ്ച് നമ്പർ കൊടുക്കാൻ കഴിയില്ല. സോ ഏറ്റവും ബെറ്റർ എന്താണ്? ഇവിടുന്ന് പോകും. ഇവിടെ നമ്മൾ 2-ൽ ഒരു ബ്രാഞ്ച് കിട്ടി, 3-ൽ മറ്റൊരു ബ്രാഞ്ചും കിട്ടി. ഇപ്പോൾ 2 ബ്രാഞ്ച് കിട്ടും. അതല്ല നല്ലത്. യെസ്, കറക്റ്റ് അതാണ്. സോ എന്നിട്ട് മക്കളെ 2-ൽ ഇഥൈലുണ്ട്, 3-ൽ മിഥൈലുണ്ട്, ബ്യൂട്ട് 1 കിട്ടും. 2 മിഥൈൽ 2 ഇഥൈൽ 3 മിഥൈൽ ബ്യൂട്ട് 1. ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇനി ഇത് കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് IUPAC നെയിം പറഞ്ഞേ. ഈ കോമ്പൗണ്ടിന് IUPAC നെയിം പറഞ്ഞ എല്ലാ കുട്ടികളും നോക്കിയേ. ഇതൊക്കെ നീറ്റ് എക്സാമിൻ്റെ ചോദ്യങ്ങളാണ്. ഇത് നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുക കൂടുതലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ടിസ്റ്റ്. സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന് ഇവിടെ 1 കൊടുക്കും. 1 കൊടുത്തു. ഇയാൾക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ബ്രാഞ്ച് ഇവിടെ അല്ലേ, അപ്പോൾ ഇയാൾക്ക് 2 കൊടുക്കും. അത് തെറ്റാ. കാരണം എന്താ? ഇയാളെക്കാണ് പ്രയോറിറ്റി എടുക്കുക. ഈ പറയുന്നത് ഇത് ഡബിൾ ബോണ്ടിനാണ്. ഇതൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇയാൾക്ക് 1 കൊടുത്താൽ പിന്നെ ഈ പറഞ്ഞ അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പിന് കാരണം പ്രയോറിറ്റി റൂളുകൾ പഠിച്ചല്ലേ? പ്രയോറിറ്റി റൂൾ പഠിച്ചാൽ ഈ OH കഴിഞ്ഞാൽ ആൾക്കോൾ കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ടിനാണ് ആരെക്കാണ് പ്രയോറിറ്റി? ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻസിന് പ്രയോറിറ്റി എടുക്കുന്ന ഡബിൾ ബോണ്ടിനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആൽക്കോൾ കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിൽ നമ്പർ ചെയ്യണം. എന്ന് വെച്ചാൽ 1 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. സോ നിങ്ങൾ നോക്കേണ്ടത് 5-ൽ മിഥൈലുണ്ട്, പിന്നെന്താണ്? സൈക്ലോപെൻറ്റീൻ ആണ്. അതിൽ രണ്ടാമത്തിൽ എന്തുണ്ട്? ഈനുണ്ട്, ഒന്നാമത്തിൽ ഓളും ഉണ്ട്. സോ 5 മിഥൈൽ സൈക്ലോപെൻറ്റീൻ 2 ഈൻ 1 ഓൾ എന്ന് കൊടുക്കാം. സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ചോദ്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. മനസ്സിലാക്കിയത് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ബെൻസിനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്. മക്കളെ അനിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അനിലിൻ. ഈ ചങ്ങയല്ലേ അനിലിൻ? ഇത് ബെൻസിനോയിഡ് അല്ലേ? ബെൻസിനോയിഡ് ആണ്, നോ ഡൗട്ട്സ്. ബെൻസോയിക് ആസിഡ് ഓഫ് കോഴ്സ് ബെൻസിനോയിഡ് കോമ്പൗണ്ടാണ്. ആന്ത്രസീൻ 3 ബെൻസീറിങ്ങുള്ള സംഭവം ഞാൻ ഓൾറെഡി പഠിപ്പിച്ച ഞങ്ങളെ അല്ലേ? പഠിപ്പിച്ച 3 ബെൻസീറിങ് വരുന്നത്. അപ്പോൾ എന്താ? അതും ബെൻസീനോയിഡാണ്. ട്രൊപ്പലോൺ എന്ന് പറയുന്ന സാധനം, ട്രൊപ്പലോൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഇങ്ങനൊരു വികൃതമായുള്ള സ്ട്രക്ചറാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ട്രൊപ്പലോൺ എന്തല്ല? ഒരിക്കലും എന്തല്ല ബെൻസിനോയിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ ആൻസർ എന്താണ്? ട്രൊപ്പലോൺ. ഇനി അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സ്ഥിരമായ രീതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്.
എന്താണ് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചതാ. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ആർക്കാ പ്രയോറിറ്റി? ഡബിൾ ബോണ്ടിന് മോർ പ്രയോറിറ്റി ദാൻ ട്രിപ്പിൾ ബോണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഡബിൾ ബോണ്ടാണ് ട്രിപ്പിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി. സോ നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നമ്പർ ചെയ്താൽ 1 2 3 മൂന്നാമത്തെ കാർബണിന് ഡബിൾ ബോണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് എന്താ 1 2 രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. സോ 1 2 3 4 5 അതായത് രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ടും നാലാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ടും. സോ ആൻസർ എന്താ മൊത്തം 5 കാർബൺ. സോ Pent2ene 4YNE കിട്ടും. Pent2ene 4YNE. നിങ്ങൾ മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ പ്രയോറിറ്റി ഫോർ ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദ IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നാണ് ചോദ്യം. ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. അസറ്റിക് ആസിഡ് ഇസ് മോർ ഏറ്റവും പ്രയോറിറ്റി ഉള്ള അസറ്റിക് ആസിഡ് COOH, പിന്നെ SO3H, ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചാണ്. പിന്നെ എന്താണ് അമൈഡ് വരും, പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചതാണ്. പിന്നെ നിങ്ങൾ പറയാം ആൽഡിഹൈഡും കീറ്റോണും ആൽക്കഹോളും വരുമ്പോൾ പ്രയോറിറ്റി ആൽഡിഹൈഡിന് കൂടുതൽ, പിന്നെ കീറ്റോൺ, പിന്നെ ആൽക്കഹോൾ. കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് വരിക, ഇതിൽ ഉറപ്പായിട്ട് ഇതാണ് ഓപ്ഷൻ ബി ആണ് വരിക. ഓപ്ഷൻ ബി ആണ്, നോ ഡൗട്ട്സ്. ഇനി അടുത്ത മക്കൾ ആരാണ്? അടുത്തത് വിച്ച് നോമൻക്ലേച്ചർ ഇസ് നോട്ട് അക്കോർഡിംഗ് ടു IUPAC സിസ്റ്റം. IUPAC സിസ്റ്റം വിപരീതമായിട്ട് തെറ്റാതെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റ്. അത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും മക്കളെ. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം, പൊട്ടൻഷ്യൽ ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് നോക്കുമ്പോൾ ഇയാളാണ് നെയിം ചെയ്യുമ്പോൾ എങ്ങനെ നെയിം ചെയ്യാം? നമുക്ക് ഡബിൾ ബോണ്ടും ഉണ്ട്, ബ്രാഞ്ച് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആർക്ക് കൊടുക്കുന്ന നമ്പറിങ്? ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ ഇടുന്ന രൂപത്തിൽ വേണം നമ്മൾ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമുക്ക് അറിയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്പർ 1 കൊടുക്കണം, ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 3. അപ്പോൾ 3 ബ്രോമോ പ്രൊപ്പ് 1 എന്നാണ് വേണ്ടത്. അത് തെറ്റാ, വളരെ പൊട്ട തെറ്റാത്. കാരണം എന്താ വേണ്ടതായിരിക്കും? 3 ബ്രോമോ പ്രൊപ്പ് 1 എന്നാണ് വേണ്ടത്. അപ്പോൾ ഇത് തെറ്റാ മക്കളോ, നോ ഡൗട്ട്സ്. തെറ്റാണ്, ഇത് തെറ്റാന്ന് കാര്യം ഒരു സംശയം വേണ്ട, തെറ്റാ. ഇതിൻ്റെ പേരിവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. ഇതെന്താ സംഭവം? ഇതാണെങ്കിൽ നമുക്കിങ്ങനെ 1 2 3 4 5. ഞാൻ എന്തുകൊണ്ട് റൈറ്റ് ലെഫ്റ്റ് കൊടുത്തില്ല? റൈറ്റ് ലെഫ്റ്റിക്കാണ് 3 ബ്രാഞ്ച് വരിക, ലെഫ്റ്റ് റൈറ്റിക്കാണ് 2 ബ്രാഞ്ച് വന്നു. സോ അത് ഏതാ നല്ലത്? ലെഫ്റ്റ് റൈറ്റുള്ള നല്ലത്. സോ 2 മിഥൈലുണ്ട്, 3 ഫിനൈലുണ്ട്, മൊത്തം എന്താ പെൻറ്റെയിൻ ആണ്. സോ 2 മിഥൈൽ 3 ഫിനൈൽ പെൻറ്റെയിൻ. ഞാൻ എന്തുകൊണ്ട് ആദ്യം ഫിനൈൽ പറഞ്ഞില്ല? അപ്പോൾ ABCDEFGHIJKLMNP M കഴിഞ്ഞിട്ടാണ് P വരുന്നത്. സോ 2 മിഥൈൽ 3 ഫിനൈൽ പെൻറ്റെയിൻ. റെഡി അല്ലേ? നെക്സ്റ്റ് ഇത് നോക്കിയാൽ മക്കളെ 1 2 ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ അസറ്റിക് ആസിഡാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ അതിനെന്ത് ചെയ്യണം? മിനിമം നമ്പർ എടുക്കണം. ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് 2 ഉണ്ട്, അസറ്റിക് ആസിഡും ഉണ്ട്, കീറ്റോണും ഉണ്ട്. അത് നല്ലത് മോർ പ്രയോറിറ്റി ആരാ? അസറ്റിക് ആസിഡാണ്. സോ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് അല്ലെ കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. സോ ഇവിടെ 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 4 5 6. 5 ആരുണ്ട്? കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. കീറ്റോന്റെ പ്രിഫിക്സ് എന്താ? ഓക്സോയാ. മറ്റേ സഫിക്സ് എന്താ? ഓണ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കണം? പ്രിഫിക്സ് ഉപയോഗിക്കണം. ബിക്കോസ് എന്താ? അത് ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല, മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ബ്രാഞ്ച് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആക്ട് ചെയ്യുക. സോ എന്താ? അല്ലെങ്കിൽ എന്താ നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങൾ അതിന് പ്രിഫിക്സ് കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കൊടുക്കണം മക്കളെ? ഓക്സോ എന്ന് കൊടുക്കണം. 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ്. സിമ്പിൾ, ഓൾറെഡി നിങ്ങൾ പഠിപ്പിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഇത് നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. എവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഡബിൾ ബോണ്ടിനെ ഇൻക്ലൂഡ് ചെയ്ത നമ്പർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. നേരെ കൊടുത്താൽ തെറ്റും, കാരണം ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആവില്ല. അപ്പോൾ ആകെ പോസിബിലിറ്റി എന്താണ്? ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ ചിന്തിക്കും ലെഫ്റ്റിക്ക് പോകണം, റൈറ്റിക്ക് പോകണം, അല്ലെങ്കിൽ താഴോട്ട് പോകണം എന്നുള്ളത്. ലെഫ്റ്റിക്ക് പോവുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് 6 കാർബണാറ്റം തന്നെ കിട്ടും, ഒരു കുഴപ്പമില്ല, 6 എണ്ണം കിട്ടും. പക്ഷേ എന്താണ് പ്രത്യേകത? അവിടെ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചേ കിട്ടത്തുള്ളൂ, ഒരു വലിയ ബ്രാഞ്ച്. ഇനി നിങ്ങൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ 2 ബ്രാഞ്ചിന് പോസിബിലിറ്റി. അതായത് ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് എന്താ കിട്ടും മക്കളെ? നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബ്രാഞ്ച് കിട്ടും, ഇവിടെ ഒരു ബ്രാഞ്ച് കിട്ടും. അപ്പോൾ അതല്ലേ നല്ലത്, അതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ ഉണ്ടാവുക? 1 2 3 4. 3 എന്തുണ്ട്? 3 പ്രൊപ്പൈലുണ്ട്, 4 എന്തുണ്ട്? ഇഥൈലുമുണ്ട്. അങ്ങനത്തെ ഹെക്സീനാണുള്ളത്. അപ്പം എന്താ ആൻസർ ഉണ്ടാവുക? 4 ഇഥൈൽ, കാരണം ആൽഫബറ്റിക് ഓർഡർ ഇഥൈൽ ആദ്യം പറയണം. സോ ഈ 4 ഇഥൈൽ, 3 എന്തുണ്ട്? പ്രൊപ്പൈലുണ്ട്, ഹെക്സ് ഉണ്ട്, അതുപോലെ 1 എന്തുണ്ട്? ഈനും ഉണ്ട്. സോ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി വരും. അതായത് 4 ഇഥൈൽ 3 പ്രൊപ്പൈൽ ഹെക്സ് 1 എന്ന് കിട്ടും. ശരിയല്ലേടാ? ശരിയല്ല? എല്ലാവർക്കും ശരിയല്ലേ? കിട്ടുന്നില്ലേ? എനി ഡൗട്ട്സ്? ഒരു ഡൗട്ടും ഇല്ല. ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ പെൻറ്റെയിൻ ആൻഡ് 2 മിഥൈൽ ബ്യൂട്ടേൻ ആർ പെയർ ഓഫ് എന്നാ ചോദ്യം. മക്കളെ ഇതെന്താ സംഭവം? നോർമൽ പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബാലൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതാണ് നോർമൽ പെൻറ്റെയിൻ. ഇതെന്താ? 2 മിഥൈൽ ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 2 മിഥൈൽ ബ്യൂട്ടേൻ എന്ന് പറയുന്നത്. ഈ 2 പേരും എന്താ മക്കളെ? ദേ ആർ ചെയിൻ ഐസോമേഴ്സ്. എന്താണ്? ചെയിൻ ഐസോമറാണ്. ചെയിൻ ഐസോമർ മറ്റൊരു പേരാണെന്ന് മക്കളെ, ദിസ് ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ചെയിൻ ഐസോമർ മറ്റൊരു പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരൊക്കെ എന്താണ്? അതൊക്കെ ഒപ്റ്റിക്കൽ ഐസോമറുമായി ബന്ധപ്പെട്ടത്. ഇയാളുമായി യാതൊരു ബന്ധവുമില്ല. സോ നിങ്ങൾ ഇത് 3 എല്ലാം ഉറപ്പാണ്. സോ ആൻസർ എന്താവുക? ഓപ്ഷൻ 4 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമർ ഫോർ C6H14 ഈസ്. നമ്മൾ ആക്ച്വലി ഈ സ്ട്രക്ചറൽ ഐസോമേഴ്സിന് നമ്പർ ചോദിച്ചാൽ നമ്മൾ പെടും സാധാരണ. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിഞ്ഞു വെക്കാൻ പറ്റും. അതായത് നമുക്കറിയാം C5 പെൻറ്റെയിൻ ആണെങ്കിൽ അത് 3 ആണെന്നും, അതുപോലെ ഹെക്സീൻ ആണെങ്കിൽ അത് 5 ആണെങ്കിലും നമ്മളൊരു പഠിക്കാറുണ്ട്. 3 5 അങ്ങനെ പഠിക്കും. എനിവേ ഞാൻ നിങ്ങൾ ഇത് പഠിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, വരയ്ക്കാൻ തന്നെ പറയാം. കാരണം സ്ട്രക്ചറൽ ഐസോമർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ ആ താരക്കുണ്ട് ചെയിൻ എണ്ണം, പൊസിഷൻ, ഫംഗ്ഷനൊക്കെ ഉണ്ടാവും. ഇത് ആൽക്കൈൻ മാത്രം ആയതുകൊണ്ട് എന്തില്ല?
പൊസിഷൻ ഐസോമേഴ്സും ഇതിന് പൊസിഷനോ അല്ലെങ്കിൽ ഫംഗ്ഷനോ പോസിബിലിറ്റി ഇല്ല. ഇനി ഇവിടെ ഹൈഡ്രജൻ മാറി ഇവിടെ ക്ലോറിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ മേ ബി എന്തുണ്ട് അവിടെ പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടാവും, ഫംഗ്ഷൻ ഐസോമേഴ്സ് ഒക്കെ പോസിബിലിറ്റി ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ക്ലോറിൻ മാറ്റി ഇവിടെ ഓച്ചിനെ ഇരുത്താം, അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലാവുന്ന ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിവേ ക്ലോറിൻ ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിക്കും C6H13Cl എന്ന് വിചാരിക്കും, വെറുതെ വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ ക്ലോറിൻ അങ്ങോട്ട് കൂടി മാറ്റി കളിപ്പിച്ചുകൂടാ. അപ്പോൾ പൊസിഷൻ ഐസോമേഴ്സിന് പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചെയിൻ ഐസോമേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തില്ല, അങ്ങനെ പോസിബിലിറ്റി ഇല്ല. ഇവിടെ ആര് മാത്രമേ ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വരച്ച് കാണിച്ചു തരാം എങ്ങനെ നോക്കേണ്ടത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, 5 കാർബൺ. ഇതിപ്പോൾ എന്താ ഹെക്സൈനാണ്, ഹെക്സൈൻ. അപ്പോൾ 6 കാർബൺ. നിങ്ങൾക്ക് 5 കാർബൺ വരച്ചൂടെ? 5 കാർബൺ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കാം. ഇപ്പോൾ 2 പോസിബിലിറ്റി ആയി. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ, എഗെയിൻ നിങ്ങൾ 5 കാർബൺ വരയ്ക്കുന്നു. ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുത്തൂടെ, ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്ത എന്ത് പ്രശ്നം, ഇവിടെ കൊടുത്ത ആദ്യം വരച്ചപ്പോൾ തന്നെ. അപ്പോൾ 3 എണ്ണമായി. ഇനി എന്ത് ചെയ്യാം, 4 കാർബൺ ആയിക്കൂടെ, 4 കാർബൺ ആക്കി. ഇത് ബ്രാഞ്ച് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെ ബ്രാഞ്ച് കൊടുത്താൽ എന്താ, സെയിം സാധനം തന്നെ, സെയിം സാധനം. അപ്പോൾ അത് ഇനി വരയ്ക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ, 3 കാർബൺ ആക്കുക, ഇവിടെ 1 ഇവിടെ 1. അങ്ങനെ മൊത്തം 5 എണ്ണം കിട്ടും. എത്ര കിട്ടും, 5 എണ്ണം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, 3ന് 2 കാർബൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ 2 കാർബൺ ആക്കാൻ പറ്റൂല. ഓക്കെ, മിനിമം 3 കാർബണെങ്കിലും വേണം. സോ അതാണ് കൺസെപ്റ്റ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഫംഗ്ഷണൽ ഐസോമേഴ്സ്. വളരെ സിമ്പിൾ ചോദ്യം. കാരണം എന്താ, ഫംഗ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആൽക്കഹോളും അതേപോലെ ഇതറും എന്താ ഫംഗ്ഷൻ ഐസോമർ. ആൽഡിഹൈഡും കീറ്റോണും ഫംഗ്ഷൻ ഐസോമർ. അതേപോലെ നിങ്ങൾ നോക്കിക്കേ, സെയിം മോളിക്കുലർ ഫോർമുല ആണ് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടാവും. നൈട്രോ ആൽക്കിൻ എന്ന് പറയുമ്പോൾ നൈട്രോ ആൽക്കിൻ RNO2 ആണ് നൈട്രോ ആൽക്കിൻസ്. ആൽക്കൈൽ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ RONO. രണ്ടും സെയിം അല്ല, രണ്ടും സെയിം. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ഐസോമറാണ്. ആൽക്കൈൽ നൈട്രൈൽ എന്ന് പറയുമ്പോൾ RCN, ഇതാണ് ആൽക്കൈൽ നൈട്രൈൽ. എന്നാൽ കാർബലമൈൻ RNC, രണ്ടും സെയിം, രണ്ടും സെയിമാണ്. ആൽക്കഹോൾ CH3CH2OH ആൽക്കഹോൾ എന്ന് വിചാരിക്കും. ഇനി അതിൻ്റെ ഇതറെന്താ CH3OCH3, സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ്, അതും കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദ ഫംഗ്ഷണൽ ഐസോമർ എല്ലാം എന്താണ്, ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ ഉണ്ടാവുക. ഓൾ ഓഫ് ദി അബോവ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റാമറിസം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. മെറ്റാമറിസം കാണാത്ത ഏതെന്ന ചോദ്യം. മെറ്റാമറിസം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. മെറ്റാമറിസം കാണാത്ത ഞങ്ങൾ പോളിവാലൻസിയുള്ള കോമ്പൗണ്ട് മെറ്റാമറിസം കാണിക്കും. അതായത് ഓക്സിജൻ, സൾഫർ, ഒക്കെ നൈട്രജൻ, ഇതൊക്കെ ഇതൊക്കെ എന്ത് കാണിക്കും മക്കളെ, ഇതൊക്കെ എന്ത് കാണിക്കാം നമുക്ക്, ഈ പറഞ്ഞിരിക്കുന്ന എന്ത് കാണിക്കാം മക്കളെ, നമ്മുടെ മെറ്റാമറിസം കാണിക്കാം. അപ്പോൾ ഇവിടെ ഇതർ എന്ന് പറയുമ്പോൾ എന്താ, ഓക്സിജൻ ആണ്. അപ്പോൾ എന്ത് പോസിബിലിറ്റി ഉണ്ട്, മെറ്റാമറിസം കാണിക്കാം. ഡൈ ആൽക്കൈൽ സൾഫൈഡ് മെറ്റാമറിസം കാണിക്കാം. ആൽക്കീൻസ് കാർബണാണ്. കാർബൺ എന്തില്ല, ഈ പറഞ്ഞ കാർബൺ എന്തില്ല, ഈ പറഞ്ഞിരിക്കുന്ന പോളിവാലൻസ് ഒന്നുമില്ല. അപ്പോൾ ആൻസർ എന്താ, ആൽക്കീനാണ് വരിക. അമൈൻസ് നൈട്രജൻ, അപ്പോൾ അതും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ആൻസർ. ഇനി അടുത്ത ജോമെട്രിക്കൽ ഐസോമർസ് മീൻസ് എക്സിബിറ്റഡ് ബൈ. ജോമെട്രിക്കൽ ഐസോമർസ് വളരെ നല്ല ചോദ്യമാണ് മക്കളെ, വളരെ നല്ല ചോദ്യമാണ്. കാരണം ജോമെട്രിക്കൽ ഐസോമർസ് പ്രത്യേകം എന്താണ്, നമുക്കിങ്ങനെ ഡബിൾ ബോണ്ട് കാർബണാത്തിൻ്റെ ഇവിടെയും ഇവിടെ ABCD ഈ പറഞ്ഞ രണ്ടാണ് ഡിഫറൻ്റ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കണം. ഇനി ഇവർ രണ്ട് ഡിഫറൻ്റ്, ഇവർ രണ്ട് സെയിം ആണെങ്കിൽ എന്താ, ഇവർ രണ്ട് സെയിം ആയാൽ ദാറ്റ് ബിക്കം സിസ് എന്ന് പറയാം. അതേപോലെ ഇവർ രണ്ടും സെയിം ആണെങ്കിൽ സിസ് ആണ്. ഇനി ഇവർ രണ്ടും സെയിം ആണെങ്കിലോ ട്രാൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് പോസിബിലിറ്റി. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 മിഥൈൽ പെൻറ്റീൻ വരയ്ക്കുന്നത് വരച്ചാൽ C 5 കാർബൺ വരച്ചു. അതിൽ 2 മിഥൈലുണ്ട്, 2 ആരും ഉണ്ട്, പെൻറ്റീനും ഉണ്ട്. സോ ബാക്കി നിങ്ങൾ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുക. CH3 ഇത്രയും. ഓക്കെ, അപ്പോൾ ബാക്കി CH2 CH3 നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇയാളെ മാത്രം നോക്കിയാൽ മതി, ഈ ഒരു കാർബണത്ത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം കാർബൺ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ആരുണ്ട്, ബാക്കി CH2 CH3 ഇതേൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ആരുണ്ട് മക്കൾ, CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഒരിക്കലും കിട്ടൂല. കാരണം എന്താ, ഒരിക്കലും കിട്ടത്തില്ല. കാരണം ബിക്കോസ് എന്തുകൊണ്ട്, കാരണം ഇവിടെ ഡബിൾ ബോണ്ട് കാർബണത്തിനകത്ത് ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. പക്ഷേ ഇങ്ങനെ CH3 ഉണ്ട്, കാരണം സിസ്സു അല്ല ട്രാൻസോ അല്ല. ഇത് ഇങ്ങനെ വന്നാൽ സിസ്സായി. അപ്പോൾ ഇത് സിസ്സു അല്ല ട്രാൻസോ അല്ല, ഇങ്ങനെ ഈക്വൽ ആവുന്നില്ല. അപ്പോൾ സിസ്സും ട്രാൻസും ഇവിടെ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് പറ്റത്തില്ല. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? യെസ്, അവിടെ മനസ്സിലായോ? യെസ്. ഓക്കെ അല്ലേ കറക്റ്റാണ്. ഇനി അടുത്തത് 2 മിഥൈൽ പെൻറ്റീൻ, അതായത് ഇങ്ങനെ 2 മിഥൈൽ പെൻറ്റീനാന്ന് വിചാരിക്കും. 2 മിഥൈൽ പെൻറ്റുവണ്ണീൻ. 2 മിഥൈൽ, ഇവിടെ ഡബിൾ ബോണ്ട്, അഗൈൻ ഇവിടെ CH2, ഇവിടെ CH, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, CH2 ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഡബിൾ ബോണ്ട് കാർബണാറ്റം നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് കാർബണാറ്റം അതിൽ ആരുണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അഗൈൻ ഇവിടെ ആരുണ്ട്, ഒരു വലിയ ഗ്രൂപ്പ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ടാകും. then ഇവിടെ CH3 ഗ്രൂപ്പ്. ഒരിക്കലും ഈക്വൽ ആവില്ല. ഇത് ഈക്വൽ അല്ല, ഇതും ഈക്വൽ അല്ല. അപ്പോൾ അതൊന്നല്ല ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷണൽ ഐസോമർസ് അല്ലെങ്കിൽ ജോമെട്രിക് ഐസോമർസ് കാണിക്കില്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്താ, 3 ഹെക്സൈനാണ്. 3 ഹെക്സൈൻ എന്ന് പറയുമ്പോൾ 3 ഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് 6 കാർബണാറ്റം. അതിൽ മൂന്നാമത്തെ കാർബണത്തിൽ എന്തുണ്ട്, ഹെക്സീൻ ഉണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് കംപ്ലീറ്റ് കൊടുക്കുക. CH2 CH3 ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാകും. കാർബൺ ഡബിൾ ബോണ്ട്. അതിൽ ഇവിടെ ആരുണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്,
ഇവിടെ ഉണ്ട് CH3 CH3 CH2 എന്ന് കൊടുത്തു, CH3 CH2. ദെൻ അഗെയിൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ കൊടുക്കാം, ഇവിടെ എന്ത് ചെയ്യാം CH2 CH3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് പോസിബിലിറ്റി? യെസ്, ഇതൊരു പോസിബിലിറ്റിയാണ്. ഇവിടെ എന്തിൻ്റെ പോസിബിലിറ്റി ഉണ്ട്? സിസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് മാറ്റിയാലോ ട്രാൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ്? ഇത് കറക്റ്റാണ്. അപ്പോൾ അത് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യില്ല മക്കളെ, ഇതും അതേപോലെ കിട്ടൂല. നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ് ആൻസർ ഉണ്ടാവുക. ഓപ്ഷൻ 3. ഇനി അടുത്ത് നമ്പർ ഓഫ് പ്രൈമറി അമൈൻസ് ഓഫ് ദി ഫോർമുല എന്താണ്? C4H11N എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതാണ് സംഭവം? ഇതൊരു ആൽക്കൈനാണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ C4H10 എന്ന് പറയുന്ന ആൽക്കൈനാണ്. 4 കാർബണുള്ള ആൽക്കൈൻ. ഈ ആൽക്കൈൻ ഹൈഡ്രജൻ മാറ്റി നമ്മൾ ആരെ കയറ്റിയാണ്? NH2 കയറ്റിയാണ്. അപ്പോൾ പ്രൈമറി അമീനാണിത്. 4 കാർബണുള്ള പ്രൈമറി അമീൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മാത്രം വരച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇതൊന്നും സിമ്പിളായി നമ്മൾ അപ്രോച്ച് ചെയ്യാം. ഇതാണ് കേസ്. ബാക്കി ബാലൻസ് ഒന്നും നിങ്ങൾ വേണ്ട, ജസ്റ്റ് ചെയ്താൽ മതി. ഇത് മാത്രം മതി. ഇനി എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് മക്കളെ? ഈ 4 കാർബൺ മാറ്റി 3 കാർബൺ ആയിക്കൂടെ, എന്നിട്ട് അങ്ങനെ ആയിക്കോട്ടെ. ഈ അമോണിയനെ NH2 മാറ്റാം. ഇവിടെ കൊടുക്കുന്ന പകരം ഇങ്ങനെ കൊടുത്തൂടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയാൽ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ഒന്നാമത്തെ ടൈപ്പ്, ഇത് 1, ഇത് 2. ഇനി വേറെ എന്താ ഓപ്ഷൻ? വേറെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണം? 4 കാർബൺ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? 3 കാർബൺ ആക്കാം, ഒരു ബ്രാഞ്ച് ആക്കിയാൽ പോരെ, മതി. ഇങ്ങനെ ആക്കിക്കൂടെ എനിക്ക്? ഇവിടെ അമോണിയ NH2 കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? 3 കാർബൺ ഏറ്റവും മിനിമം ഉള്ളത്. അപ്പം ഈ പറഞ്ഞ NH2 പൊസിഷൻ മാറ്റിക്കൂടെ? ഈ എൻഡ് കൊടുത്താലും സെയിം തന്നെ. അപ്പോൾ നടുത്ത പൊസിഷന് കൊടുക്കാം, അതായത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അടുത്ത പൊസിഷൻ കിട്ടി. യെസ്, ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇനി 2 കാർബൺ ആക്കാൻ പറ്റത്തില്ല. ഇനി വേറെ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, വേറെ എവിടെ കൊടുക്കാൻ ഓപ്ഷനും ഇല്ല. സോ മൊത്തം 4 സ്ട്രക്ചർ. സോ ആൻസർ ഈസ് 4. ഇനി ഇത് വളരെ നല്ല ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ടോട്ടോമറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ കാർബണിൽ കോമ്പൗണ്ടുകൾ വേണം, അതേപോലെ എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ വേണം. ഈ ആൽഫ ഹൈഡ്രജൻ എവിടെ നിന്നാണ് വേണ്ടത്? നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആൽഫ കാർബൺ ആയിരിക്കും. ഏത് കാർബൺ ആയിരിക്കും? sp3 കാർബൺ. sp3 കാർബണാറ്റത്തിന് മുകളിലുള്ള ആൽഫ ഹൈഡ്രജനാണ് നമുക്ക് ആവശ്യം. അല്ലാത്ത ആൾ എന്ത് ചെയ്യില്ല? ഈ ടോട്ടോമറിസിന് വിധേയമാകൂല. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്ന് കരുതി നടക്കൂല. sp3 കാർബണാറ്റത്തിന് മുകളിൽ ആൽഫ ഹൈഡ്രജനെ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഇതെന്താണ്? ഡബിൾ കാർബണിൽ കോമ്പൗണ്ട്. അപ്പോൾ ഓക്കെ, ഫൈൻ, സമ്മതിച്ചു. പക്ഷേ ഈ കാർബൺ എന്താ? ഇതിവിടെ ഇങ്ങനെയാണ് മക്കളെ, ഇങ്ങനെ കേട്ടോ. ഇതെന്താ മക്കളെ? ഇത് sp2 കാർബണാണ്. ഇത് sp2 കാർബണാണ്. ഇത് sp2 കാർബൺ. ഒക്കെ sp2 കാർബണാണ്. അപ്പോൾ sp2 കാർബണത്തിന് നമ്മൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ എന്ത് നടക്കൂല? T2 ടോട്ടോമസ് നടക്കൂല. മനസ്സിലാവും? അപ്പോൾ ഇത് തെറ്റാണ്. അതായത് ആൻസർ എന്താ? ഇതാണ്ടാവും ആൻസർ. നോട്ട് അക്സെപ്റ്റഡ് എന്നുള്ളത്. ബാക്കി കൂടി നോക്കണ്ട നമുക്ക്. ഇവിടെ നിന്ന് C ഡബിൾ ബോണ്ട് ഉണ്ട്. അതേപോലെ ഈ കാർബൺ എന്താണ് മക്കളെ? ഈ കാർബണത്തിൽ C ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് നെക്സ്റ്റ് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആണ്, പോസിബിൾ ആണ് അല്ലേ? നോട്ട് അക്സെപ്റ്റഡ്. ഓക്കെ, ഫൈൻ. ഒന്ന് നോക്കി എല്ലാവരും, ഇത് നോക്കി ഈ ഓപ്ഷൻ. ഇത് നോക്കിയതല്ല, ഇത് നോക്കിക്കേ. ഇവിടെ എന്താണ്? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, പോസിബിൾ ആണ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, പോസിബിൾ ആണ്. ഇതൊക്കെ എന്താ? sp3 കാർബൺ ആണ്. സോ ഇതാണ് ആൻസർ. ഇതെന്തായാലും പോസിബിൾ അല്ല. അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പം ടോട്ടോമറിസം ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ എന്ന് വെച്ചാൽ sp3 കാർബണാറ്റത്തിന് മുകളിൽ ഹൈഡ്രജൻ എന്താണ്? ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്, അല്ലെങ്കിൽ എന്തല്ല പോസിബിൾ ഇല്ല എന്ന കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു sp3 കാർബണാറ്റമുള്ള ഹൈഡ്രജനെങ്കിലും വേണം, അല്ലെങ്കിൽ sp3 ഹൈഡ്രജനെങ്കിലും വേണം എന്നുള്ളതാണ്. അതായത് അസ്റ്റിക് ആയിട്ടുള്ള, അതായത് H+ വിട്ടുകൊടുക്കാൻ പറ്റുന്ന അസ്റ്റിക് ആയിട്ടുള്ള ഹൈഡ്രജൻ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ. ആ ആൽഫ കാർബൺ തൊട്ടടുത്തുള്ള ഹൈഡ്രജനാണ് എന്ത്? ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ നിന്ന് പോകാൻ പറ്റിയാൽ മതി. ഓക്കെ, യെസ്. ഇനി അടുത്തത് മക്കൾ നോക്കിയേ. ഓക്കെ. Then the hybridization of carbon atom in CC single bond എന്ന്. ഇതാണ് CC സിംഗിൾ ബോണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതെന്താ? ട്രിപ്പിൾ ബോണ്ട് sp ആണ്. ഡബിൾ ബോണ്ട് sp2 ആണ്. സോ sp കൂടുതലൊന്നും ആലോചിക്കണം. sp2. ഇതിനടുത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻവോൾവ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സിഗ്മ ഇലക്ട്രോൺസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ഇനി CH3 CH2 Cl അണ്ടർഗോസ് ഹെമോളിറ്റിക് ഫിഷൻ. നമ്മൾ ഹെമോളിറ്റിക് ഫിഷൻ പൊട്ടി എങ്ങനെ ഉണ്ടാവുക? ഇവിടെ ഫ്രീ റാഡിക്കൽ, ഇവിടെ ഫ്രീ റാഡിക്കൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രീ റാഡിക്കലും ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് സിമ്പിൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഡയറക്റ്റ്. Which of the following does not show electromeric effect? Electromeric effect എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട്സ്, അതായത് ഡബിളോ ട്രിപ്പിളോ ഒക്കെ പൊട്ടുന്ന പരിപാടിയാണ് ഇലക്ട്രോമെറിക് എന്ന് പറയുന്നത്. അതായത് കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യുക അല്ലേ, ഇതൊക്കെ പരിപാടി. അപ്പോൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവണം. ആൽക്കീൻസിന് ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ ഓക്കെയാണ്. ആൽഡിഹൈഡ്സിന് എന്താണ്? C ഡബിൾ ബോണ്ട് OH, അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഓക്കെയാണ്. കീറ്റോൺസിൽ ഓക്കെ. ഇതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഇതർ. CH3OCH3. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. The following has a plus R resonance effect. ഓൾറെഡി പഠിപ്പിച്ചാണ് എന്ത്? Cn എന്ന് പറയുന്നത് -R ആണ്. NH2 എന്താ? +R ആണ്. CHO എന്താ? -R ആണ്. NO2 എന്താ? -R ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ബിക്കോസ് ഓഫ് എന്താണ്? ബിക്കോസ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇല്ലെന്ന് പറയുന്നത്, പക്ഷേ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് കൊണ്ടാണ് മക്കൾ എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം CH3 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ എന്താണ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. കാരണം ഒന്ന് ഇലക്ട്രോണിന് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് ആക്ച്വലി എന്ത് പ്ലസ് ഐ എഫക്റ്റ്. പക്ഷേ മെയിൻലി എന്താ മക്കളെ, മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസൊണൻസ് ഉണ്ട്, റെസൊണൻസ് ഇല്ല. നേരെ മറിച്ച് ഇങ്ങനെയാണ് വിചാരിക്കും OH ആണെങ്കിൽ ഇവിടെ കൊടുക്കാൻ റീസൺ എന്താ, ഇവിടെ ഇങ്ങനെ റെസൊണൻസ് ഉണ്ടാവും, അപ്പോൾ ഇവിടെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആവും. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. സിഗ്മയിൽ നിന്നും സിഗ്മ ഇലക്ട്രോൺസ് ഒരു പി ഓർബിറ്റൽസിലേക്ക് എന്താണ് ഒരു സാധനം കൊടുക്കും. അതാണ് എന്ത് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ആൽഫ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണാണ്, അല്ലെങ്കിൽ ഈ ആൽഫ ഇതിനുണ്ടോ നോക്കാം. അല്ലെങ്കിൽ മെയിൻലി നിങ്ങൾ നോക്കേണ്ടത് ആൽക്കൈൽ ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ഇപ്പം ഇങ്ങനെയായിരിക്കും മക്കളെ, ഇങ്ങനെ വിചാരിച്ചോ എന്താണ് 9 ആൽഫ ഹൈഡ്രജനുണ്ടാവും, 9 ആൽഫ ഹൈഡ്രജൻ. അപ്പം സ്വാഭാവികമായിട്ട് നല്ല ഇലക്ട്രോണിൻ്റെ ഉള്ളുണ്ടാവും അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയിൻലി ഇൻഡക്റ്റീവ് എഫക്റ്റ് ചെറിയൊരു എഫക്റ്റാണ്, പക്ഷേ ഹൈപ്പർ കോൺജുഗേഷൻ വലിയ എഫക്റ്റാണ്. ആൻസർ കൊടുക്കേണ്ടത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റാണ്. Which of the following is the most stable carbocation? Tertiary carbocation is more stable than secondary, than primary, than methyl. So answer option 3. The order of degrees of stability of the carbanion. Well, carbanion എന്ന് പറയുമ്പോൾ കാർബോക്കേറ്റോൺ കാർബാനിയോൺ ആണെങ്കിലും രണ്ടുപേരും എന്താണ് അതിൻ്റെ ബെൻസൈൽ കാർബോക്കേറ്റോൺ ആണെങ്കിലും ബെൻസൈൽ കാർബാനിയോൺ മോർ സ്റ്റേബിൾ. റീസൺ എന്താ? ഡ്യൂ ടു എന്താ മക്കളെ റെസൊണൻസ്. ഇത് രണ്ട് റെസൊണൻസ് ഉണ്ട്, റെസൊണൻസ് ഉണ്ട്, അതിന് രണ്ടുപേരും സ്റ്റേബിളാണ്. ബാക്കി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാർബോക്കേറ്റൻ നോക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത? കാർബോക്കേറ്റൻ ആണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചിരിക്കാം ടെർഷറിക്ക് കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. കാർബാനിയോൺ ആണെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഇതാണ് ഓർഡർ. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിനൈൽ കാർബോക്കേറ്റൻ ഉണ്ട്, അല്ലെങ്കിൽ ബെൻസിൽ കാർബോക്കേറ്റൻ ഉണ്ട്. അപ്പോൾ ഇയാളാണ് മോർ സ്റ്റേബിൾ. എനിവേ 4 ഈസ് മോർ സ്റ്റേബിൾ. അപ്പോൾ ഇത് രണ്ടുമാണ് അടുത്ത ഓപ്ഷൻ. പിന്നെ നോക്കണം എന്താ, പിന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറിക്കാണ് ഏറ്റവും കുറവുണ്ടാവും. സോ ടെർഷറി നോക്കിയാൽ മതി. ടെർഷറി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ആണ് ടെർഷറി. സോ 1 ഏറ്റവും കുറവ്. സോ ഓപ്ഷൻ ബി 2 ആണ് ഓപ്ഷൻ 2 ഓപ്ഷൻ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് എ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ മക്കളെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആളെ NH2- ആണ്. സോ ആൻസർ സി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് കണ്ടെയ്ൻ അറ്റം ഗ്രൂപ്പ് ഹാവിംഗ് ഓൺലി -M? CO എന്താ -M ആണ്. OC3 എന്താ +M. അപ്പോൾ ഇതെന്താ +M വരും, ഇത് -M. സോ ഇതല്ല ഓപ്ഷൻ, ഇതല്ല. ഇനടുത്തത് Cl -M അല്ല, മൈനസ് ചെയ്ത് കൊടുക്കാം, -M. CHO -A. NH2 എന്താ +M, അപ്പോൾ അതുമല്ല. അടുത്തത് NO2 എന്താ, NO2 -M, CN -M, SO3 -M, ഇതെല്ലാം -M. ആൻസർ സി. ഇനി അടുത്ത് നോക്കിയോ OH +M, അപ്പോൾ അതുമല്ല. അപ്പോൾ ആൻസർ എന്താ വരിക? ആൻസർ ഓപ്ഷൻ 3 എന്ന് വരും, ഓപ്ഷൻ 3. ഇനി നല്ല ചോദ്യം, ഇത് പൊട്ടൻഷ്യൽ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, നീറ്റ് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, മാർക്ക് ചെയ്ത് വെക്കുക. ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബാനിയോൺ എം ദ ഫോളോവിംഗ് ഇസ്. അല്ല, കാർബാനിയോണും ഏറ്റവും സ്റ്റേബിൾ ഞങ്ങളോട് പറഞ്ഞു, എന്താണത്? ഇയാളാണ് മോർ സ്റ്റേബിൾ. ഒരു റെസൊണൻസ് ഓക്കെ. ബെൻസൈൽ കാർബാനിയോൺ ഇസ് മോർ സ്റ്റേബിൾ. ബെൻസൈലാണ് സ്റ്റേബിൾ, റെസൊണൻസ് ഉണ്ടായതുകൊണ്ട്. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് സംഭവിക്കുക, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജിൻ്റെ അളവ് വീണ്ടും കൂടുക ചെയ്യുക. ചാർജ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും, ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾ. അപ്പോൾ എന്ത് സംഭവിക്കണം? ഇവിടെ ചാർജ് കുറയണം. ചാർജ് കുറയണം, ഇലക്ട്രോണെ വലിച്ചുകൊണ്ടാണ് ആൾ വരണം, അതായത് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വരണം. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വന്നാൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും മക്കളെ? സ്റ്റെബിലിറ്റി കൂടും. സോ ഞാൻ നോക്കിയേ, ഏറ്റവും മോർ സ്റ്റേബിൾ ഏതാണ്? ഇയാളാണ് മോർ സ്റ്റേബിൾ. ഇയാൾ സ്റ്റേബിൾ അല്ല കേട്ടോ, ഇയാൾ പ്രൈമറിയാണ്. അപ്പോൾ ഇയാളാണ് ഇത് മൂന്നും കമ്പയർ ചെയ്താൽ മതി. ഇവിടെ 3 കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പാണ്, ഇവിടെ എന്താ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 4. ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താണ് മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ എം ദ ഫോളോവിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ബെൻസൈൽ ഫ്രീ റാഡിക്കലാണ് മോസ്റ്റ് സ്റ്റേബിൾ. സോ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടോ നോക്കിയേ? യെസ്, ഇത് ബെൻസൈൽ ഫ്രീ റാഡിക്കലാണ്. സോ ഓപ്ഷൻ 2 എന്ന് പറയും, ഓപ്ഷൻ 2. ഓക്കെ, ഇതല്ലടാ ബെൻസൈൽ ഫ്രീ റാഡിക്കലല്ലേ? നോക്കിയാടാ, നോക്ക് CH3. ഓക്കെ, ഇത് ബെൻസൈൽ ഫ്രീ റാഡിക്കലാ, കറക്റ്റ്. നെക്സ്റ്റ്, ദ ഹൈപ്പർ കോൺജുഗേഷൻ മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സ്റ്റെബിലൈസിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബോഹൈഡ്രേറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. അതായത് നമുക്കറിയാം ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് ബേസ്ഡ് ഓൺ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ടെർട്ടി ബ്യൂട്ടൈൽ എടുക്കുക. ടെർട്ടി ബ്യൂട്ടൈലാണ്, ഇത് ടെർഷറി ബ്യൂട്ടൈലാണ്. ടെർഷറി ബ്യൂട്ടൈൽ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, ടെർഷറി ബ്യൂട്ടൈൽ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അവിടെ നിന്ന് മക്കളെ ഇവിടെ CH3 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. മൊത്തം 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 9 ആൽഫ ഹൈഡ്രജൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിൻ്റെ കാർബോഹൈഡ്രേറ്റ്, അതായത് ഇവിടുന്ന് ഇത്രയും എന്തുണ്ടാവും? ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ ഇലക്ട്രോൺസുകളെ ഈ പറയുന്ന പി ഓർബിറ്റൽസിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് അതിൻ്റെ എഫക്റ്റ് കൂടും. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ ടെർഷറി ബ്യൂട്ടൈൽ. സോ ആൻസർ ഓപ്ഷൻ 2 എന്നാണ് പറയേണ്ടത്, ഓപ്ഷൻ 2. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് ഫോർ ന്യൂക്ലിയോഫൈൽ എന്നാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയ ന്യൂക്ലിയോഫൈൽ കറക്റ്റാണ്. അമോണിയ എന്താണ്? ന്യൂക്ലിയോഫൈലാണ്. ലോൺ പെർ ഇലക്ട്രോൺ ഉണ്ട്. ലൂയിസ് ബേസോളൊക്കെ എന്താ? ന്യൂക്ലിയോഫൈൽ. ലൂയിസ് ബേസ് എന്താ? ന്യൂക്ലിയോഫൈലാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ലൂയിസ് ആസിഡാണ്. ലൂയിസ് ആസിഡ് ഒക്കെ ഇലക്ട്രോഫൈലാണ്. ഈ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റീസ്. അതായത് ന്യൂക്ലിയോഫൈൽ എവിടെ അറ്റാക്ക് ചെയ്യുക? ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടും. ന്യൂക്ലിയസ് ആണ് പോസിറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോണിൻ്റെ അളവ് കുറഞ്ഞോടത്ത് പോയിട്ടാണ് ആരെ അറ്റാക്ക് ചെയ്യുക? ന്യൂക്ലിയോഫൈൽ അറ്റാക്ക്. അത് ശരിയാണ്.
ഈ ന്യൂക്ലിയോഫൈൽ ആർ നോട്ട് ഇലക്ട്രോൺ സീക്കിംഗ്, ഇലക്ട്രോൺ ആവശ്യമില്ല, അവർക്ക് പോസിറ്റീവ് ചാർജിനാണ് ആവശ്യം. അപ്പോൾ അത് ശരിയാണ്. ന്യൂക്ലിയോഫൈൽ ആക്ട് ആസ് ലൂയിസ് അത് തെറ്റ, ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുക. സോ ആൻസർ ഓപ്ഷൻ 4 എന്ന് പറയാം. ഇനി മക്കളെ ലാസ്റ്റ് ചോദ്യമാണ്, ലാസ്റ്റ് അല്ല 1-2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. നോക്കിയേ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് 1,1 മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാനൈട്രോഫിൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, നീറ്റ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. നോക്കിയോ, ഇതാണ് ചോദ്യം എന്ന് വെച്ചാൽ ടെസ്റ്റ് ക്വസ്റ്റനാണ്. അതായത് ഓർത്തോ ആൻഡ് പാരാനൈട്രോഫിനുള്ള പ്രത്യേകത എന്താ? ഓർത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പല ഭാഗത്തും. അതായത് ഓർത്തോ നൈട്രോഫിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാ മോളിക്കുലർ കെമിക്കൽ ബോണ്ടിൽ പഠിക്കുന്നുണ്ട്. പാര എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർ മോളിക്കുലർ. അപ്പോൾ എന്താ പ്രത്യേകത? രണ്ട് പേരും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മിക്സ്ചർ ആയി കഴിഞ്ഞാൽ ഇവർ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കൾ? ആദ്യം വോളട്ടൈലാവുന്ന രണ്ടുപേരും വോളട്ടൈലാണ്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കുന്ന പോയിന്റ് വെച്ചാൽ ഇവിടെ സ്റ്റീം കൊടുത്താൽ, സ്റ്റീം ഡിസ്റ്റിലേഷൻ സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ഈ പറഞ്ഞ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള വീക്ക് ആയതുകൊണ്ട് തന്നെ ഓർത്തോ നൈട്രോഫിൻ പെട്ടെന്ന് ബോയിലാവും, പെട്ടെന്ന് വോളട്ടൈലാകും. വോളട്ടൈൽ ആകില്ല, പാര വോളട്ടൈൽ ആകും. നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇയാളെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ. അപ്പം സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന 1,1 മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാര നൈട്രോഫിൻ സെപ്പറേറ്റ് ചെയ്യാൻ കാരണം എന്താ? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇസ് വീക്കർ ദാൻ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. സോ ഈ പറയുന്ന ഓർത്തോ നൈട്രോഫിൻ പെട്ടെന്ന് എന്ത് ചെയ്യും മക്കളെ? വാപ്പറായി പോകും, പോലെ വോളട്ടൈലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. നേരെ മറിച്ച് പാര എന്തിൽ അത്ര പെട്ടെന്ന് പോകില്ല, ബിക്കോസ് ടു ഡു സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന കാര്യം കൂടി ഒന്ന് നിങ്ങൾ ഓർത്തിട്ട് നല്ലതാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് മക്കളെ, ലാസ്റ്റ് ലിക്വിഡ് വിച്ച് ഡീകമ്പോസ് അറ്റ് ബോയിലിംഗ് പോയിന്റ് അറ്റ് ഇസ് ബോയിലിംഗ് പോയിന്റ് കാൻ ബി പ്യൂരിഫൈഡ്. ഞങ്ങളോട് പറഞ്ഞു ഭയങ്കര ഹൈ ടെമ്പറേച്ചർ, ഹൈ ബോയിലിംഗ് പോയിന്റ് ആൾക്കാർ നമ്മൾ ആ ഒരു ബോയിലിംഗ് പോയിന്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിന് ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിന് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ച് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഇത്രയുമാണ് മക്കളെ നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി GOC എന്ന് പറയുന്നതിൻ്റെ മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ GOC എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും വീഡിയോസുകളൊക്കെ. ബട്ട് നിങ്ങൾ എല്ലാ ഭാഗവും ഒന്ന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രി സെറ്റ് ആക്കണം, നമുക്ക് അടിപൊളിയാക്കണം. സോ ഓൾ ദി ബെസ്റ്റ്.